നമുക്കെന്നാൽ ഗോൾഡിന്റെ ഇപ്പൊ നിങ്ങളിപ്പോ കാണുന്നത് ഗോൾഡിന്റെ ചാർട്ട് തന്നെയാണ്. നമുക്ക് ഗോൾഡ് തന്നെ എന്നാക്കുക സ്റ്റാർട്ടിങ്ങിൽ അനലൈസ് ചെയ്യും. അപ്പൊ നിങ്ങൾ കാണുന്നത് ഇപ്പോൾ ഗോൾഡിന്റെ ഒന്ന് റീലോഡ് ചെയ്യുന്നുണ്ട്. ഗോൾഡിന്റെ ചാർട്ടാണ് ഇപ്പം നിലവിൽ നിങ്ങളിപ്പോൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞങ്ങളിപ്പം സെറ്റ് ചെയ്തേക്കുന്ന കാര്യങ്ങൾ, അതായത് ഒരു 95% ആണ് ഇതിപ്പം കംപ്ലീറ്റ്ലി അൽഗോ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നത്. ഒരു 100% അൽഗോ അല്ല. നമുക്ക് നമ്മുടെ ടൂള് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് എൻട്രി ആണ്, അതേപോലെ തന്നെ എവിടെ നമുക്ക് SL കീപ്പ് ചെയ്യണം, എവിടെ നമുക്ക് എന്താക്കണം ടാർഗറ്റ്. ഇത് മേജർ പോയിന്റ് ആണ്. എവിടെയാണ് SL, എവിടെയാണ് ടാർഗറ്റ്, കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് മേജർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്നാക്കല് ടൂള് നമുക്ക് ജനറേറ്റ് ചെയ്തിട്ട് എന്നാല് സെറ്റ് ചെയ്ത് തരത്ത്. ഇതാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഗോൾഡിന്റെ സ്ക്രീൻ കണ്ടാൽ നമുക്ക് ഇവിടെ ഒരു എൻട്രി, അതേപോലെ SL, നമുക്ക് TP കാര്യങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ എന്നായിട്ടുണ്ട് നമുക്കൊരു എൻട്രി ഓൾറെഡി ടൂള് നമുക്ക് പ്ലേസ് ചെയ്ത എൻട്രി ആണ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറച്ച് കൺഫർമേഷൻസ് ചെറിയ രീതിയിലെ കുറച്ച് നമ്മളെ ഡാറ്റ, ഇതാണ് ഒരു കൺഫർമേഷൻ ബോക്സ് ആണ്, ഇതൊരു കൺഫർമേഷൻ ബോക്സ് ആണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളും കൂടി നമ്മൾ ഫൈനലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കുക അവിടെ എൻട്രി പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മളൊരു കോൺസെപ്റ്റ് വരുന്നത്. അതായത് കുറച്ച് കൺഫർമേഷനും കാര്യങ്ങളാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. ബാക്കിയുള്ള എൻട്രി കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ടൂൾ എന്നാക്കും നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും. അത് നിങ്ങൾ മാനുവലി എന്നാക്കണം. ഏത് ബ്രോക്കറിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് ആ ഒരു ബ്രോക്കറിൽ കൊണ്ടുപോയി അതെന്നാക്കണം മാനുവലി പ്ലേസ് ചെയ്യണം. ഒരു 95% നമ്മളെ ടൂൾ നിങ്ങൾക്ക് മാർക്കറ്റിന്റെ അനാലിസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരും. ഒരു 5% നിങ്ങൾ ചെയ്യേണ്ടത് അത് ആ ഒരു എൻട്രി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കൺഫർമേഷൻ നോക്കേണ്ട ഒരു പ്രൊസീജിയർ ഉണ്ട്. അത് കഴിഞ്ഞാൽ അത് ഓക്കെ ആവലോട് കൂടി അതെന്നാക്കുക അത് നിങ്ങൾ ഏതാണ് ബ്രോക്കർ അതിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യണം. അപ്പോൾ നിലവിലിപ്പം ഫോറക്സ് ബ്രോക്കേഴ്സ്, കുറേ ബ്രോക്കേഴ്സ് മാർക്കറ്റിലുണ്ട്. നിങ്ങൾ എൻട്രി ചെയ്യുന്ന സമയം ഒന്ന് ബുക്ക് ബ്രോക്കർ ആയിരിക്കണം, അത് നിർബന്ധമാണ്. ബി ബുക്ക് 2 ബ്രോക്കർ ഇപ്പം നിലവിൽ മാർക്കറ്റിലുണ്ട്. ഒന്ന് A കാറ്റഗറി, ബ്രോക്കേഴ്സിന്റെ ആണോ? ഓക്കെ, ഈ ബുക്ക് ബ്രോക്കർ, ബി ബുക്ക് ബ്രോക്കർ എന്ന് പറയുന്നത് A കാറ്റഗറി ബ്രോക്കറിലാണ് എന്നാക്കുന്നത് റിയൽ ഡാറ്റാസ് നമുക്ക് വിസിബിളായി കിട്ടുന്നത്. അതായത് റിയൽ ഡാറ്റയിൽ നമുക്ക് ട്രേഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്താവല് പ്രോഫിറ്റ് ഉണ്ടാവല്. ഇപ്പം നിലവിൽ എല്ലാവരും MT5, എല്ലാവരും ഫോറക്സ് ബ്രോക്കർ ചെയ്യുന്ന മേജർ ആൾക്കാർക്കും MT5 അറിയായിരിക്കും. എന്താണ് MT5 എന്നുള്ളത്? MT5 ത്രൂ ആണ് ബ്രോക്കറിനെ എന്നാക്കുന്നത് കണക്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ കണക്ട് ചെയ്യുന്ന ബ്രോക്കറിന്റെ ബാക്ക് എൻഡ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പൊ കേരളത്തിലുള്ള പല ബ്രോക്കേഴ്സും ബി ബുക്ക് ബ്രോക്കേഴ്സ് ആണ് പല ബ്രോക്കേഴ്സും ഉള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്ന സാധനം, ഈ ടൂൾ ഇംപ്ലിമെന്റ് ചെയ്ത് തന്നിട്ട് നമ്മളുള്ളത് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് വ്യൂവിലാണ്. ട്രേഡിംഗ് വ്യൂ എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും. അതായത് ട്രേഡിംഗ് ചെയ്യുന്ന എല്ലാവർക്കും ട്രേഡിംഗ് വ്യൂ എന്താണ്, ട്രേഡിംഗിന്റെ പ്ലാറ്റ്ഫോം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം, ഈ ട്രേഡിംഗ് വ്യൂ എന്താണെന്നുള്ളത്. അപ്പോൾ ട്രേഡിംഗ് വ്യൂവിലാണ് മേജർ ബുക്ക് ബ്രോക്കർ, അതായത് A കാറ്റഗറി ബ്രോക്കേഴ്സ് മേജറും ഉള്ളത് ട്രേഡിംഗ് വ്യൂ ആയിട്ട് പാർട്ട്ണർഷിപ്പിലാണ്. അതായത് ഈ ബ്രോക്കർ വേണം. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോക്കറാണ് ഡാറ്റ എന്നാക്കേണ്ടത് ട്രേഡിംഗ് വ്യൂക്ക് കൊടുക്കേണ്ടത്. അതേ സിസ്റ്റമാണ് ഈ MT5 എന്ന് പറയുന്നതും. ഈ MT5 പറയുന്ന ഒരു ബ്രോക്കർ ഇതെന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് വ്യൂ പോലത്തെ ഒരു പ്ലാറ്റ്ഫോമാണ് MT5 എന്ന് പറയുന്നത്. പക്ഷെ ഈ MT5 കൊടുക്കേണ്ടത് ആരാണ്? ഡാറ്റ കൊടുക്കേണ്ടത് നിങ്ങളെ MT5 ആണ് വാച്ച് ചെയ്യുന്നത്, അതും ബ്രോക്കർ സൈഡിലാണ്. അപ്പൊ നിലവിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കഴിയും, ഇതൊക്കെയെന്ന് പറയുന്നത് ബ്രോക്കേഴ്സ് ആണ്. നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്ന ഇത്രയും ഇതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ബ്രോക്കേഴ്സ് ആണ്. അപ്പം ഇതിൽ പല ബ്രോക്കേഴ്സും ഉണ്ട്. അതായത് ഫോറക്സ് ഉണ്ട്, ക്രിപ്റ്റോ ഉണ്ട്, അതേപോലെ എല്ലാം 3 തരം മാർക്കറ്റ് ഇതിലുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ തിരിയും. അതായത് വേൾഡിലെ ടോപ്പ് ബ്രോക്കേഴ്സ് മുഴുവനും ട്രേഡിംഗ് വ്യൂ ആയിട്ടാണെന്നുള്ളത് പാർട്ട്ണർഷിപ്പ് ഉള്ളത്. ഇപ്പം ബിനാൻസ് ആയിക്കോട്ടെ, ബൈബിറ്റ് ആയിക്കോട്ടെ, അതായത് മോസ്റ്റ് ഡെൽറ്റ ആയിക്കോട്ടെ, ഈ ബ്രോക്കേഴ്സ് ആണ് ട്രേഡിംഗ് വ്യൂക്ക് ഡാറ്റ സപ്ലൈ ചെയ്യുന്നത്. അതായത് അതിൽ വരുന്ന യൂസേഴ്സിന്റെ ആയിക്കോട്ടെ, അതിൽ വരുന്ന ഇൻവെസ്റ്റ്മെന്റ് ആയിക്കോട്ടെ, അവരുടെ ഡാറ്റ സപ്ലൈ ചെയ്യുന്നത് ട്രേഡിംഗ് വ്യൂ ആണ്. അപ്പം അതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ബ്രോക്കർ ചൂസ് ചെയ്യുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ്. പിന്നെ നമുക്കിപ്പോൾ ട്രേഡിംഗ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നൊരു ഡൗട്ടാണ് ടൂളിൻ്റെ ഒരു വർക്കിംഗ് എന്താണ്, ടൂൾ എന്താണ് ചെയ്യുന്ന കാര്യങ്ങൾ. ഞാൻ ഒന്നുകൂടി അത് ക്ലാരിറ്റി വരുത്തി തരാം. ഇത് ഒരു കോപ്പി പേസ്റ്റ് എന്നുള്ളൊരു മെത്തേഡിലെ ടൂളാണ്.
കംപ്ലീറ്റ് അൽഗോ. പല ആൾക്കാരും അൽഗോ കേട്ടിട്ടുണ്ടാവും. അൽഗോ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഒരു എ ബുക്ക് ബ്രോക്കേഴ്സും, അതായത് നിലവിൽ മാർക്കറ്റിലുള്ള എ കാറ്റഗറി ബ്രോക്കേഴ്സും അൽഗോനെ എന്നാക്കുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല. അതായത് ഒരു തേർഡ് പാർട്ടി എൻട്രി നമുക്ക് എന്നാക്കാൻ പറ്റൂല. ഇപ്പം ബിനാൻസ് പോലത്തെ ബ്രോക്കേഴ്സിലേക്കൊന്നും അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റൂല. അപ്പം അൽഗോനെ നമുക്ക് അത് ഒരു എൻട്രി, അതായത് ഈ ബി ബുക്ക് ബ്രോക്കേഴ്സ് ഒക്കെ അൽഗോനെ എന്നാക്കുന്നുണ്ട്, സപ്പോർട്ട്. അതിൽ റിയൽ ഡാറ്റ അല്ല, മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്. അതിലേക്ക് ഈ ബോട്ടുകളൊക്കെ ബി കാറ്റഗറി ബി ബുക്ക് ബ്രോക്കേഴ്സ് ആണ് നിലവിൽ മാർക്കറ്റിൽ ഉണ്ടാകുന്നത് എൻട്രി ഓപ്ഷൻ കൊടുക്കുന്നത്. അതേപോലെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന അടുത്ത് വരാൻ പോകുന്ന ഒരു ഡൗട്ടാണ് ഇതിൻ്റെ ഒരു ആക്യൂറസി, ഒരു വിന്നിങ് ആക്യൂറസി എന്താണ്, ഇതിൻ്റെ ഒരു വിന്നിങ് ആക്യൂറസി, ടൂളിൻ്റെ ഒരു വിന്നിങ് ആക്യൂറസി എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് കാര്യം. ഇപ്പം നിലവിൽ ഈ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് ഈ ടൂൾ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ, അതായത് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാവും, പല പല കാറ്റഗറി ടൂൾസ് ഉണ്ടാവും. അപ്പോൾ ഇത് ഞങ്ങൾ ട്രേഡിംഗ് വ്യൂ ആയിട്ട് അതിൻ്റെ നേരെ ബാക്കില്ല, ഞങ്ങളെ ടൂള് നിങ്ങൾക്ക് ഈ ഇൻഡിക്കേറ്റേഴ്സിലോ കാര്യങ്ങളോ ഒന്നും പോയാൽ കിട്ടൂല. നേരെ അതിൻ്റെ ബാക്ക് എൻഡിൽ IP നേരെ നമ്മളൊന്നാക്കിയാണ് സെറ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രേഡിംഗ് വ്യൂ, അതായത് നമ്മളെ ഇത് അങ്ങോട്ടേക്ക് എൻട്രി ചെയ്യണമെങ്കിൽ മിനിമം 50% ടൂളിന് എന്നായിരിക്കണം, ആ ഒരു സ്ട്രാറ്റജിക്ക് അതിന് വിന്നിങ് റേഷ്യോ നിർബന്ധമാണ്. നിങ്ങൾക്കൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ, അപ്പോൾ ഇതിൻ്റെ ബാക്ക് എൻഡിൽ നടക്കുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ട്രേഡേഴ്സിൻ്റെ അവരെ ഒരു ഹ്യൂമൺ എന്താണ്, ഒരു ഹ്യൂമൺ ചെയ്യുന്ന സ്ട്രാറ്റജി അതിനെ നമ്മൾ ഒരു ടൂളാക്കി ഡെവലപ്പ് ചെയ്തതാണ്. ഇപ്പം നമ്മൾ ഇതിലുള്ള ജോയിൻ ചെയ്ത നിങ്ങൾക്ക് ഓൾറെഡി ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം, ഇല്ലാതിരിക്കാം. അപ്പം നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ, ട്രേഡ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്താക്കാം, നിങ്ങൾ പറയുന്നത് പോലെയുള്ള ഒരു ടൂളാക്കി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ കമ്പനി വരുന്നത്. നമ്മൾ പല ഹ്യൂമണ്ടി സ്ട്രാറ്റജി നമ്മൾ ഒന്നാക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ തരുന്ന സ്ട്രാറ്റജി നമ്മൾ നിങ്ങൾക്ക് ടൂളാക്കി ഡെവലപ്പ് ചെയ്യും. അപ്പം ഇതിൻ്റെ ബാക്ക് എൻഡിലുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു 6ഓളം ട്രേഡേഴ്സിൻ്റെ സ്ട്രാറ്റജിയാണ് ഇതിൻ്റെ ബാക്ക് എൻഡിലുള്ളത്. നെക്സ്റ്റ് ഉണ്ടാവുക ഈ ടൂൾ നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാറ്റ്ഫോമിലാണ്, ഏതൊക്കെ മാർക്കറ്റിൽ, നമുക്ക് 3 മാർക്കറ്റിലും ഈ ടൂൾ ഉപയോഗിക്കാൻ പറ്റും. ഇന്ത്യൻ മാർക്കറ്റ് ആയിക്കോട്ടെ, ക്രിപ്റ്റോ മാർക്കറ്റ് ആയിക്കോട്ടെ, ഫോറക്സ് മാർക്കറ്റ് ആയിട്ട്, ഈ 3ലും നിങ്ങൾക്ക് ഈ ടൂൾ എന്നാക്കുക ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റും. നെക്സ്റ്റ് ഇതൊരു സ്കാൽപ്പിംഗ് സ്ട്രാറ്റജിയാണ് ഇതിൻ്റെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്നത്. 5 മിനിറ്റും 15 മിനിറ്റിൻ്റെയാണ് ഇത് മോസ്റ്റ്ലി ഇതിൻ്റെ നമുക്ക് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം വരുന്നത്. അപ്പം നെക്സ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന അടുത്തൊരു ഡൗട്ടാണ് ഇതിൻ്റെ ഒരു വിന്നിങ് ഇതെങ്ങനെയാണ്, ടൂളിൻ്റെ ഒരു ആക്യൂറസി എന്താണ്, എങ്ങനെയാണുള്ളത്. അപ്പോൾ നിലവിൽ ഓരോ ദിവസവും മാർക്കറ്റിൽ വിന്നിങ് പെർസെൻറ്റേജ് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം. അതായത് ഇപ്പോൾ ഇന്നത്തേതാണ്, ഇന്നലെ നമുക്ക് എത്തീരത്തിൽ ഉണ്ടായതൊരു 68, 70, 75 ഉള്ളിലാണ്, ഇന്ന് 62 ആയിട്ടുണ്ട്. ഓക്കെ, അത് 65 ആ രീതിയിലാണ്. അപ്പോൾ ഡെയിലി മാർക്കറ്റ്, അതായത് ഡെയിലി മാർക്കറ്റിൻ്റെ ആ ഒരു പൊട്ടൻഷ്യൽ എന്നാവും ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് എന്താവാം, മാറി 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 വരും. അപ്പോൾ നമുക്കൊരു ഗോൾഡിൻ്റെ അടുത്ത് നോക്കാം. ഗോൾഡിൻ്റെ ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ ഒരു ഇതെന്താണെന്ന് നോക്കി നോക്കാം. ഗോൾഡിലുള്ളത് 67 ആണ്. ഗോൾഡിൻ്റെ ഒരു ഇന്നത്തെ ഒരു വിന്നിങ് റേഷ്യോ, അതായത് ഇത് സ്ഥിരമായിട്ടുള്ള ഒരു ഇന്നത്തെ ഒരു വിന്നിങ് റേഷ്യോ 67, അതായത് ഒരു 75ൻ്റെ ഉള്ളിലാണ് ഇന്നത്തെ ഗോൾഡിൻ്റെ ഒരു വിന്നിങ് റേഷ്യോ ഉള്ളത്. നമ്മൾ ടൂളിൻ്റെ ഒരു പെർഫോമൻസ് ആയിട്ട് പോകുന്നത്. നമുക്ക് അടുത്തൊരു ഇതെടുത്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ സൊലാന എന്ന് പറയുന്ന BTC ആണ് ക്രിപ്റ്റോൻ്റെ ഈ കോയിനിലുള്ളത്. 75 ആണ് ഇന്നത്തെ ഒരു വിന്നിങ് പെർസെൻറ്റേജ് ടൂൾ. നമുക്ക് ഇന്ത്യൻ മാർക്കറ്റ്, നമുക്ക് നിഫ്റ്റി നമ്മൾ ഓൾറെഡി ഇതിലുണ്ട്. ഇപ്പം നിഫ്റ്റിയിൽ ഓൾറെഡി ഇന്ന് മാർക്കറ്റ് ക്ലോസ് ആയല്ലോ. അപ്പം നിഫ്റ്റിയുടെ ഇന്നത്തെ ഒരു വിന്നിങ് ആസ്പെക്ട് എന്താണെന്ന് വെച്ചാൽ 68 ആണ്. അതായത് ഇന്നലേക്ക് 70, 75 ഉണ്ടായിരുന്നു, ഇന്ന് 68 ആണ്. ഇന്ന് മാർക്കറ്റ് ക്ലോസ് ആയതുകൊണ്ടാണ്. അപ്പം ഇതാണ് നമ്മളൊരു ടൂളിന്റെ ഒരു ഓവർ വ്യൂ എന്ന് പറയുന്നത്. ഏതാ 68 ആണ് വിന്നിംഗ് എന്ന് എവിടുന്നാണ് കാണിക്കുന്നത്? ഇതാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അത് ഓരോ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും, അത് ഇത് ട്രേഡിംഗ് വ്യൂവിന്റെ, അതായത് ഇപ്പം ഇത് ചെയ്തുകൊടുക്കുന്നതിന്റെ റിസൾട്ട് ആണ് ഇത്. ഇപ്പൊ ഇന്ന് നോക്കുന്നതല്ല നാളെ ഉണ്ടാവില്ല, ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ മാറ്റങ്ങൾ. ഇത് മന്ത്ലി ഡേറ്റ ഉണ്ടോ? ഇത് പെർ ഡേ അല്ലാതൊരു കളക്റ്റീവ് ആയിട്ടുള്ളൊരു മന്ത് ഉണ്ടോ, അല്ലെ ഇത്ര ഡേയ്സ് ഉണ്ടോ? ഇതിലിപ്പോ എങ്ങനെയാണ് മനസ്സിലായിട്ടില്ല. ഇപ്പൊ ഈ വിന്നിംഗ് ഡേറ്റ ഈ 1 ഡേ അല്ലേ 68% പറയുന്നത്? ഇത് 1 ഡേൻ്റെതല്ല, ഇതിപ്പോ ഡെയിലി വിന്നിംഗ് ഡേറ്റ, അതായത് ടോട്ടൽ, അതായത് ഇപ്പോ നടക്കുന്നത്. ഇപ്പൊ ഇതിലിപ്പോ നോക്കിയാൽ നമുക്ക് മന്ത്ലി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അതായത് ഇതിപ്പോ നിലവിൽ അതായത് ഡെയിലി, അതായത് ഇന്നത്തെ മാർക്കറ്റ്
റേറ്റ് അനുസരിച്ചാണ് ഇന്നത്തെ വിന്നിംഗ് റേഷ്യോ ഉണ്ടാവുക. ഇന്നത്തെ മാർക്കറ്റിൽ ഡെയിലി ബിസിനസ്സിൽ ഒരേ ഉണ്ടാവില്ല, ഒരേ വോളിയം ബിസിനസ് നടക്കൂല. ചില ദിവസം ബിസിനസ് കൂടാം, ചില ദിവസം ബിസിനസ്, അത് നമ്മൾ ഇതൊരു പക്കാ ബിസിനസ് ആണല്ലോ. നമുക്കൊരു ബിസിനസ് ഡെയിലി നമുക്ക് ഒരേ നെറ്റ്വർക്ക് ബിസിനസ് നമുക്ക് ഡെയിലി വരൂല. ചില സീസൺസ് ഇടയ്ക്കൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഇതില് നിങ്ങളുടെ ടൂൾ എവിടെയാ കറക്റ്റ് ആയിട്ട് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത് കാണണം. കാരണം ഞാൻ ഒരു 2012 മുതൽ ഈ ഫീൽഡിലുള്ള ആളാണ്. ഒരു 7 വർഷത്തെ ഫോറക്സിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്. ഒരുപാട് റോബോട്ടും ബോട്ടും എല്ലാം പർച്ചേസ് ചെയ്ത ഒരു വ്യക്തിയാണ്. ഒരു 2 lakhs ബോട്ടിനും ഇയ്ക്ക് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പൊ നിങ്ങളുടെ കാര്യം, നിങ്ങൾ ചെയ്യുന്ന കാര്യം, നമുക്ക് എന്താണ് ബെനിഫിറ്റ്, നിങ്ങളുടെ ടൂൾ ഏതാണ്, നിങ്ങൾ ഏതാണ് ഇതിൽ സ്പെസിഫൈ ചെയ്ത് പറയുന്നത്, ഇന്നത് ചെയ്താൽ ഇന്ന എൻട്രി എടുത്താൽ കൺസിസ്റ്റൻസ് ആയിട്ട് 90% നമുക്ക് പ്രോഫിറ്റ് കിട്ടും, അല്ലെങ്കിൽ അങ്ങനെയുള്ള, കാരണം നമുക്ക് അത്രയും ടൈം വേണം. അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയണം. അതാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ പറഞ്ഞു ഓൾറെഡി നിങ്ങൾ ബോട്ടും കാര്യങ്ങളൊക്കെ ഓൾറെഡി പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം. അത് ഏതാണ് ബ്രോക്കേഴ്സ്, അതിന്റെ ബാക്ക് എൻഡ് എല്ലാവരും നോക്കുന്നത് ഫ്രണ്ട് എൻഡ് ആണ്. എവിടത്തേക്കാണ് കണക്ട് ചെയ്യുന്നത്, എ കാറ്റഗറി ബ്രോക്കർ ആണോ, ബി കാറ്റഗറി ബ്രോക്കർ ആണോ, അതിന്റെ ബാക്ക് എൻഡിൽ നടക്കുന്ന കാര്യങ്ങൾ. നിലവിൽ ഞാൻ ഇറങ്ങിയ ഒരു 6 കൊല്ലമായി, 6 to 6 years ഞാൻ മാർക്കറ്റിൽ ഇറങ്ങിയ മുതൽ എനിക്കറിയാം. അതായത് എ കാറ്റഗറി ബ്രോക്കേഴ്സും ആരും, അതായത് തേർഡ് പാർട്ടി, അതായത് അൽഗോസിനെ അതിന്റെ ഉള്ളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വിടുന്നില്ല. അതായത് ബിനാൻസ് ആയിക്കോട്ടെ, വേൾഡിലെ നമ്പർ 1 ബ്രോക്കറാണ് ബിനാൻസ് എന്ന് പറയുന്ന ബ്രോക്കർ. അതിന്റെ ഉള്ളിൽ തന്നെ റോബോട്ടിക് ടെക്നോളജി ഉണ്ട്. അതിന്റെ ഉള്ളിൽ തന്നെ അവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന റോബോട്ടിക് ടെക്നോളജീസ് ഉണ്ട്. അപ്പോൾ പുറത്തുനിന്ന് ഒരാളെ അങ്ങോട്ടേക്ക് എന്നാന്നില്ല എൻട്രീസ് കൊടുക്കുന്നില്ല. പിന്നെ നിലവിൽ മാർക്കറ്റിൽ, അതായത് ഇപ്പം നമ്മളെ ടൂൾ ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ, അതായത് ഇപ്പം മാർക്കറ്റിൽ ഇപ്പോൾ ഒരാൾ മാനുവലി എടുക്കുമ്പോൾ അയാൾ ന്യൂസ് നോക്കണം, കാര്യങ്ങൾ വാച്ച് ചെയ്യണം, സ്ട്രാറ്റജി കഴിയണം, ഇതൊക്കെ ഉണ്ട്. ഒരാൾക്ക് ഒരു പാറ്റേൺസ് ഉണ്ട്. അതായത് കുറച്ച്, അതായത് ഒരാളിപ്പോൾ ഒരു ടൈം, അതായത് നിങ്ങളിപ്പോൾ ഒരു 7 കൊല്ലമായി ട്രേഡ് ചെയ്യുന്നു, നിങ്ങൾക്കൊരു നല്ലൊരു എൻട്രി കിട്ടണമെങ്കിൽ എത്ര ടൈം നിങ്ങൾ അതിന് സ്പെൻഡ് ചെയ്തിരിക്കണം നിങ്ങൾക്കറിയാം. അപ്പം ഇതിന്റെ ബാക്ക് എൻഡ് നടക്കുന്നത്, നമ്മളൊരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഓഫീസ്, നിങ്ങളൊരു സ്വന്തം ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്, എക്സാമ്പിൾ ആണ്, ഇത് ബിസിനസ് ഉണ്ടാവും. നമ്മൾ ബിസിനസ്സിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ഓരോ സ്റ്റാഫിനെ നമ്മൾ ഒന്നാക്കും ഹയർ ചെയ്യുന്നുണ്ട്. മാനേജർ ഉണ്ടാവും, HR ഉണ്ടാവും, അതേപോലെ തന്നെ സെയിൽസ് ഉണ്ടാവും, അതേപോലെ ലീഡർ ഉണ്ടാവും. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ഒരു ബിസിനസ് ഓണർ എന്തിനാണ് ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് ആൾക്കാരെ വെക്കുന്നത്? അതായത് ബിസിനസ് ഓണർ ഒരു 5% മാത്രമേ അതിലൊന്നായിക്കോളൂ. ബാക്കി കാര്യങ്ങളൊക്കെ ഈ സ്റ്റാഫ് മാനേജ് കാര്യങ്ങൾ ചെയ്ത് ഓണറിന്റെ അടുത്തേക്ക് അതിന്റെ ഡാറ്റ അന്ന് രാത്രി ഏത് ടൈമിലാണ് എത്തേണ്ടത് എന്നുള്ളത് അതിന്റെ ഓണേഴ്സിന്റെ അടുത്ത് എത്തുന്നുണ്ട്, ഡാറ്റാസ് എത്തുന്നുണ്ട്. അപ്പൊ ഓണർ ചെയ്യുന്നത് ആ കാര്യങ്ങൾ ഇരുന്നു, ആ ഫൈനൽ കാര്യങ്ങളിൽ ഒന്ന് 5 minutes ഇരുന്നു, അതിനെ എന്നാക്കുന്നു ഡിസ്കസ് ചെയ്തു, അത് അപ്രൂവ് ചെയ്യുന്നു. അതാണ് ഒരു കമ്പനിയിൽ നടക്കുന്ന കാര്യം. ഈ സെയിം പ്രൊസീജിയറാണ് ഇവിടെ നടക്കുന്നത്. ഇതിന്റെ ബാക്ക് എൻഡിലുള്ള ഓരോ അൽഗോസിനും ഓരോ ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. ന്യൂസ് വാച്ചിനെ ആയിക്കോട്ടെ, മാർക്കറ്റ് വാച്ചിനൊക്കെ, അത് ഓരോ ഡിഫറെന്റ്, അതായത് കാര്യങ്ങൾ ഇതിന്റെ ബാക്ക് എൻഡിൽ ഓരോരാൾക്കും ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അതാണ് ആദ്യം പറഞ്ഞത്, നിങ്ങൾക്ക് അതിലൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അതിന് എവിടം വരെ, അതായത് ഒരു കംപ്ലീറ്റ് അൽഗോ അല്ലാതെ അതിന് എവിടം വരെ നമുക്ക് കാര്യങ്ങൾ കൊടുത്ത് അതിന്റെ ബാക്ക് എൻഡിലേക്ക് സ്റ്റാഫിനെ നിയമിക്കുന്നത് പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇതിലിപ്പം ചെയ്ത സിസ്റ്റം നമുക്കൊരു പ്രോപ്പർ എൻട്രി, അതായത് വെറുതെ മാർക്കറ്റ് പോകുന്നതിനനുസരിച്ചിട്ട് ഒരിക്കലും ഉണ്ടാവില്ല, നമ്മളെ ടൂള് അതിന്റെ പിന്നാലെ പോകില്ല. ഒരു എൻട്രി വന്നാൽ അതിന്റെ കൺഫർമേഷൻ നോക്കി കഴിഞ്ഞാൽ അതിന് വെയിറ്റ് ചെയ്യാം. അപ്പം ആ ഒരു എൻട്രി കംപ്ലീറ്റ് ആയതിനു ശേഷം വീണ്ടും, അതായത് ഇപ്പൊ മാർക്കറ്റിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന വെച്ചാണ് ഒന്ന് ഓവർ ട്രേഡ്, അതേപോലെ റിവെഞ്ച്. അതായത് ലോസ് വന്നാൽ ലോസിനെ റിക്കവർ ചെയ്യാൻ പോവാം. ഒരു ട്രേഡ് കംപ്ലീറ്റ് ആയ ആ ട്രേഡ്, അതായത് നെക്സ്റ്റ് ട്രേഡ് എടുക്കുക, അത് മാർക്കറ്റിൽ ഒരു ഹ്യൂമൻ മെന്റാലിറ്റി ഉണ്ടാകുന്ന ഒരു മേജർ പോയിന്റ് ആണ്. എക്സാമ്പിൾ എനിക്ക് ഇവിടെ കാണിച്ചു തരാം. ഇവിടെ ഓൾറെഡി BTC ഓൾറെഡി ഇവിടെ ഒരു ട്രേഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, കുറച്ച് സമയത്ത് കംപ്ലീറ്റ് ആയിട്ട്, പക്ഷെ ഇതുവരെ അടുത്തൊരു എൻട്രി വന്നിട്ടില്ല. ഒരു ഹ്യൂമൻ ആണെങ്കിൽ ഇവിടെ ഈ ട്രേഡ് കംപ്ലീറ്റ് ആവലോട് കൂടി ഒക്കെ ഇത്രയും ഇത് വന്നു, ഇവിടുന്ന് ഒരു ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാലും നമ്മൾ പഠിക്കുന്നതാണ്. മാർക്കറ്റ് ഇത്രയും ഇത് വന്നാൽ ഇവിടെ നിന്നാ വലിയൊരു ഓർഡർ ഇവിടെ പമ്പ് ചെയ്ത് ഇവിടുന്ന് പമ്പ് മേലേക്ക് കയറും. ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇത് പഠിക്കുന്ന സിസ്റ്റം ഇതാണ് നിങ്ങൾ. അപ്പോൾ ഇതിപ്പോൾ ഇവിടുന്ന് ഇത്രയും കംപ്ലീറ്റ് ആയി നമ്മളെ ടൂള്, നമ്മളെ സിസ്റ്റം ഇതുവരെ അവിടെ ഒന്നാക്കിയിട്ടില്ല, അടുത്തൊരു എൻട്രി താഴേക്ക് കൊടുത്തിട്ടില്ല, അവിടെ കഴിഞ്ഞു.
ഇനി നെക്സ്റ്റ് ഒരു എൻട്രി എന്ന് പറയുന്നത് മാർക്കറ്റ് വാച്ച് ചെയ്ത് ബുള്ളിഷിലേക്കാണെങ്കിൽ അത് മാർക്കറ്റ് വാച്ച് ചെയ്ത് ടൈം എടുത്തുകൊണ്ട് നെക്സ്റ്റ് എൻട്രി വരും. അതായത് ഒരു ഹ്യൂമൺ അതിന്റെ ബിഹേവ് എങ്ങനെയാണ് ചെയ്യുന്നത് ആ രീതിയിലാണ് നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. സാറിനത് എന്തെങ്കിലും ചോദിക്കാട്ടോ? അല്ല, നിങ്ങളിതിപ്പോ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഓക്കെ, എനിക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങളുടെ ടൂൾ ഇതിൽ ഏതാണ്? നിങ്ങളുടെ ടൂൾ നമ്മളിപ്പോ ആക്ച്വലി ട്രേഡിംഗ് ലെറ്റ് മീ ഫിനിഷ് ട്രേഡിംഗ് സാറേ വേറെ ഒന്നും വിചാരിക്കണ്ട, ഞാനത് പറഞ്ഞത് അറിയാൻ വേണ്ടി ഞാൻ പറയട്ടെ. ഓക്കെ, ട്രേഡിംഗ് വ്യൂവിലാണ് ഇത് കണക്ട് ചെയ്യുന്നത് സാർ പറഞ്ഞു, ശരി. പക്ഷെ നിങ്ങളുടെ ടൂൾ ഇത് ഏത് കളറാണ്? ഞാൻ ഓൾറെഡി റോബോ സിസ്റ്റവും ഞാൻ പറഞ്ഞില്ല 2,15,000 മോർ ദാൻ ഐ സ്പെൻഡ് ഫോർ ഈ ഒരു കാര്യത്തിന് വേണ്ടി. റോബോട്ട് നമ്മളതിൽ 2 EA നമ്മളതിലുണ്ട്. ഒരു EAയുടെ പ്രത്യേകത അത് ഞാൻ എൻ്റെ EA കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തൊന്നും പറയുന്നില്ല, കേസ് വിടണം. അതായത് B കാറ്റഗറി A കാറ്റഗറി പറഞ്ഞ് ഞാനിപ്പോൾ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഏത് ടൂളാണ് നിങ്ങളിത് അപ്ലൈ ചെയ്യുന്നത്. അത് മാത്രമല്ല നിങ്ങൾക്ക് നമ്മളിപ്പോൾ ഈ ഗ്രാഫിൽ തന്നെ നമുക്ക് ഇന്നത് കാണാം. നമ്മുടെ ഈ നിങ്ങളുടെ എന്തുവാ പറയുന്നതിനെ, നിങ്ങളുടെ ഇതിന്റെ പേരെന്തുവാ പറയുന്നത്? ഒരു മിനിറ്റ്. സ്റ്റാർട്ടിക്സ് ഫോറക്സ് അല്ലേ? സ്റ്റാർട്ടിക്സ് ഫോറക്സിന്റെ സ്റ്റാർട്ടിക്സ് ഫോറക്സിന്റെ അവിടെ ഒരു സ്പെസിഫിക് ലൈനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടാവില്ല. ആ ലൈൻ കാരണം നമ്മുടെ ട്രേഡിങ്ങിന് നമ്മൾ പർച്ചേസ് ചെയ്തതിന്റെ ഇത് നമ്മൾ അത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി എന്ന രീതിയിൽ അതിൽ സെല്ലോ ബൈയോ അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഇതിൽ ഫോളോ ചെയ്യേണ്ടത് അത് ചെയ്ത് കൺഫേം ആയിട്ട് നമുക്കൊരു, ഞാൻ 100% പറയുന്നില്ല, ഒരു 50% ആവറേജ് എങ്കിലും നമുക്കിത് ഡെയിലി കൺഫേം ആയിട്ട്, അതായത് ഇന്നത് ചെയ്താൽ കൺഫേം ആണ്, എല്ലാം ഓക്കെയാണ്. അതായത് ഫ്ലാഗ് പാറ്റേൺ, ക്ലൗഡ്, പിന്നെ സൂപ്പർ ട്രെൻഡ് എല്ലാം ഓക്കെ ആയിട്ട് വരുന്ന സെറ്റപ്പ് ഏതാണെന്നാണ് എനിക്ക് പറഞ്ഞു തരേണ്ടത്. പ്ലീസ്. ഓക്കെ. അപ്പൊ ഇതിൽ നമ്മുടെ ടൂൾ ഏതാണെന്ന് ചോദിച്ചത്, ഇതിൽ ഈ സ്ക്രീനിൽ കാണുന്നതാണ് നമ്മുടെ ടൂൾ വരുന്നത്. ഇത് കംപ്ലീറ്റ് ഞങ്ങളുടെ സിസ്റ്റം ആണ്. ഇതിൽ കാണുന്ന ഇതൊക്കെ നമ്മുടെ ഓൾറെഡി ഇതൊക്കെ ഒരു സ്ട്രാറ്റജിയെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇംപ്ലിമെന്റ് ആയിട്ട് വരുന്ന സിസ്റ്റം ആണ്. ഇതിൽ സ്ക്രീനിൽ കാണുന്ന മുഴുവൻ അതായത് നമ്മുടെ ടൂളാണ്, സിസ്റ്റം ആണ്. നമ്മൾ സോഫ്റ്റ്വെയർ നമ്മൾ ഇതിന്റെ ബാക്ക് എൻഡിൽ, ഇതിപ്പോൾ നിങ്ങൾ ബാക്ക് എൻഡിലേക്ക് വരുമ്പോൾ ഇതിപ്പോൾ നോർമൽ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഈ ഒരു സെറ്റപ്പിലല്ല. അതായത് ഞാൻ നോർമൽ ട്രേഡിംഗ് വ്യൂവിന്റെ സ്ക്രീൻ ഇവിടെ ഷെയർ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് നോർമൽ ട്രേഡിംഗ് അറിയാമായിരിക്കും. ഞാൻ അതിൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. നോർമൽ സ്ക്രീൻ അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. ഇതാണ് ഒരു നോർമൽ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്നത്. ഒരാൾ ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതാണ് ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന സ്ക്രീൻ. ഇതിലിപ്പോൾ എൻ്റെ ടൂൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, ഇത് പുതിയൊരു അക്കൗണ്ട് ഞാൻ കാണിച്ചതാണ്. നമ്മുടെ ടൂളില്ല. ഇതാണ് നോർമൽ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ എല്ലാവരും പഠിച്ച് ചെയ്യുന്ന, അതായത് ട്രെൻഡ് ലൈൻസ് ഉണ്ട്, ഓരോരാൾക്കും ഓരോ സ്ട്രാറ്റജി ഉണ്ടാവും. അതായത് ആ സ്ട്രാറ്റജികൾ അപ്ലൈ ചെയ്തുകൊണ്ട് അതിനെ മാർക്കറ്റിൽ നമ്മൾ മാനുവലി എന്നാക്കുന്ന കാര്യങ്ങൾ പഠിക്കണം. ഇങ്ങനെയാണ്, ഇതാണ് നോർമൽ. ഇതിപ്പോൾ ഗോൾഡിൽ എടുത്താലും BTC എടുത്താലും അതായത് ഒരു കാര്യങ്ങൾ ഇതിൽ നോർമൽ ഇതാണ് ട്രേഡിംഗ് വ്യൂ. ഞങ്ങളെ ടൂൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതോടുകൂടി അതിന്റെ അതായത് ആ ബാക്ക് എൻഡിലേക്ക് ഒന്നാകുമ്പോൾ അതിന്റെ അൽഗോ കാര്യങ്ങൾ ഡിറ്റക്ട് ചെയ്യുന്ന ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇതിന്റെ നേരെ ഇതിന്റെ IP കണക്ട് ചെയ്യുന്നത് നേരെ ട്രേഡിംഗ് വ്യൂ ആയിട്ടാണ്. നമ്മൾ ഓൾറെഡി ഈ ഡാറ്റ സോഴ്സ് മുഴുവൻ ട്രേഡിംഗ് വ്യൂ ആയിട്ട് മാറ്റി ഓൾറെഡി സപ്ലൈ ചെയ്തതാണ്. അത് ഈ ട്രേഡിംഗ് വ്യൂ ആയിട്ട് ഒരു കോൺട്രാക്ട് നമുക്ക് ചെയ്യാനുണ്ട്. എന്നാൽ മാത്രമേ ഇത് അവിടത്തേക്ക് ഈ ഡാറ്റ അവർക്ക് കൊടുക്കണം. ഇത് ഓൾറെഡി നമ്മൾ ഡാറ്റ ട്രേഡിംഗ് വ്യൂയിലേക്ക് ഓൾറെഡി കൊടുത്തു. അപ്പൊ ഇതിൽ കാണുന്ന ഓരോന്ന് നമ്മളെ എന്താണ് സ്ട്രാറ്റജീസും സിസ്റ്റം ആണ്, ബാക്ക് എൻഡ് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ്. അതായത് ഇപ്പോൾ ഒരു ടൈം ഫ്രെയിം മാറ്റാം, 15 മിനിറ്റിലേക്ക് മാറ്റിക്കാനും ഓട്ടോമാറ്റിക്കായിട്ട് ഒരു കാര്യങ്ങൾ നോക്കും. ഈ അപ്ലൈ ചെയ്യുന്ന കോഴ്സ് നിങ്ങൾ മൊബൈലിലായിക്കോട്ടെ ലാപ്ടോപ്പിലായിക്കോട്ടെ ഈ കാണുന്നതാണ് നമുക്ക് എൻട്രീസ് വരുന്നത്. ഇത് നമുക്ക് മാർക്കറ്റിൽ അത്രയും അതായത് ആപ്റ്റായ എൻട്രി വന്നാൽ മാത്രമാണ് മാർക്കറ്റിൽ നമുക്ക് കാണിച്ചു തരുന്നത്. നെക്സ്റ്റ് എന്താണ് ഡൗട്ടാണ് എല്ലാ ടാർഗറ്റ് TP4 വരെ കംപ്ലീറ്റ് ആവുന്നുള്ളത്. അതായത് TP1 അടിക്കുന്ന ട്രേഡ് ഉണ്ട്, TP2 അടിക്കുന്നുണ്ട്, TP3 അടിക്കുന്ന TP4. അപ്പം അത് നിങ്ങൾ വെക്കുന്ന സമയം, ടാർഗറ്റ് എടുക്കുന്ന സമയം TP1, TP2, TP3, TP4 വരെ ആ രീതിയിൽ തന്നെ എന്താക്കണം, ഓർഡറിൽ അത് സെറ്റ് ചെയ്യണം. ഇതാണ് നമ്മളിപ്പം ടൂൾ ഒരാൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത അവരെ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. നെക്സ്റ്റ് ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. സാധാരണ ഒരു ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ആക്കി
ഉണ്ടാക്കി ഒരാൾ ഒരു ടൂൾ ഒന്നിലധികം ടൂൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയം അതിന് എന്താക്കാം പ്രീമിയം എന്നുള്ള ഓപ്ഷനിലേക്ക് പോകണം. അതായത് ഏതെങ്കിലും ഒരു ടൂൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ അവർ പ്രീമിയം എടുക്കണം. ഞങ്ങളെ സിസ്റ്റം ഉപയോഗിക്കുന്ന ഒരാൾക്ക് പ്രീമിയത്തിന്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പം അതാണ് ഈ സ്ക്രീനിൽ കാണുന്നത്. അപ്പൊ ഇതിൽ ഈ ടൂൾ വെച്ചുകൊണ്ട് ഇത് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ബോക്സ് ആണ്. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഈ ടൂൾ വെച്ചുകൊണ്ട് എങ്ങനെ ചെയ്യാന്നുള്ളതിന്റെ ഒരു ചെറിയൊരു സെക്ഷൻ അത് നമ്മൾ എടുത്തു തരും. അതാണ് മേജറായിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ നിങ്ങളിപ്പോൾ മൊബൈലിൽ നോക്കുന്ന സമയം ഒരു എൻട്രി വരുന്നു, അതിന്റെ കൺഫർമേഷൻ ചെക്ക് ചെയ്യുക. അവിടെ എന്താക്കുക, ആ എൻട്രി SLTP എവിടെയാണ് അത് നിങ്ങൾ എന്താക്കുക, നിങ്ങൾ അതിൽ കൊണ്ട് പ്ലേസ് ചെയ്യുക. അതാണ് മേജറായിട്ട് വരുന്ന ഒരു കാര്യം. ഒരു ഡൗട്ട്, അതായത് ഈ ഗ്രാഫ് ഇങ്ങനെ പോയി ഒരു പോയിന്റിൽ ഇപ്പൊ 4095 ടച്ച് ചെയ്തു, അപ്പൊ തന്നെ ഈ സെല്ലും എൻട്രി എല്ലാം ലിസ്റ്റ് ചെയ്യോടെ, അങ്ങനാണോ? അതോ ഇതിപ്പോ അതായത് കറക്റ്റ് ആ ഒരു പോയിന്റ് എത്തുമ്പോൾ തന്നെ എല്ലാം വരുമോ? ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരും ആ എൻട്രി എത്തുമ്പോൾ. അതായത് എവിടെ എൻട്രി വെക്കണം, എവിടെ SL കീപ്പ് ചെയ്യണം എന്നുള്ളത് കാര്യങ്ങൾ ജനറേറ്റ് ആയിട്ട് പുതിയ മാർക്കറ്റ് കാണിക്കാം. ഇതൊക്കെ മാർക്കറ്റ് ഇവ കഴിഞ്ഞെടുത്തല്ലേ SL വെക്കുന്നത്. അത് ഞാൻ ഒരു സ്ഥലത്തോട്ട് എത്തുമ്പോ തന്നെ അത് നമ്മളിപ്പോ എങ്ങനെ അറിയാൻ പറ്റും? നമ്മള് ഫുൾ ടൈം നോക്കിക്കൊണ്ടിരിക്കണ്ടേ സെല്ല് വരുന്നുണ്ടോ എന്ന്? വേണ്ട, ഫുൾ ടൈം നോക്കി. ഇതിപ്പോ ഇവിടെ ഓൾറെഡി ഈ ഡാറ്റാ ബോക്സ് ഇത് 100% ഡാറ്റാ ബോക്സ് ആണ്. ഇവിടെ ഓൾറെഡി ഇവിടെ എൻട്രി വന്നു, ഒരു ടാർഗറ്റ് 2 വരെ കംപ്ലീറ്റ് ആക്കി ഇവിടുന്ന് അപ്പിലേക്ക് മാർക്കറ്റ് പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പൊ കറന്റ് മാർക്കറ്റ് 15 മിനിറ്റ് മാർക്കറ്റ് ഇവിടെ എന്താണ് ചെക്ക് ചെയ്യാം. 15 മിനിറ്റ് ഉണ്ട് ഇവിടെ, 30 മിനിറ്റ് ബാക്കിൽ സെല്ലിരിക്കുമ്പോഴത്തേക്കും എനിക്ക് എന്ത് മിസ്സായി പോയില്ലേ? മനസ്സിലായില്ലേ? എങ്ങനെ മിസ്സാവും? ഇല്ല, മനസ്സിലായിട്ടില്ല കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ 4100 4400 മാർക്കറ്റ് പോകുന്നു സങ്കല്പിക്കുക. ഈ 4100 എത്തുമ്പോഴാണോ സെല്ല് വരുന്നത്, അതാ 4400 എത്തുമ്പോഴാണോ ഈ സെല്ല് വരുന്നത്? 4100 എത്തുമ്പോൾ ഈ സെൽ സിഗ്നൽ വരണ്ടേ? അതെ, സംശയം വെച്ചാൽ ഇത് റീപെയിന്റ് ചെയ്യുമോ, അതോ ഓരോ 5 മിനിറ്റ് ക്യാൻഡലിന് ശേഷം ഇത് ടാർഗറ്റും TP മാറുമോ? അതായത് കറക്റ്റ് ആ ഒരു പോയിന്റിൽ എത്തുമ്പം അത് നീങ്ങി 4100 എത്തുമ്പം സെല്ലും ഈ സിഗ്നൽസ് എല്ലാം കാണിക്കുവോ? അതായത് എങ്കിലല്ലേ എനിക്ക് ആ 4100 മനസ്സിലായി. അതായത് ഈ ഒരു സിഗ്നലും കാര്യങ്ങളും എൻട്രി നിങ്ങൾക്ക് ഇതിന് മുന്നേ ഫസ്റ്റ് തന്നെ വരും. ഇവിടെ നിന്ന് സിഗ്നൽ വരും. ഈ സെല്ല് വന്ന പോയിന്റ് ഞാനിപ്പം 4000 തൊട്ട് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് സെല്ല് വരുന്നോ അല്ലെങ്കിൽ ബൈ വരുന്നോ നോക്കിക്കൊണ്ടിരിക്കണ്ടേ അല്ലേ? ഇല്ല, നോക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏത് ടൈമിൽ, ഞാനിപ്പോഴാണ് മാർക്കറ്റ് എൻട്രി ചെയ്തത്. നിങ്ങൾ ഏത് ടൈമിലാണ് നിങ്ങൾ മാർക്കറ്റിൽ നോക്കുന്നത്? അതായത് എപ്പോഴും അതായത് നമ്മളിപ്പോൾ പല ആൾക്കാരും പല ടൈം ഉണ്ടാവും. അതായത് മോർണിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഈവനിങ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, നൈറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ നൈറ്റ് ഇന്നലെ ഞാൻ ഓൾറെഡി നമ്മൾ ലൈവിൽ ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഞാൻ നൈറ്റ് എനിക്ക് എൻട്രി കിട്ടിയിട്ടില്ല. അപ്പൊ ഇന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം അതിപ്പോ നാളെ കിട്ടാതിരിക്കാം. അതായത് എന്റെ ടൈം ഉണ്ട്. ഞാൻ എൻട്രിക്ക് വേണ്ടി ഞാൻ ഒന്നാക്കൂല, പല ടൈമിലേക്ക് ഞാൻ പോകൂല. ഞാൻ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ഇരിക്കുന്ന സമയം. ഇപ്പൊ നിലവിലൂടെ ഓൾറെഡി ഒരു എൻട്രി ചെറിയൊരു TP2 അടിച്ചിട്ടുണ്ട്. ഈ എൻട്രി വരുന്നതിന്റെ തൊട്ട് മുന്നേ തന്നെ കാര്യങ്ങളെല്ലാം ഒന്നാക്കി ചെയ്ത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് തരും. ഞാനിപ്പോ അതാണ് അതിൽ പോയിന്റ് ഉണ്ടോ എന്നാണ് ഞാൻ ചെക്ക് ചെയ്തത്. ഇപ്പൊ ഞാൻ നിഫ്റ്റിയിൽ കാണിക്കാം. നിഫ്റ്റിയിൽ ഓൾറെഡി അതിന്റെ ഒരു എൻട്രിയിലാണ്, ഫൈനൽ എൻട്രിയിലാണ് നിൽക്കുന്നത്. നാളെ മാർക്കറ്റ് എനിക്ക് നോട്ടിഫിക്കേഷൻ വല്ലതും വരുമെന്നാണ് ഞാൻ ചോദിച്ചത്. ശരിക്കും ഒരു സെൽ ഓപ്പർച്യൂണിറ്റി എനിക്ക് കേറി എടുക്കാൻ പറ്റുമെന്നാണ് മനസ്സിലായി. ഫുൾ ടൈം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ട. അതായത് ഞാൻ അതാണ് നിങ്ങൾക്ക് പറഞ്ഞത്, നിങ്ങൾക്കൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യരുത്. നോട്ടിഫിക്കേഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ എനിക്ക് അലർട്ട് വരുന്ന രീതി സെറ്റ് ചെയ്യാം, എങ്ങനെ ചെയ്യാം. പക്ഷെ നിലവിൽ നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. ഇതിപ്പോ അതായത് ആളെന്ത് ചെയ്യണം, അതായത് അത് ഇനീഷ്യലി എന്ന് പറഞ്ഞാൽ അതായത് നമ്മളിപ്പോൾ ചെയ്തു കൊടുക്കുന്ന സിസ്റ്റം, അതായത് അവർക്ക് ഓക്കെ, അവർ പേഴ്സണലി നിങ്ങൾക്ക് ഓക്കെ ആണ്. അതായത് ഈ നോട്ടിഫിക്കേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊരു ഓവർ ട്രേഡിലേക്ക് പോകുന്ന സിസ്റ്റം ആയിപ്പോയിട്ടുണ്ടായിരുന്നു. അതായത് ആൾക്കാർ എപ്പോഴും ട്രേഡ് എടുക്കാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ വെയിറ്റ് ചെയ്യാം. അപ്പൊ നിലവിൽ ഇപ്പം ഇതിൽ നോട്ടിഫിക്കേഷൻ സിസ്റ്റം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ഇത് നോട്ടിഫിക്കേഷൻ സിസ്റ്റം കമ്മോഡിറ്റി ലൈവ് മാർക്കറ്റ് ഒന്ന് കാണിച്ചു. ഏതിലാണ്? കമ്മോഡിറ്റി ക്രൂഡ് ഓയിൽ. ലൈവ് ആണ്, ലൈവ്.
ഇത് ലൈവാണ്. ഇന്ന് മാർക്കറ്റ് നല്ല, അതായത് ഇന്ന് മോർണിംഗിലൊക്കെ നല്ല എൻട്രീസും കാര്യങ്ങളും മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. അതായത് ഇന്ന് ഈവനിങ് നല്ല രീതിയിൽ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പമ്പിങ് ഉണ്ടായിരുന്നു. ഒരു സംശയം ചോട്ടെ, ഇപ്പൊ ഈ ബൈ പ്രൈസോട് റീട്രേസ് ചെയ്ത് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ വീണ്ടും എടുക്കാൻ പറ്റുമോ? ഇപ്പൊ ഒരു സെല്ല് വന്ന് കിടപ്പുണ്ട്, വീണ്ടും മാർക്കറ്റ് താഴോട്ടിറങ്ങി TP വന്നടിച്ച് തിരിച്ച് മാർക്കറ്റ് ആ പ്രൈസ് റേഞ്ച് തന്നെ വീണ്ടും വന്നു കഴിഞ്ഞാൽ അവിടുന്ന് വീണ്ടും സെൽ എടുക്കാൻ പറ്റുമോ? മനസ്സിലായിട്ടില്ല. ഇതിപ്പോ ഓൾറെഡി കംപ്ലീറ്റ് ഈ സെല്ലടിച്ചു. അപ്പം ഇത് നിങ്ങളുടെ സിസ്റ്റം സെല്ലെ തന്നെ കിടക്കുവോ, അതോ ഇപ്പൊ റീട്രേസ് ചെയ്ത് മാർക്കറ്റ് തിരിച്ചു കയറി, ഇപ്പൊ സപ്പോസ് 4600 സെല്ലടിച്ചെന്ന് വിചാരിക്കുക, സങ്കല്പിക്കുക, 4600 550 വരെ വന്നു, എന്നിട്ട് തിരിച്ച് വീണ്ടും 4600 കയറി കഴിഞ്ഞാൽ വീണ്ടും ആ പോയിന്റിൽ നിന്ന് തന്നെ സെൽ എടുക്കാൻ പറ്റൂ? റീട്രേസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചത്. ഇതിപ്പോ കംപ്ലീറ്റ് അല്ല ട്രേഡ്. നെക്സ്റ്റ് ടോപ്പ് ഇതാണ് നമ്മുടെ ഡാറ്റ ബോക്സ്. ഇവിടെ ഇപ്പോൾ സ്ട്രോങ്ലി എന്താണ്, ഇത് കംപ്ലീറ്റ് ബിയറിഷ് ആണ്. അതായത് 1 hour എല്ലാ മാർക്കറ്റിലും ബിയറിഷ് ആണ്, സ്ട്രോങ് ബിയറിഷ് ആണ്. ഇത് കൺഫർമേഷൻ ബോക്സ് ആണ്. ഇവിടെ വോളിയം ചെക്ക് ചെയ്താലും വോളിയം ഞങ്ങൾ ക്രിയേറ്റ് ആക്കിയ ഇതിന്റെ വോളിയാണ്. ഇതിന്റെ വോളിയം ചെക്ക് ചെയ്താൽ അവിടെയും വോളിയാണ്. അപ്പൊ നിലവിൽ മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, ബിയറിഷ് ആണ്. നെക്സ്റ്റ് നിങ്ങളിപ്പോ ചോദിച്ചു നെക്സ്റ്റ് ഒരു ബിയറിഷിലേക്ക് എൻട്രി വരുമോ എന്നുള്ളതല്ല. അത് പിന്നെ വേറെ സംശയമുണ്ട്. കേൾക്കുന്നുണ്ട്. അതായത് നമുക്കിനി നെക്സ്റ്റ് ഒരു എൻട്രി വരണമെങ്കിൽ ഇതുവരെ മാർക്കറ്റിന്, അതായത് ഇതുവരെ ഇപ്പൊ നടക്കുന്ന മാനിപ്പുലേഷൻ ഏരിയയിലും, അതായത് കോർപ്പറേറ്റുകൾ കാര്യങ്ങളൊക്കെ വന്ന് കളിക്കുന്ന ഒരു മാനിപ്പുലേഷൻ ഏരിയ ഉണ്ട്. ആ ഒരു ഏരിയ, അതായത് നമുക്ക് കൺഫർമേഷൻ, അതായത് ആ അൽഗോരിതം അതിന്റെ ബാക്ക് എൻഡിൽ നമ്മൾ പഠിപ്പിച്ചു വെച്ചൊരു കാര്യങ്ങളുണ്ട്, സ്ക്രിപ്റ്റ് ഉണ്ട്. അപ്പൊ ആ കാര്യത്തിനനുസരിച്ച്, അതായത് മാനിപ്പുലേഷൻ വരുമ്പോൾ എൻട്രി എടുക്കണോ, കാര്യങ്ങൾ വരുമ്പോൾ അവിടെ കൊടുക്കണോ, കോംപ്ലിക്കേഷൻ കൊടുക്കണോ, എങ്ങനെയാ, അപ്പം അതിനനുസരിച്ച് മാത്രം അതിന് കൊടുത്ത ഗൈഡ് ലൈൻസ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് അത് പണിയെടുക്കില്ല. അപ്പൊ ഇപ്പൊ നിലവിൽ ഇപ്പൊ ഒരു ട്രേഡ് കംപ്ലീറ്റ് ആയി, നിലവിൽ ഒരു ട്രേഡ് അടുത്ത ട്രേഡ് എന്ന് പറഞ്ഞാൽ അത് ഇനി മാർക്കറ്റിലെ കണ്ടീഷൻ എന്താണ്, ഇപ്പൊ നിലവിൽ ലൈവായിട്ട് മാർക്കറ്റിൽ നടക്കുന്ന കണ്ടീഷൻ എന്താണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും നെക്സ്റ്റ് എൻട്രി ചെയ്തത്. അത് ബൈ ആയിക്കോട്ടെ സെൽ ആയിക്കോട്ടെ, ഒരു എൻട്രി കംപ്ലീറ്റ് ആയി എടുക്കുന്ന ഒരു ടൈമാണ്. ഹലോ, അതല്ല, ഹലോ, എന്റെ പേര് രമേഷ്. ഞാൻ ഇപ്പൊ ജോസ് എന്ന് പറഞ്ഞ ആള് ചോദിച്ച ഒരു ചോദ്യം ഞാൻ കേട്ടു. ആള് ചോദിച്ചത് എന്താ പറയാ, നിലവിലെ ഈ സ്ക്രീൻ ഇപ്പൊ മാറ്റരുത് കേട്ടാ. എനിക്ക് അല്ല, ഞാൻ പറഞ്ഞത് മാറ്റരുത് ഒരു ഇതായിട്ടല്ല, കാര്യങ്ങൾ മനസ്സിലാക്കാനാ. ആള് ചോദിച്ചത് നിലവിൽ ഇപ്പൊ ട്രേഡ് താഴെ കഴിഞ്ഞു, നിലവിൽ ഇപ്പൊ എടുത്തേക്കുന്ന ട്രേഡ് 4 TP അടിച്ചു. ഈ ട്രേഡ് നേരെ മോളിൽ പോയിട്ട് 80,892 എത്തിയിട്ട് വീണ്ടും റിട്ടേൺ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോ ആ ടൈം കഴിഞ്ഞിട്ട് നമ്മളിപ്പോ വന്ന നേരത്ത് നമ്മുടെ ട്രേഡ് TP2 അടിച്ചു. ഓക്കെ, 2 അടിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതില് ഞാൻ വന്നിരിക്കുന്ന നേരത്ത് നിൽക്കുമ്പോ സിസ്റ്റം TP2 അടിച്ചിട്ടാണ് ക്യാൻഡിൽ നിൽക്കുന്നത്. ക്യാൻഡിൽ നേരെ റിവേഴ്സ് പോയിട്ട് 80,892 എത്തി. അവിടെ നിന്ന് വീണ്ടും ട്രേഡ് എടുക്കാൻ പറ്റുന്നതാണ് ജോസ് എന്ന് പറഞ്ഞ ആള് ചോദിച്ചെന്നാണ് എന്റെ അറിവ്. അതിനൊന്ന് മറുപടി പറഞ്ഞ എനിക്കും ആ ഒരു ക്യൂരിയോസിറ്റി. മനസ്സിലായി, അതിപ്പോ ക്ലാരിറ്റി വന്നു. ഞാൻ അതിന്റെ എക്സാമ്പിൾ ഇവിടെ തന്നെ കാണിച്ചു തരാം. ഇപ്പൊ ഗോൾഡിൽ കണ്ടോ, ഇവിടെ TP2 അടിച്ചു, മാർക്കറ്റ് വീണ്ടും ഇവിടത്തേക്ക് വന്നു. ഈ ചാർട്ട് ഇപ്പൊ നമുക്കൊരു ട്രേഡ് ഉണ്ടോ എന്നാണ് ആള് ചോദിച്ചത്. ഇപ്പം ഇവിടെ മാർക്കറ്റ് നോക്കുന്നത് ഈ കറന്റ് മാർക്കറ്റ് എപ്പോഴും നമുക്ക് എന്താവണം, അതായത് ഇത് എവിടത്തേക്കാണ് ഡിസിഷൻ വരുന്നത്. ഇപ്പൊ കറന്റ് മാർക്കറ്റിന്റെ സിറ്റുവേഷൻ 50-50 ആണ് നിലവിൽ. ഇതാണ് കറന്റ് മാർക്കറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇപ്പം നിലവിൽ എന്നായി മാർക്കറ്റിലേക്ക് ബുള്ളിഷ് എൻട്രി ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഈ മാർക്കറ്റ് ഇതാ 50 മിനിറ്റ് ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ, അതായത് ബുള്ളിഷ്, അതായത് ഇത് ഫുള്ളി സ്ട്രോങ്ലി എന്താണ് ബിയറിഷിലാണെങ്കിൽ കംപ്ലീറ്റ്, അതായത് ഈ BTC ഇല്ല പോലെ തന്നെ എൻട്രി എടുക്കുന്ന സമയം ഈ BTCയുടെ ഇവിടെയുള്ള ഈ കൺഫർമേഷൻ പോലെ ഫുൾ ബിയറിഷ് ആണെങ്കിൽ റിവേഴ്സ് വരുന്ന സമയത്ത് അവിടെ ധൈര്യമായിട്ട് എന്താക്കാം, വീണ്ടും എൻട്രി എടുക്കാം. അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ മാർക്കറ്റ് റിവേഴ്സിന് പോയതാണ്, സപ്പോർട്ടഡ് ഏരിയ ആണ്, വീണ്ടും അവിടുന്ന് എൻട്രി പ്ലേസ് ചെയ്യാം. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ, അതായത് മാർക്കറ്റ് ഇവിടുന്ന് ഇവിടത്തേക്ക് പോകുന്ന സമയം, അതായത് ഇതുവരെ ടൂളൊന്നും ആക്കിയിട്ടില്ല, നമുക്ക് അടുത്തൊരു എൻട്രി തന്നിട്ടില്ല, മേലേക്കും തന്നിട്ടില്ല, മാറിയിട്ടുമില്ല. അപ്പം ഇതിവിടെ വന്നു, ഇതൊരു റിവേഴ്സൽ വന്നതാണ്, സപ്പോർട്ടിന് വരുന്ന ഏരിയ ആണ്, സപ്പോർട്ട് എടുത്തു, വീണ്ടും ഇവിടുന്ന് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പൊ ഇവിടെ
ഇവിടെ ചെറുങ്ങനെ എന്നാക്കിയിട്ടുണ്ട്, വോളിയം ഗ്രീനിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇവിടുന്ന് എടുക്കുമ്പോൾ കൺഫർമേഷൻ വെയിറ്റ് ചെയ്യാം. ഓൾറെഡി ഇവിടുന്ന് എടുത്ത ആൾക്ക് TP ടാർഗറ്റ് 2 വരെ കംപ്ലീറ്റ് ആയി. ഇനി അടുത്തൊരു എൻട്രി ഇവിടുന്ന് എടുക്കണം, ബാക്കി എന്നാക്കാം നെക്സ്റ്റ് കൺഫർമേഷൻ എന്നാക്കാം. നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് ചെറിയ രീതിയിൽ എന്നായിട്ടുണ്ട്. നെക്സ്റ്റ് കൺഫർമേഷൻ എങ്ങനെയാ നമ്മൾ കണക്കാക്കേണ്ടത്? നെക്സ്റ്റ് കൺഫർമേഷൻ പറഞ്ഞു തരാം. അതായത് ഇപ്പോൾ ഓൾറെഡി കറന്റ് മാർക്കറ്റ് 50-50 ആണ്. അപ്പൊ ഇതിന്റെ ഈ വോളറ്റിന്റെ ഒരു കൺഫർമേഷൻ നമുക്ക് പഠിപ്പിക്കാനുണ്ട്. അപ്പൊ അതിൽ വന്നു കഴിഞ്ഞാല് ഇതിപ്പോ മേലേക്ക് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ, മേലേക്കുള്ളൊരു ബുള്ളിഷിലേക്ക് പോയാണെങ്കിൽ ഇത് ഓൾറെഡി എന്താവും, ഇത് മാറിയിട്ട് നമുക്ക് ബുള്ളിഷിലേക്ക് എൻട്രിയും കാര്യങ്ങളും വരണം. ഇതുവരെ വന്നിട്ടില്ല. വേറെ വരും. ഓക്കെ. അല്ല നേരെ നമുക്കത് bullish- ഈ ഇപ്പൊ സിസ്റ്റം നിലവിൽ നമുക്ക് സെൽ എടുക്കാൻ പറ്റുമോ? ഇപ്പൊ നിലവിൽ അതായത് ഇപ്പൊ ഈ കറന്റ് മാർക്കറ്റ് നമുക്ക് ഗിയർഷിലേക്ക് വരണം. ഇവിടെ ആ. ഇപ്പൊ ഇവിടെ 50-50 ആണ്. ഇത് കണ്ട ഈ കറന്റ് മാർക്കറ്റ് കണ്ട, കറന്റ് എന്നുള്ളത് അത് ഇതിന്റെ മാർക്കറ്റാണ്, 5 മിനിറ്റിന്റെ മാർക്കറ്റാണ്. ആ, ഇത് നമുക്ക് എന്താവണം, ഇത് ഇത് ഗിയർഷിലേക്ക് വരണം. അപ്പൊ ഇവിടെ ഇവിടെ നോക്കിയാൽ ഈ കറന്റ് മാർക്കറ്റ് ആ ഇത് ഗിയർഷിലേക്ക് താഴെ കാണുന്ന ബോക്സ് ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? യെസ് ഡാറ്റ ബോക്സ് ആണ്. ഇപ്പൊ ഗ്രീൻ ആണ് അത് കാണിക്കുന്നത് അല്ലേ? യെസ് ഗ്രീൻ ആണ്. അതായത് ഇവിടെ ഗ്രീൻ താഴെ 2 സിഗ്നൽ വേറെ ഉണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. കൺഫർമേഷൻ വേണ്ടി നമ്മൾ വെയിറ്റ്. അപ്പൊ ഇവിടെ നോക്കിയാൽ വോളിയം കണ്ട ചെറിയ രീതിയിൽ വോളിയം പറയാത്തതിന്റെ പ്രശ്നമായിരുന്നു ഞങ്ങൾക്ക്. ഒരു സംശയം കൂടെ, ഇതിന്റെ പ്രീവിയസ് സിഗ്നൽസ് ഒന്ന് കാണിക്കാവോ? ഈ ഇന്ന ദിവസം സംഭവിച്ച പ്രീവിയസ് സിഗ്നൽ അത് തന്നെ ഗോൾഡിന്റെ മാറ്റില്ലേ? ഇപ്പൊ സെല്ലെന്ന് ഇവിടെ കാണുന്നുണ്ടല്ലോ. പരമാവധി ഗോൾഡ് കാണിച്ച ഉപകാരമായിട്ടാ. ഗോൾഡ് ആണ് വലിയ ഉപകാരം. ഞങ്ങളെല്ലാം ഗോൾഡുകാരല്ലേ. അല്ല ബാക്കിയുള്ളവർക്ക് കാണിക്കുന്നോണ്ട് കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ഒരു അഭിപ്രായം. ഞാൻ പ്രീവിയസ് കാണിച്ചത് ഇന്നത്തെ കഴിഞ്ഞ പ്രീവിയസ് ഇന്നത്തെ ഈ ഒരു സെല്ല് മാത്രമേ ഉള്ളൂ? അല്ല ഇന്ന് ഉണ്ടായ ഞാൻ കാണിച്ചു തരാം. പ്രീവിയസ് കാണിച്ചു തരാം. ഇന്നുണ്ടായ പ്രീവിയസ് എൻട്രീസ് ഞാൻ കാണിച്ചു തരാം. ഓൾറെഡി ഇന്ന് മോർണിംഗ് ഒരു 3 എൻട്രി ആണ് നമുക്ക് നല്ലൊരു എൻട്രി അതായത് ജനറേറ്റ് ആയിട്ട് വന്നത്. ഓക്കെ, നമുക്ക് ഈ ബ്ലാക്ക് കണ്ട അത് പ്രീവിയസ് വന്നാ. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഒരു പ്രീവിയസ് എൻട്രി ആണ് ഈ ബ്ലാക്കിൽ ഉണ്ടായത്. ഇവിടെ നമുക്കൊരു പ്രീവിയസ് എൻട്രി, ഇത് ബൈ എൻട്രി ഇവിടെ വന്നിട്ടുണ്ട് ഈ ബ്ലൂ ആരോയില്. അത് എത്ര ടൈം ഗ്യാപ്പ് വ്യത്യാസം വന്നിട്ടുണ്ട്? രാവിലെ 2-3 സെല്ലുകൾ എത്ര സിഗ്നലാണ് ഡെയിലി? ഇന്നൊരു 3 എണ്ണാണ്. അതായത് മോർണിംഗ് ഒരു നല്ല ഇതുണ്ടായി. ഇത് 3 എണ്ണാണ് ഇന്ന് എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ കണ്ടിടത്തോളം എനിക്ക് കിട്ടിയത്. ഓക്കെ, പിന്നെ ഇതിന്റെ സ്റ്റോപ്പ് വരുന്ന ട്രേഡ്സ് ഒന്ന് കാണാൻ പറ്റുമോ? സ്റ്റോപ്പ് അടിച്ചു പോയ ട്രേഡ്സ്, സ്റ്റോപ്പ് ലോസ് വന്ന ട്രേഡ് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. SL വന്ന ട്രേഡ് ഞാൻ കാണിച്ചു തരാം. അതായത് ഇന്നത്തെ 3 നമുക്ക് കുഴപ്പമില്ല. അതായത് SL വന്ന ട്രേഡ് ഇത് നമുക്ക് SL വന്ന ട്രേഡാണ്. ഇന്നത്തെ അല്ല പ്രീവിയസ്. ഇത് SL വന്ന ട്രേഡാണ്. ഓക്കെ, ഇത് അപ്പം ഈ നമ്മൾ കറണ്ട് സിഗ്നൽ മാത്രമേ സെൽ എന്ന് പറഞ്ഞ് വരത്തുള്ളൂ, മറ്റെല്ലാം ഇങ്ങനെ ആരോ കാണത്തുള്ളൂ അല്ലേ? അതായത് നമുക്ക് എല്ലാത്തിലും ആ സാധനം, അതായത് നമുക്ക് എപ്പോഴും TP കൊടുത്തു കഴിഞ്ഞാൽ അത് ലൈവിലാണത് വരുന്നത്. പക്ഷെ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എല്ലാ തവണയും എത്രമാത്രം സക്സസ് പോയി ഇല്ല എന്നൊക്കെ അറിയായിരുന്നു. പക്ഷെ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, അതായത് ഇത് പരമാവധി കോംപ്ലിക്കേഷൻ ഇല്ലാതെ കൊണ്ടുവരാം. അതായത് ഇതിൽ നമ്മളെ കയ്യിൽ വേറൊരു സിസ്റ്റം, ഞങ്ങൾ ഉപയോഗിക്കുന്ന സിസ്റ്റം ഉണ്ട്. നമുക്കിത് പരമാവധി അതായത് ഡൗട്ട് ഇല്ലാത്ത രീതിയിൽ ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യണം. അല്ലാതെ ലൈവ് മാർക്കറ്റിലാണ് കാര്യങ്ങൾ ഇതായി വരുന്നത്. നമുക്കിത് എങ്ങനെയും ചെയ്യാം. ഫസ്റ്റ് ടൈം കാണിച്ചില്ലേ 68% എന്ന് കാണിച്ചില്ലേ? അത് എത്ര ദിവസത്തെ ട്രേഡ്സ് ആ കാണിക്കുന്നത് ഈ 68%? അതിനകത്ത് എത്ര സ്റ്റോപ്പ് വന്നു കൂടെ, അപ്പൊ റിസ്ക് റിവാർഡ് ഒന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. സ്ക്രീനിൽ നമ്മുടെ സ്ക്രീനിൽ ഉണ്ടായത് നമുക്ക് കാണിക്കാൻ പറ്റും.
സോറി. ഇതാണ് വരുന്നത്. Golden അല്ല, golden. ഇതാണ് ടോട്ടൽ വരുന്നത്. ടോട്ടൽ വരുന്നത് അല്ലേ? ലോസ്റ്റ് വിന്നിങ് എത്ര വന്നു? 153 ട്രേഡ്സ് ഉണ്ടല്ലേ? ടോട്ടൽ ട്രേഡ്സ് എത്രയായിരുന്നു? വിൻസ് 114 ട്രേഡ്സ്. നമ്മൾ ഇതിൽ ഒരു സിസ്റ്റം, അതായത് ഞങ്ങൾ എപ്പോഴും പറയുന്നത്, നിങ്ങൾക്ക് ഓരോരുത്തരും ഓരോ ക്യാപിറ്റലിലാണ് ഓരോ സിസ്റ്റത്തിലാണ് ചെയ്യല്. അപ്പൊ ഞങ്ങൾ ഇതിനൊരു ബ്ലൂ പ്രിന്റ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അതായത് നിങ്ങൾ എല്ലാവർക്കും ഉണ്ടാകാൻ എത്ര % റിട്ടേൺ നമുക്ക് മന്ത്ലി ജനറേറ്റ് ചെയ്യാൻ പറ്റും, ഇയർലി എത്രയാണ് കാര്യങ്ങൾ. ഞങ്ങൾ ഇത് ഞങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലായ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമുക്ക് എൻട്രി ഒന്ന് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ഓവർ ട്രേഡ്, അതായത് ഒന്ന് സക്സസ് ആവണമെങ്കിൽ ഒന്ന് ഓവർ ട്രേഡ് ഉണ്ടായിക്കൂടാ. അതേപോലെ നെക്സ്റ്റ് ആണ് റിവെഞ്ച് ട്രേഡ് നമുക്ക് ഉണ്ടായിക്കൂടാ. ഇത് രണ്ടും ഒരു ഹ്യൂമണിനെ കൺട്രോൾ ചെയ്ത് പോവാന്ന് പറയുന്നത് ആ വ്യക്തി 24 മണിക്കൂർ ഇതിൽ തന്നെ സ്പെൻഡ് ചെയ്യണം. ആള് ഇതിൽ തന്നെ ഡെഡിക്കേറ്റഡ് ആയി ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതിൽ ഞങ്ങൾ അതിന്റെ നടുക്ക് നിന്ന് നമുക്ക് ഉണ്ടാക്കാം ഡെയിലി ഒരു, അതായത് നമ്മളിപ്പം പഠിപ്പിക്കുമ്പോൾ പറയുന്നത് ഡെയിലി നിങ്ങൾ 2 or 3, അതായത് എല്ലാ സമയത്തും വരുന്ന എൻട്രി എടുക്കണം. ഡെയിലി നിങ്ങൾക്കൊരു സമയം ഉണ്ടാവും മാർക്കറ്റിൽ ഇരിക്കുന്നത്. ഇപ്പൊ എൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത് മോർണിംഗ് ഒരു 10 o'clock സെക്ഷൻ ഉണ്ട്, ഇന്ത്യൻ മാർക്കറ്റിൽ സെക്ഷൻ ഉണ്ടാവും. ഓക്കെ, നൈറ്റ് ഒരു 8:30 എന്ന സെക്ഷൻസ് ഉണ്ടാവും. അപ്പൊ ഈ 2 ടൈമിൽ ട്രേഡ് ഉണ്ടെങ്കിൽ ഞാൻ എടുക്കില്ല. അതായത് ഞാൻ ആ മാർക്കറ്റിൽ ട്രേഡ് ഇന്ന് ഉണ്ടാക്കണം എന്ന രീതിയിൽ ഞാൻ കോയിൻ മാറ്റലുമില്ല. ഞാൻ ഗോൾഡിലും BTC എത്തീരിയം ഈ 3 മാർക്കറ്റാണ് ഞാൻ നിലവിൽ ചെയ്യുന്നത്, എന്റെ പേഴ്സ് വരുന്നത്. അപ്പൊ അതിൽ 3 മാർക്കറ്റിൽ ഏതെങ്കിലും ഒന്നിൽ എനിക്കുണ്ടാവും ട്രേഡ് ഉണ്ടാവും. കാരണം 3 പേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ ഞാൻ നിഫ്റ്റിയിൽ എടുക്കലുണ്ട്, വേറെ ഒന്നും എടുക്കലില്ല. അത് ആ മോർണിംഗ് ബാച്ചിന്റെ കൂടെ ഉണ്ടെങ്കിൽ എടുക്കും ഞാൻ. അതായത് ഈ 4 പേർക്ക് എന്റെ ഫോക്കസ് ഇതാണ്. ഈ 4 പേരിൽ ഒരു ദിവസം ഒന്നിനൊന്ന് ഒരു ട്രേഡ് കിട്ടിയാൽ മതി, എന്റെ ഒരു ഫോക്കസ് ആണ്. അതേപോലത്തെ ആ ഒരു മെത്തേഡിലേക്കാണ് സക്സസ് ആവണമെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് ഫോക്കസ് ചെയ്തേ പറ്റൂ. പല ആൾക്കാരും ചെയ്യുന്നത് ഇപ്പൊ ഗോൾഡിൽ, ഓക്കെ, ഗോൾഡ് തന്നെ നമുക്ക് ട്രേഡ് നടത്തേ പറ്റും. ഗോൾഡ് ചെയ്യുന്ന ആളുകൾ ഗോൾഡ് തന്നെ എൻട്രി കിട്ടണം. അതിന് വേണ്ടി രാവിലെ മുതൽ ഇങ്ങനെ പല ടൈം ഫ്രെയിം അതിലും ഇതിലും നോക്കി അതിലൊരു എൻട്രി എടുത്തേ മസ്റ്റ് എന്ന രീതിയിലാണ് അത് എവിടെയെങ്കിലും എൻട്രി ഉണ്ട്. അത് സ്വാഭാവികമായിട്ട് ഞാൻ കാണുന്നത്. നമ്മളൊരു 2 or 3 പേഴ്സ് എപ്പോഴും സെലക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഒരു ദിവസം ഏതെങ്കിലും ഒരു പേര് നല്ലൊരു ആക്രോസി എൻട്രി നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്ന സിസ്റ്റമാണ്, നമുക്കൊരു എല്ലാവരും പറയാം എത്ര ഡോളർ നമുക്കൊന്ന് ഡെപ്പോസിറ്റ് ചെയ്യാൻ നമുക്ക് ഈസിയാണ്. നമുക്കിപ്പോൾ എത്ര ഡോളർ വേണം ക്യാപിറ്റൽ ഉണ്ടാക്കാം, ചെയ്യാൻ പറ്റും. അപ്പം അത് ഞാൻ ജോയിൻ ചെയ്തോടെ അവർക്ക് കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. $100 ക്യാപിറ്റൽ ഉണ്ടാക്കുക, ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുക. അതായത് $100 ക്യാപിറ്റലാണ് നമ്മളിപ്പം, അതായത് നമ്മൾ ഇതിലേക്ക് ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസ് നമ്മളോട് പറയാം, നിങ്ങൾ ഇനീഷ്യലി $100 ഉണ്ടാക്കുക, ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുക, അതിൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം അതിൻ്റെ തന്നെ ഒരു പ്രൊസീജിയർ നമ്മൾ ഉണ്ടാക്കും, അവർക്ക് കൊടുക്കും. അപ്പം ആദ്യത്തെ മാസം നിങ്ങൾ $100 ക്യാപിറ്റൽ ഇട്ടുകൊണ്ട് ഡെയിലി $5 ആക്കി അത് ടാർഗറ്റ് ചെയ്താൽ മതി. അതായത് $5 ടാർഗറ്റ്. ഇപ്പൊ നിങ്ങൾക്കിപ്പോൾ ട്രേഡ് ചെയ്യുന്ന ആൾക്കറിയാം, $100 കൊണ്ട് $5 നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുമോ അത് പോസിബിൾ ആണ്. അത് റിസ്ക് കുറഞ്ഞിട്ടൊരു മെത്തേഡാണ്, പോസിബിൾ ആണ്. $5 ആ ഒരു രീതിയിൽ ഇപ്പം ഫോറക്സിൽ ചെയ്യുന്നവർക്കാണെങ്കിൽ അവർക്ക് 20 ദിവസം ട്രേഡ് കിട്ടും. ഞാൻ 3 മാർക്കറ്റിൽ എല്ലാ മാർക്കറ്റിൽ ഉള്ളത് കൊണ്ട് എനിക്കൊരു 1 മന്തിലേക്ക് 30 ട്രേഡ് എനിക്കെന്നാണ് പോസിബിൾ ആണത്. പക്ഷേ നമുക്ക് റിസ്ക് ഇല്ല. ഇനി അഥവാ $100 ഉള്ള ഒരു വ്യക്തിക്ക് ഇപ്പം EMI സിസ്റ്റം വെച്ച് ട്രേഡ് ചെയ്താൽ $5 അടുത്ത് ലോസ് വരും. അതിൽ കൂടുതലില്ല. ആ ലോസ് വന്നാൽ തന്നെ അത് റിക്കവർ ചെയ്യാനുള്ള ബാക്കി $95 നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങളിപ്പോൾ ഒരു $5 നമ്മളൊരു 3 മാസം ഒരു 1 year പ്രൊസീജിയർ കൊടുക്കില്ല. അതിൻ്റെ ഒരു 3 മാസം പ്രൊസീജിയർ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ നിങ്ങളത് 30 days ട്രേഡ് ചെയ്താൽ നിങ്ങൾക്ക് $150 ആദ്യത്തെ ഒരു മാസം നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാവില്ല. നിങ്ങൾ $100 ക്യാപിറ്റലും നിങ്ങളെ $150 പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് മന്തിലേക്ക് അത് ഉണ്ടാക്കാം. ആ $250 സെക്കൻഡ് മന്തിലെ ക്യാപിറ്റലാക്കി മാറ്റാം, പ്രോഫിറ്റ് എടുത്തുകൂടാം. അത് ക്യാപിറ്റലായി ഇൻക്രീസ് ചെയ്തുകൊണ്ട് ആ $250 വെച്ചുകൊണ്ട് $10 ഡെയിലി ജനറേറ്റ് ചെയ്യാൻ പറ്റൂലേ? പറ്റും. പോസിബിളായ കാര്യമാണ്, ചെയ്യുന്ന കാര്യമാണ്. യെസ്, പറ്റും.
അങ്ങനെ നിങ്ങൾ മനസ്സിലായില്ലേ? അങ്ങനെ ഒരു 30 ഇത് ദിവസത്തേക്ക് നിങ്ങൾ 30 ഡേയ്സിലേക്ക് ആ ഒരു പാറ്റേൺ തന്നെ $10, അതായത് $10 അങ്ങോട്ട് അധികം വേണ്ട. നിങ്ങൾ 30 ഡേയ്സിലേക്ക് പോയാൽ $300 ആയിരിക്കും ജനറേറ്റ് ചെയ്യുക. ഇത് ഡിസിപ്ലിൻ ആണ്. ഈ മെത്തേഡ് എന്ന് പറയുന്നത് ഡിസിപ്ലിൻ മെത്തേഡാണ്. $300 നിങ്ങൾക്ക് എന്താ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക ആ സെക്കൻഡ് മന്തിലേക്ക്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ ഓൾറെഡി 250 ക്യാപിറ്റൽ ഉണ്ട്, 300 എന്താണ് പ്രോഫിറ്റ് ഉണ്ട്. 550 ആണ് നിങ്ങളുടെ സെക്കൻഡ് മന്തിലേക്കുള്ള ആ ഒരു ക്യാപിറ്റൽ വരുന്നത്. തേർഡ് മന്തിലേക്ക് ആ ക്യാപിറ്റൽ എന്നാക്കാം തേർഡ് മന്തിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യുക. അതിൽ നിന്ന് $550 കൊണ്ട് വെറും $20 നിങ്ങൾക്ക് ഡെയിലി ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഇത് പറ്റാത്തവരൊരു ട്രേഡ് ചെയ്യാൻ വെച്ചാൽ ഈ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ആ സിസ്റ്റത്തിനനുസരിച്ച് ഫോളോ ചെയ്യാൻ നമുക്ക് എന്താക്കാൻ ചെയ്യാൻ പറ്റും. ആദ്യത്തെ അതായത് നിങ്ങൾ ഒരു 1 മന്ത് $20 വെച്ച് ചെയ്താൽ $600 നെറ്റ് പ്രോഫിറ്റ് നിങ്ങൾക്ക് എന്താക്കാൻ ജനറേറ്റ് ചെയ്യുക. ടോട്ടൽ 3 മാസം കൊണ്ട് $1150. ഈ ഒരു 3 മാസം കൊണ്ട് നിങ്ങൾ ട്രാക്കിലേക്ക് കയറും. അതായത് 3 മാസം നമുക്ക് ഉണ്ടാവില്ല, അതായത് പ്രോഫിറ്റിലേക്ക് എല്ലാം പോകും, നമുക്ക് ഇൻകം ഉണ്ടാവില്ല. 4ാമത്തെ മാസം മുതൽ നിങ്ങൾക്ക് എന്താക്കാൻ തുടങ്ങും, നിങ്ങളുടെ പ്രോഫിറ്റ് നിങ്ങൾക്ക് ഇൻകം എടുക്കാൻ തുടങ്ങും. അതൊരു ബിസിനസ് ആയിക്കോട്ടെ, ഇനി എന്തായിക്കോട്ടെ, ഓരോ ബിസിനസ്സിനും ഓരോ സ്ട്രക്ചർ ഉണ്ട്. ചില ബിസിനസ്സിന് ഒരു 2 കൊല്ലം 3 കൊല്ലം അതിന്റെ എന്നായിക്കൂടാ പ്രോഫിറ്റ് ഇൻകത്തുന്നത്, അതിന്റെ ഓണർ ക്യാഷ് എടുത്തുകൂടാ, റീഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. ഇതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇത് സ്കില്ലാണ്. അപ്പൊ സ്കില്ല് ഉള്ളത് നമ്മൾ ഇത് സയൻസ് ആണ്. അതായത് നിങ്ങൾ ഒരു സ്കില്ല് ഒരു 90 ദിവസം അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ആ പാറ്റേൺ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ ഒരു മെത്തേഡ്. അപ്പൊ ഇങ്ങനെ നമുക്കൊരു 1 ഇയറിലേക്കുള്ള 12 മന്തിലേക്കുള്ള ഒരു ക്ലീൻ ബ്ലൂ പ്രിന്റ് ഞങ്ങൾ എന്താക്കും നിങ്ങൾക്ക് തരും. അത് നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നത് ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്ന സിസ്റ്റം ആണ്. അത് നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാം. അത് വിന്നിങ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇപ്പം മാർക്കറ്റിൽ ഇപ്പം സെബിയുടെ ഒക്കെ ഇതുണ്ട്. അതായത് മാർക്കറ്റിൽ ഒരു 95% ട്രേഡേഴ്സ് ലോസ് ആണെന്നുള്ളതാണ്. അപ്പം ഈ ബാക്കിയുള്ള 5% ട്രേഡേഴ്സ് സക്സസ് ആകുന്നുണ്ട്. 100% ലോസ് ഇല്ല മാർക്കറ്റിൽ. അപ്പം അതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാല് പല ട്രേഡേഴ്സും കേരളത്തിലായിക്കോട്ടെ പുറത്ത്, കേരളത്തിലും പല ആൾക്കും ലോസ് ഉണ്ടായത് ഞാൻ കേട്ടിടത്തോളം MT5 ത്രൂ ട്രേഡ് ചെയ്യുന്ന ട്രേഡേഴ്സിനാണ്. ഞാൻ ഇതുവരെ അതായത് ഞാൻ കേട്ടതിൽ കുറവ്, അതായത് ബാക്കിയുള്ള ബിനാൻസ് ആയിക്കോട്ടെ, ബൈബിറ്റ് ആയിക്കോട്ടെ, വിങ്കെക്സ് ആയിക്കോട്ടെ, ഡെൽറ്റ ആയിക്കോട്ടെ, ഇതിലൊന്നും ട്രേഡ് ചെയ്തിട്ട് അവർക്ക് ലോസ് വന്നു എന്നുള്ളത്, അതായത് അവർ മിസ്റ്റേക്ക് ത്രൂ വരുന്ന ചെറിയ ലോസ് ആയിരിക്കും. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലോസ് ഒക്കെ അതിൽ വരുന്നുണ്ട്. പക്ഷെ മാർക്കറ്റിൽ ഇതുവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത $4000, $5000, $6000, $10,000 ലോസ് വരുന്നത് MT5 ത്രൂ ചെയ്യുന്ന യൂസേഴ്സിനാണ്. അത് എന്തുകൊണ്ട് നിങ്ങൾ അതിന്റെ പാക്കേജ് മനസ്സിലാക്കുന്നില്ല. അതാണ് അതിന്റെ ഒരു മേജർ പ്രശ്നം. ട്രേഡ് ചെയ്യാനോ അതിന്റെ സ്ട്രാറ്റജിയോ അറിയാത്തത് കൊണ്ടോ ആരും, അതായത് ട്രേഡിങ്ങിൽ ഇതുവരെ ഫെയിലിയർ വന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒന്ന് അതിന്റെ ബാക്കിംഗ് സിസ്റ്റം. ഒരു സംശയം ചോദിച്ചോട്ടെ, ഇത് ഇപ്പൊ ഈ പറയുന്ന എ ടൈപ്പ് ബ്രോക്കർ, ഇന്ത്യൻ കസ്റ്റമേഴ്സിന് ഏത് എ ടൈപ്പ് ബ്രോക്കർ ഉണ്ട്? ആരും ഇല്ല എന്റെ അറിവില്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജസ്റ്റ് എന്റെ ഒരു പരിമിത അറിവിലാണ്. ഫോറക്സ് ഉണ്ട്, ഫോറക്സിന്റെ കാര്യം പറഞ്ഞു. ഫോറക്സ് XUSD എല്ലാരും ബി ബുക്കാ, മനസ്സിലായോ? വാൻറ്റേജ് മൊത്തം എനിക്കൊന്ന് അതായത് ഇപ്പൊ ഞാൻ ബിനാൻസിലാണ് ചെയ്യുന്നത്, 6 കൊല്ലമായിട്ട് ചെയ്യുന്നത് ബിനാൻസിൽ തന്നെയാണ്. ഫിനാൻസിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിനാൻസിന്റെ എന്താണ് പ്രശ്നം പറഞ്ഞോ, കുഴപ്പമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാസ്ഡോഗ്സ്, അതായത് ഗവൺമെന്റ് പക്ക നമ്മളിപ്പം മോണിറ്റർഡ് ഇപ്പം ശരിയാണ്, നമ്മളിപ്പോൾ എല്ലാം റിലയബിൾ ആയിരിക്കണം. പക്ഷെ ഒത്തിരി നേരത്തെ ട്രേഡ്സ് ഒക്കെ നമ്മളൊന്നും സബ്മിറ്റ് ചെയ്ത ട്രേഡ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് ഭയങ്കര വാച്ചബിളാണ്. പാനും എല്ലാം വെച്ച് അതാണ് ബിനാൻസ് ഇപ്പോൾ അതിന്റെ മെയിൻ കാര്യം. ബിനാൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിങ്കെക്സ് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഈ ഓപ്ഷൻസ് ഉണ്ട്, അതായത് ഞങ്ങളും അതായത് കംപ്ലീറ്റ് നമുക്കും അറിയാം. അതായത് ഇപ്പൊ നിലവിൽ ബൈനാൻസിന്റെ പ്രശ്നം, അതായത് ബിനാൻസിൽ ഇപ്പൊ ഓൾറെഡി റീസെന്റ് 2 മന്തിന് മുന്നായിട്ട് ഗോൾഡ് അതിൽ വന്നിട്ടുണ്ട്, ബിനാൻസിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാ ഞാൻ ചെറിയൊരു വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അപ്പൊ ഞാൻ പണ്ട് XNS-ലാണ് ഞാൻ ചെയ്തുകൊണ്ടുണ്ടായത്. XNS-ന് ആ ഒരു പ്രശ്നം നിലവിലൂടെ വന്നുകൊണ്ടാണ് ഞാൻ അതിന് മെല്ലെ കിട്ടടിച്ചത്. അപ്പം നിലവിലിപ്പം ഈ ബിനാൻസ് ആയിക്കോട്ടെ, ഇപ്പം ബൈബിറ്റ് ആയിക്കോട്ടെ, വിങ്കെക്സിലൊന്നും നമുക്കത് കാണിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ പുറത്തെയാണ്. ബൈബിറ്റ് ഇതിലൊന്നും നമുക്കത് കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ അറിയാമായിരിക്കും എന്താണെന്നുള്ളത്. അതിൽ പ്രശ്നമില്ല. നിലവിൽ ഈ ഇതൊക്കെ ഞാൻ ചെയ്യുന്നതാണ്. നിലവിൽ ഈ ബിനാൻസിൽ നിങ്ങൾ പറയുന്ന ടാക്സിന്റെ ഇഷ്യൂ, അതായത് അത്
അല്ല അത് വരുന്നത് നമ്മൾ വെച്ച് കഴിഞ്ഞാല് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ക്രിപ്റ്റ് നമ്മൾ ഇപ്പൊ നമ്മുടെ സാധാരണ ബാലറ്റ് ആണെങ്കിൽ പോലും ഇവര് പ്രീവിയസ്ലി എല്ലാത്തിനും കൂടെ ഫൈൻ വരും. ഇപ്പൊ നമ്മൾ ചെയ്തതിന് നികുതി കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. മനസ്സിലായി? പണ്ടത്തെ ട്രേഡ്സിന്റെ എല്ലാം കൂടെ ബാലറ്റ് അല്ല ഇപ്പൊ വാച്ചബിളാ. മനസ്സിലായി? ഇവരുടെ ബാലറ്റ് വാച്ചബിൾ ആണ്, എല്ലാം വാച്ചബിൾ ആണ്. നമ്മുടെ ഇപ്പൊ ട്രസ്റ്റ് വാലറ്റ് വരെ വാച്ചബിൾ ആണ്. അതാണ് ബിനാൻസിലൂടെ പോകാത്ത മെയിൻ കാര്യം. ഞാൻ സാധാരണ പറയുന്നത്, അതായത് നമുക്ക് അത്രയും നമുക്ക് ഇത് ചെയ്യണ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഡെൽറ്റ എക്സ്ചേഞ്ച് ചെയ്യാം, എല്ലാം കൊടുത്തുകൊണ്ട് തന്നെ ചെയ്യാം. ചെയ്യാൻ പറ്റും. ഒരു കുഴപ്പമില്ല, നല്ല കാര്യം. നമ്മൾ തയ്യാറാണ്. പക്ഷെ നമുക്കത് സസ്റ്റെയിൻ ചെയ്യാം, നമുക്ക് അവിടെ നിലനിൽക്കാന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്, നമ്മൾ കാണേണ്ടത്. അതായത് നമ്മളിപ്പം ഞാൻ ഒരു കൊല്ലം കൊണ്ടുള്ള സ്ട്രക്ചർ, ഞാനിപ്പോ ഒരു 3 മാസം സ്ട്രക്ചർ നിങ്ങൾക്ക് തന്നു. അതിന്റെ ഒരു കൊല്ലത്തിലെ സ്ട്രക്ചർ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റൂ. ഇവിടെ ഇപ്പൊ യൂസേഴ്സും ലോസ് വരുന്ന കാര്യങ്ങളും പല ആൾക്കാരും ചെയ്യുന്നത് ആരെ കൊണ്ടും, അതായത് എത്ര ഡോളർ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു $5,000 ആയിക്കോട്ടെ, $10,000 ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ പല ബാച്ചിലും ഈ ഒരു സിസ്റ്റം ഇപ്പം പറഞ്ഞ ഈ 3 മാസം സിസ്റ്റം പറയുമ്പം അവരിങ്ങോട്ട് പറയല്, നമുക്ക് ആദ്യത്തെ മാസം എന്തുകൊണ്ട് നമുക്ക് $10,000 ഇട്ടാൽ അത് ഈ 3 മാസം കൊണ്ട് നമുക്ക് 4 ഇരട്ടിയാക്കി കൂടെ എന്നാണ്. അതായത് ഇരുന്നിട്ട് കാലം നിർത്തിയാൽ മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റൂ അവിടെ. അതായത് നിങ്ങൾക്ക് അറിയാവുന്നല്ലോ, ഒരു ബാമ്പു, ഒരു ചൈനീസ് ബാമ്പുന്റെ ഇതുണ്ട്, കേട്ടിട്ടുണ്ടാവും, എവിടുന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ചൈനയിലൊരു ബാമ്പു കൃഷിയുണ്ട്. അതായത് അതിന്റെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ 5 കൊല്ലാണ് അതിന്റെ ഒരു വളർച്ചയുടെ ടൈം എന്ന് പറയുന്നത്. അപ്പം ആദ്യത്തെ 4 കൊല്ലം അത് 1 സെന്റിമീറ്ററിന്റെ മേലെ ആ മരം ഒന്നാവൂല, വളരൂല. ബാക്കിയുള്ള 5ാമത്തെ കൊല്ലം അത് ഏകദേശം 300 അടിയുടെ മേലേക്കാണത് അതിന്റെ ഗ്രോത്ത് വരുന്നത്. ഞാൻ അതിന്റെ ഇതാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. അതായത് നമുക്ക് ഈ ഒരു സിസ്റ്റം, നമുക്ക് മന്ത്ലി ഉള്ള ഈ ഒരു സിസ്റ്റം, ഒരു എത്ര നിങ്ങൾക്ക് ലോസ് വന്നായിക്കോട്ടെ, എത്ര നിങ്ങൾക്ക് ട്രേഡ് അറിയുന്ന ആളായിക്കോട്ടെ, ഒരു കൊല്ലത്തേക്ക് ഈ ഒരു സിസ്റ്റം ഫോളോ അപ്പ് ചെയ്യാൻ ആദ്യം അക്സെപ്റ്റ് ചെയ്യണം. ഞാൻ ഈ സിസ്റ്റം ഫോളോ അപ്പ് ചെയ്യും. അപ്പൊ ഇവിടെ നമ്മളിപ്പോ ഈ ടൂൾ എന്നുള്ളത് ഒരു സപ്പോർട്ടും കൂടിയാണ് അവർക്ക്. നമ്മളിപ്പോ കാണുന്നത്, നമ്മളിത് കണ്ട സിസ്റ്റം ഇത് വെച്ചുകൊണ്ട് എങ്ങനെ, അതായത് ഇപ്പം മാർക്കറ്റിൽ എല്ലാവരും ബൈക്കും കാറും മൊബൈലൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതൊന്നും നമ്മൾ സ്വയം നിർമ്മിച്ചിട്ട് ആക്കിയതല്ല, ഉപയോഗിക്കാൻ പഠിച്ചൊരു സാധനമല്ല. ഓൾറെഡി മാർക്കറ്റിൽ അത് ബിൽഡ് ചെയ്ത് വെച്ച സാധനം, നമ്മൾ ആ ടൂള് ഒരു സാധനം വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ നിങ്ങൾ പഠിക്കുന്നു. അപ്പൊ അവിടെ സക്സസ് ആണത്. അപ്പൊ അതേപോലെയാണ് ഇപ്പം നമ്മൾ ഇവിടെയും നിന്നാക്കിയത് പ്ലാൻ ചെയ്തത്. അതായത് നമുക്ക് കാര്യങ്ങൾ മാർക്കറ്റിൽ സിസ്റ്റം കൊണ്ടുവന്ന് ആ സിസ്റ്റത്തിനെ വെച്ച് എങ്ങനെ, അതായത് നമുക്ക് ഒരു ഹ്യൂമണി ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിനെ കൊണ്ട് ഇപ്പൊ നിലവിൽ ഇപ്പൊ ഒരാൾ നിങ്ങളായിക്കോട്ടെ ആരായിക്കോട്ടെ ഈ ടൂൾ ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു എൻട്രി കാര്യങ്ങൾ വരുമ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങൾ ഒന്നും കൂടി, അതായത് ലോസ് വന്നാൽ തന്നെ $20 $10 ലോസ് വന്നാൽ അടുത്തൊരു കൺഫർമേഷന് വേണ്ടി നിങ്ങളൊരു 10 മിനിറ്റോ 20 മിനിറ്റോ നിന്ന് വെയിറ്റ് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ചെയ്യും. നെക്സ്റ്റ് ഇത് കംപ്ലീറ്റ് ആയാലും ട്രേഡ് കംപ്ലീറ്റ് ആയാലും നിങ്ങളൊന്നാവും അടുത്ത എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അതാണ് വേണ്ടത്. ഡിസിപ്ലിൻ അവിടെ അങ്ങനെയെങ്കിലും ഡിസിപ്ലിൻ എന്നാകുന്നുണ്ട്. ഇപ്പൊ നിലവിൽ നമ്മൾ യൂസേഴ്സിന് വരുന്നുണ്ട്, അവർ സ്വന്തം ഇഷ്ടത്തിന് അവരെന്നാക്കുന്നില്ല, കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നില്ല. അതാണ് ഒരു ട്രേഡറിന്റെ യഥാർത്ഥ വിജയം. ഒരു സംശയം കൂടെ, ഇതിനകത്ത് ട്രേഡ്സ് സോഫ്റ്റ്വെയറിനകത്തെല്ലാം ഈ ന്യൂസ് ബേസ് ചെയ്താണോ സിഗ്നൽസ് പോകുന്നത്? ന്യൂസ് ബേസ് ചെയ്ത് പെട്ടെന്ന് സഡൻ ആണല്ലോ മൂവ്മെന്റ് മിക്ക മാർക്കറ്റും. അപ്പം ന്യൂസ് ബേസ് ചെയ്ത് ഫിൽട്രേഷൻ ഉണ്ടാവുമോ ട്രേഡ്സ്? അതായത് അത് ഞങ്ങൾ ഇതിനെ പഠിപ്പിക്കുന്നത്, അതായത് ഇതിന്റെ ബാക്കെൻഡിൽ, അതായത് നമ്മളിപ്പോ ഇതിന് ഇപ്പൊ ഏകദേശം 20 കൊല്ലത്തെ ഡാറ്റകൾ ഇപ്പം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതിന്റെ ബാക്കെൻഡിലുള്ള സാധനത്തിന്, ഈ സോഫ്റ്റ്വെയർസിന്. അതായത് നമ്മൾ ഇതിപ്പോ പഠിപ്പിച്ചുകൊണ്ടുണ്ട് ന്യൂസ് ബേസ്. നമ്മൾ അതിന്റെ കുറച്ച് കാര്യങ്ങൾ ന്യൂസ് ടൈമിൽ ട്രേഡിംഗ് അവോയ്ഡ് ചെയ്യുന്ന സ്ഥലത്ത് അവോയ്ഡ് ചെയ്യും, മാർക്കറ്റിൽ മാനിപ്പുലേഷൻ വരുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിന് കുറച്ച് ക്ലോസ് കൊടുത്തിട്ടുണ്ട്. അപ്പം മാക്സിമം അങ്ങനത്തെ, അതായത് മാനിപ്പുലേഷൻ ഏരിയ ഈ ഏരിയയിലൊക്കെ നമുക്ക് എൻട്രി ഉണ്ടാവില്ല മാക്സിമം. അപ്പൊ അതാണ് ഇപ്പൊ ഇവിടെ ഇപ്പൊ കാണുന്നത്. നമുക്ക് ഇപ്പം ഇവിടെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ എൻട്രി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എൻട്രി വരാത്തെന്ന് പറഞ്ഞാൽ ഇവിടെ എൻട്രി കംപ്ലീറ്റ് ആയി. ഇതൊക്കെയെന്ന് പറയുന്നത് ഇത്രയും ഒരു വലിയൊരു ക്രാഷ് മാർക്കറ്റിൽ വരുന്നത് ഇത് ഒന്നെങ്കിലും ഒരു കോർപ്പറേറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു മാച്ച് നടക്കുകയാണ് ഇവിടെ നടക്കുന്നത്, ഇപ്പൊ ഈ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന്റെ ഇടയ്ക്ക് ഓൾറെഡി അവിടെ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ഇതൊക്കെ കഴിഞ്ഞ് മാർക്കറ്റ് സ്റ്റാബിൾ ആകുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. പരമാവധി നമ്മൾ ഇതിന്റെ ബാക്ക്
ഇതിന്റെ ബാക്ക് എൻഡിൽ സ്ക്രിപ്റ്റ് നമ്മൾ പരമാവധി, അതായത് ഒരിക്കലും മാർക്കറ്റിനനുസരിച്ചിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൂടാ. അതായത് മാർക്കറ്റ് നമ്മൾ കൺട്രോൾ വരുന്ന സമയം മാത്രം ട്രേഡ് കാണിക്കുക, എക്സിക്യൂഷൻ ചെയ്യുക, എൻട്രി തരാനുള്ള സിസ്റ്റത്തിലാണ് ഇപ്പൊ നിലവിൽ നമ്മൾ അതിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരിക്കലും മാർക്കറ്റിന്റെ കൺട്രോളിലേക്ക് നമ്മളെ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തിട്ട് പോവില്ല. അത് ഓക്കെ അല്ല, അത് ക്ലിയർ അല്ലേ? ചോദിക്കാം, ഡൗട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാം, മാത്രമേ നമുക്കത് ക്ലാരിറ്റി വരും. ഇതിലേ പിന്നെ ഒരു സംശയം. ഇപ്പൊ സ്ക്രീൻ നമ്മൾ ഇപ്പൊ 50 മിനിറ്റിലാണ്. അതില് ടൈം ഫ്രെയിം മാറ്റുമ്പോ നമുക്ക് ഇതിന്റെ ആക്യുറസിയിൽ വ്യത്യാസങ്ങൾ വരില്ല. വ്യത്യാസം വരും ആക്രോസിയിൽ. അപ്പൊ ഏത് ടൈം ഫ്രെയിമാണ് ഏറ്റവും കൂടുതൽ ആക്യുറസി നമുക്ക് തരുന്നത്? 5 മിനിറ്റും 15 മിനിറ്റും സ്കാൽപ്പിംഗ് ആണ് സ്ട്രാറ്റജി ഇത് വരുന്നത്. 5 മിനിറ്റും 50 മിനിറ്റും ആണ് നമുക്ക് ഏറ്റവും സപ്പോർട്ട് ആയിട്ട് നിൽക്കുന്നത്. ഏറ്റവും സപ്പോർട്ട് പിന്നെ ലോങ് ടൈം നോക്കുകയാണെങ്കിൽ 1 hour ഒക്കെ എങ്ങനെ വർക്ക് ആവോ? ലോങ് അപ്പൊ ട്രേഡ് കുറയൂലേ? 1 hourൽ നോക്കുമ്പോ ട്രേഡുകൾ എണ്ണം കുറയൂലേ? ട്രേഡുകൾ എണ്ണം കുറയും. 1 hour നമ്മൾ പറയില്ല, കൊടുക്കൂല ചെയ്യാൻ. ഓരോ ടൈമിലും അതിനെ നമ്മൾ 1 hour കൊടുക്കൂല. അതായത് 5 മിനിറ്റും 50 മിനിറ്റും തന്നെയാണ് ചെയ്യിക്കല്. ഓക്കെ. അതില് 5 മിനിറ്റ് തന്നെ നമുക്ക് അത്യാവശ്യം ആക്യുറസിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്നത്. യെസ്, ചെയ്യാൻ പറ്റും. 5 മിനിറ്റ് തന്നെ അത്യാവശ്യം ആക്യുറസി ചെയ്യാൻ. ഒരു ആവറേജ് ഇപ്പൊ ഗോൾഡ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആവറേജ് ഒരു ഡെയിലി 2-3 ഒക്കെയാണോ? എങ്ങനെ ആവറേജ്? ഇന്നൊരു 3 എൻട്രി നല്ലൊരു TP4 അടിച്ച നല്ല 3 എൻട്രി ഉണ്ടായിരുന്നു. 3 TP4 അടിച്ചിട്ടുണ്ട്. നല്ല എൻട്രി ആണ് അത് ഉണ്ടായത്. അപ്പൊ അതിൽ നല്ല ഇന്നത്തെ ഇന്നലെ നമുക്കൊരു ചെറിയൊരു ലോസ് ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്ന് മോർണിംഗ് ചെറിയൊരു ലോസ് ഉണ്ടായിരുന്നു. അതായത് എനിക്ക് ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഈ $30 ലോസാണ് എനിക്ക് ഉണ്ടായത്. അത് ക്യാപിറ്റൽ ചെറിയൊരു ലോസ് നമുക്ക് ഓൾറെഡി ഇത് വന്നിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല. അതായത് ലോസ് വരുന്ന സമയം അതായത് നമ്മൾ പാനിക് ആവണ്ട. അത് ഇതിൽ ഓട്ടോമാറ്റിക് ആവും ചെയ്യാൻ പോകും. മാനുവലി അതായത് നമ്മളൊന്നാക്കാം, നിങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ട് അതിന്റെ കൂടെ. അതായത് എപ്പോഴും ടെക്നോളജി വരുന്ന സമയം അതിനെ നമ്മളെ ഓൾറെഡി നമ്മൾ റീസൺലി ഒരു 15 കൊല്ലം എക്സ്പീരിയൻസ് ഒരു ഫോറക്സ് ട്രേഡർ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചൊരു ചോദ്യമുള്ളൂ, നിങ്ങൾക്ക് ഓൾറെഡി 15 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, പിന്നെ എന്തിനാണ് ഈ ഒരു ടൂറിലേക്ക് നിങ്ങൾ വന്നത്? അപ്പൊ ആളെന്നോട് പറഞ്ഞൊരു മറുപടി, എനിക്ക് 15 കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നമുക്ക് ഇപ്പോഴും ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അത് മേലോട്ടാണോ താഴോട്ടാണോ എന്നുള്ളത് ഇപ്പോഴും ഡൗട്ട് ഉണ്ട്. അത് മേലിലേക്ക് പോവുക, താഴേക്ക് വരുമോ, അത് ഗ്രീന് കാണുമ്പോൾ അതൊരു ഹ്യൂമണിന് ഉണ്ടാകുന്ന ഒരു ഇതാണ്, എന്താ പറയാ, നമുക്ക് സാധാരണയായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതെന്തായാലും നമ്മൾ 100% നമ്മൾക്ക് നമ്മളെ തന്നെ വിശ്വാസമില്ലാത്തൊരു അവസ്ഥയുണ്ട്. ഞാനും ഈ മാർക്കറ്റ് നിങ്ങള് ഇപ്പൊ പറഞ്ഞ ഫോറക്സ് മാത്രല്ല, ഞാൻ ഒരു 10 വർഷമൊക്കെ ആയിട്ട് ട്രേഡ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് അല്ല, കുറച്ച് കാശ് മുമ്പ് നിർത്തും, ആദ്യം തുടങ്ങും, വീണ്ടും നിർത്തും, ആദ്യം തുടങ്ങും, അങ്ങനെ പോണ ഒരാളാണ്. എന്റെ അനുഭവം ഞാൻ പറയുന്നത്. മനസ്സിലായി. അപ്പൊ ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി കണ്ടിന്യൂസ് ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് സക്സസ് ആയിരിക്കും എന്നാണ് തോന്നുന്നത്. അതാണ് ആളുകൾ ചിലപ്പോ ഇത് ഓക്കെ ആവണത്. നമ്മള് ഒന്ന് കഴിയുമ്പോ അടുത്തമ്മ പിടിക്കും, അത് കഴിയുമ്പോ വേറെ പിടിക്കും. മനുഷ്യന്റെ അവസ്ഥയാണ്. ഞാനപ്പോ കുറച്ച് കാശൊക്കെ പോയിട്ടുണ്ട്. ഞാൻ കണ്ടെടുത്തോളം അതായത് നമുക്ക് ലോസ് എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുന്ന ലോസ് നമുക്കൊരു മാസം കണ്ടിന്യൂസ് വന്നാലും നമ്മളെ മേത്ത് ബാധിക്കൂല. അത് മേത്ത് ബാധിക്കൂല നമുക്ക്. അതായത് ഞാൻ പറഞ്ഞു, അതായത് നമ്മളിപ്പം ചെയ്യുന്ന അതായത് റിസ്ക് കുറച്ച്, എപ്പോഴും നമ്മൾ ഇതിൽ ചെയ്യുന്ന റിസ്ക് കുറച്ചു, അതായത് ക്യാപിറ്റൽ കൂടുന്നതിനനുസരിച്ചിട്ട് അതായത് നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റിന്റെ ഇതെന്നാക്കണം, ക്വാണ്ടിറ്റി കുറക്കണം. അതായത് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ, റിസ്ക് റിവാർഡ് ആണ് അതിന്റെ ഏറ്റവും വലിയ പോയിന്റ് ട്രേഡിന്. അതായത് ഞാൻ ചെറിയൊരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ $1 വെച്ച് ഒരു ഡോളർ പ്രോഫിറ്റ് വെച്ച് നിങ്ങൾ 1 ലക്ഷം ട്രേഡ് കംപ്ലീറ്റ് ആയിക്കോ, നിങ്ങളുടെ പ്രോഫിറ്റ് 1 CR ആണ്. $1 പ്രോഫിറ്റ് നിങ്ങൾ $1000 ക്യാപിറ്റലിനെ കൊണ്ട് $1 ജനറേറ്റ് ചെയ്ത് 1 ലക്ഷം ട്രേഡ് കംപ്ലീറ്റ് ആയിക്കോ. ഒരു 1 ഇയറിലെടുത്ത് കംപ്ലീറ്റ് ആയിക്കോ, 2 ഇയർ എടുത്ത് കംപ്ലീറ്റ് ആയിക്കോ. ആൾക്കാർക്ക് ഇതില്ല, എന്ന് പറയാ, സമാധാനം ക്ഷമയും ഇല്ല. അതാണ് പേഷ്യൻസ് വേണം എന്ത് കാര്യത്തിനും. അതായത് ആ വ്യക്തി ഒരു 10 ദിവസം എടുക്കും, $1 പ്രോഫിറ്റ് വെച്ച് 10 ദിവസം എടുക്കും.
ഇപ്പൊ ഒരു സംശയം ചെയ്യട്ടെ. ഇതിന്റെ ഫസ്റ്റ് ടി പി മാത്രം വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയുണ്ട്? പെർസെന്റ് എത്രയുണ്ട്? ഇപ്പൊ നമ്മൾ മൾട്ടിപ്പിൾ ടി പി ചിലപ്പോൾ എല്ലാ ടി പിയും ഫസ്റ്റ് അടിക്കുന്നുണ്ട്. അതായത് ഈ ഫസ്റ്റ് ടി പി എന്ന് പറയുന്നത് നമ്മൾ അതിലെ ടി പി ഏരിയകൾ എന്ന് പറയുന്നത് ഇതിലെ കുറച്ചുള്ള ഓരോ ടി പി ഏരിയ എന്ന് പറയുന്നതും അത് റിവേഴ്സലിൽ വരുന്ന ഏരിയകളാണ്. അപ്പം അത് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് കൂടി നമ്മൾ പറഞ്ഞുതരാം. അതായത് നമുക്ക് ടി പി 1 ഇപ്പൊ ഫിനാൻസിലൊക്കെ ടി പി 1, ടി പി 2, ടി പി 3, ടി പി 4 എന്ന രീതിയിൽ 4 ടി പി സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ടി പി 1 എത്തിക്കഴിഞ്ഞാൽ അത് സെറ്റ് ചെയ്യുന്ന സമയം ടി പി 1 സെറ്റ് ചെയ്യും. ടി പി 1 ഉള്ളത് 53-ലാണ്. അത് 54 എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ക്ലോസ് ആവും. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാർക്കറ്റ് ടി പി 2 എത്തിക്കഴിഞ്ഞാൽ 91-ആണ്. 92ലേക്ക് മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ടി പി 2 വരെയുള്ള പ്രോഫിറ്റ് കിട്ടും. ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബാക്കിലോട്ട് പോകുമ്പോൾ ക്ലോസ് ചെയ്ത് വിടും. യെസ്, ബാക്കോട്ട് പോകുമ്പോൾ ക്ലോസ് ചെയ്ത് പോകും. അങ്ങനെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അത് അവിടുന്ന് റിക്കറന്റ് ടി പി 4 വരെ. അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അതായത് അത് ഇതും കൂടി ഞാൻ പറഞ്ഞു തരാം. പല ആൾക്കാരും നല്ല സ്ട്രാറ്റജിയും കാര്യങ്ങളും ഉണ്ടാവും. നിങ്ങൾ തന്നെ പറയുന്ന കേട്ടിട്ടുണ്ടാവും, ഞാൻ എടുത്ത സമയം $50 പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. രാവിലെ ആകുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതുണ്ടായി എസ് എൽ അടിച്ചു. ആരും ട്രേഡ് എടുത്തപാട് ഇതുവരെ എസ് എൽ അടിച്ചിട്ടില്ല. അത് അറിയാത്ത ഒരാളായിരിക്കും. അതായത് ഈ പച്ചയും ചോപ്പും നോക്കി പോകുന്ന ആള് നന്നായിട്ടുണ്ടാവും, ട്രേഡ് എടുത്തപാട് താല്പര്യമുണ്ടാവും. കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യുന്ന ഒരാളും ആദ്യം തന്നെ എടുക്കുന്ന സമയം ഉണ്ടാവില്ല. അത് ഒറ്റയടിക്ക് തലേക്ക് പോവില്ല. അത് വന്നു സപ്പോർട്ട് എടുത്ത് അതായത് പോയി സപ്പോർട്ട് എടുത്തിട്ട് കാര്യങ്ങൾ അവിടുന്ന് ഇതുണ്ടാവും, പ്രോഫിറ്റ് കാണും. $20, $10 ഒക്കെ. പക്ഷെ ആൾക്ക് അതിന്റെ ഒരു കാൽക്കുലേഷൻ ഇല്ല, ഡെയിലി എത്ര എടുക്കണം എന്നുള്ളത്. നമുക്ക് ഡെയിലി ഒരു കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ $5 അവിടെ എക്സിറ്റ് അടിച്ചോ, എന്നാൽ പ്രശ്നം നമ്മളുടെ കാൽക്കുലേഷൻ നമുക്ക് വേണ്ടു. അതിൽ കൂടുതൽ ആഗ്രഹിച്ചു കഴിഞ്ഞാലാണ് ബാക്കി പ്രശ്നത്തിലേക്ക് നമ്മൾ എന്താണത് പോകുന്നത്. അതിനാണ് കാൽക്കുലേഷൻ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. കാൽക്കുലേഷൻ നിർബന്ധമാണ്. അതില്ലാത്ത ഒരാൾക്കും സക്സസ് എന്ന് പറയുന്നതിലേക്ക് പറ്റൂല ഇതുവരെ. ഡെയിലി റൂട്ടീൻ സെറ്റ് ചെയ്യാതെ നമുക്ക് ട്രേഡിലേക്ക് ഒരിക്കലും അത് ഇറങ്ങാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ കുറെ, അതായത് ഇന്നത്തെ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ കുറെ ഇത് നമുക്ക് ഞാൻ എല്ലാ സെക്ഷനിലും ഡൗട്ട്, കുറെ ആൾക്കാർ പല രീതിയിൽ ഡൗട്ട്. ഇന്ന് ഒന്നുകൂടി ആക്റ്റീവ് ആണ്. അതായത് പല ബാച്ചിലും ആരും സംസാരിക്കലില്ല, 1-2 ആൾക്കാർ മാത്രമേ സംസാരിക്കലില്ല. ക്ലാരിറ്റി എപ്പോഴും നല്ലതാണ്. ചോദിക്കാം. അതായത് മെയിൻലി ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ പ്രീവിയസ് ഹിസ്റ്ററിയാണ് കാണിക്കുന്നത്. അതായത് ലൈവ് മാർക്കറ്റിലാണ്. പക്ഷെ നിങ്ങളുടെ അതിന് കുഴപ്പമില്ല, ഒരു ദിവസം 5 മിനിറ്റിന് 50 മിനിറ്റ്സിന് ട്രേഡ്സ് എന്ന് പറയാൻ 3 ഉള്ളൂ. അപ്പൊ റീപെയിന്റിങ് വരത്തില്ലെന്ന് തോന്നുന്നു ഇൻഡിക്കേറ്റേഴ്സ്, മനസ്സിലായോ? അല്ലെങ്കിൽ പ്രീവിയസ് നമുക്ക് എന്നെ വേണമെങ്കിൽ ഷോ ചെയ്യാം, മനസ്സിലായോ? അവിടെ വന്ന് എസ് എൽ വന്നു, ഇവിടെ വന്ന് എസ് എൽ വന്ന് സ്റ്റോപ്പ്. ലൈവ് മാർക്കറ്റിലാണ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ. പക്ഷെ നിങ്ങളിപ്പം ഈ 5 മിനിറ്റിന് 50 മിനിറ്റ്സിന് ഈ 3 ട്രേഡ്സേക്ക് ഉള്ളൂ ഡെയിലി, അല്ലേ? ഒരു അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ റീപെയിന്റിങ് പ്രശ്നം ഉണ്ടാകുന്നില്ല. ഇല്ല, അതായത് ഞാൻ അതാണ് പറഞ്ഞത്. അതായത് നമ്മൾ ഓരോരുത്തരും പഠിപ്പിച്ചു വെക്കുന്ന പോലെയാണ്. നമ്മൾ അതിന് പഠിപ്പിച്ച് വെച്ച സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മതി. നമുക്കത് അതിന് ലൈവായിട്ട് കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന സിസ്റ്റം അത്രയാണ്. അതായത് നമുക്ക് ഇത്ര മതി. അതായത് ഒരിക്കലും മാർക്കറ്റിന്റെ പിന്നാലെ, മാർക്കറ്റ് എപ്പോഴും, അതായത് എല്ലാ ട്രേഡിംഗ് ബ്രോക്കേഴ്സും ചെയ്യുന്നത് അതായത് നമ്മളെ നന്നാക്കാനല്ല, അവരെ പിന്നാലെ നമ്മൾ ഓടിക്കുകയാണ് ചെയ്യുന്നത്. അവരെ പിന്നാലെ എന്താക്കാണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് മാറിയിട്ട് അവര് നമ്മളെ പിന്നാലെ വരുന്നുണ്ടോ എന്ന് നോക്കി ചെയ്യുന്ന ആൾക്കാരാണ് ഈ സക്സസ് എന്നുള്ള വേർഡിലേക്ക് ഇതുവരെ എത്തിയിട്ടുള്ളൂ. പിന്നെ നിങ്ങളിപ്പം ലിവറേജും സിസ്റ്റം കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ അതും ഒരു പ്രശ്നമാണ് മൊത്തത്തിൽ. ആ ലിവറേജിങ് സിസ്റ്റം അത് ഉപയോഗിക്കേണ്ടത് പോലെ ഉപയോഗിക്കാം. പല ബ്രോക്കേഴ്സും ലിവറേജ് തന്നിട്ട് നമ്മളെ മോഹിപ്പിക്കലുണ്ട്. നിങ്ങൾക്ക് ഇത്ര എക്സ് ചെയ്യാം, ഇത്ര എക്സിലിടാം, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാം. അപ്പം അതും നിങ്ങൾ എന്താക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. സംശയം, നിങ്ങളിപ്പോ ഈ ട്രേഡിംഗ് വ്യൂവിനകത്ത് കാണിച്ച ബ്രോക്കേഴ്സ് അല്ലാതെ ഈ ഫോറക്സ് പ്ലേയേഴ്സ് ഒക്കെ, കറൻസി പ്ലേയേഴ്സ് ഒക്കെ ചെയ്യുന്ന കറൻസി പ്ലേയേഴ്സ് ഇത് വർക്കിംഗ് ആണോ? എല്ലാം ഇതിന്റെ വർക്കിംഗ് അല്ലേ? കറൻസി പറയുമ്പോൾ അതായത് ഞാൻ ട്രേഡിംഗ് വ്യൂസ് ബ്രോക്കേഴ്സ് മാത്രമേ ഞാൻ ഇതുവരെ ട്രസ്റ്റ് ചെയ്യാറുള്ളൂ. ബാക്ക് എൻഡ് എനിക്ക് അറിയുള്ളൂ. ബാക്കി ബ്രോക്കേഴ്സിന്റെ പിന്നാലെ ഞാൻ
പോക്കില്ല. അതാണ് എൻ്റെ ഒരു ഇല്ല. മേജർ. അപ്പൊ കുറെ കുറച്ച് ട്രസ്റ്റഡ് ആയിട്ടുള്ള ബ്രോക്കേഴ്സ് ഉണ്ടോ? മീൻസ് ഈ ബ്രിങ്ങെക്സും ഇതും അല്ലാതെ ഇപ്പൊ ഇന്ത്യൻ നിങ്ങൾ കസ്റ്റമേഴ്സിന് ഏതിലാണ് നമ്മളിപ്പോ നിങ്ങൾക്ക് ഏതിലേക്കാണ്? നിങ്ങൾക്ക് അൽഫാരി ഉപയോഗിക്കാം. അൽപ്പാരി ഇന്ത്യൻ അത് വിഷയം അവത്ത് നമുക്ക് ഇന്ത്യക്കാർക്ക് അവന്മാർ വൈ ലെവലല്ല, ഫോറിനേഴ്സിന് വൈ ലെവലാ. എക്സനസ് ഇപ്പൊ എക്സനസ് പക്കാ ബ്രോക്കറാ, പക്ഷെ ഇന്ത്യ വരുമ്പോൾ ഇന്ത്യക്കാരെല്ലാം രണ്ടാം കട പൗരന്മാരായിട്ടാണ് കാണുന്നത് ഇവന്മാരെല്ലാം. യെസ്, അതാണ് പ്രശ്നം. അതായത് പറഞ്ഞാല് ഞാൻ മനസ്സിലാക്കിയിടത്തോളം പറയാ, അതായത് ഇവിടെ നമുക്ക് ഈ ഫോറക്സിന്റെ എന്ന് പറഞ്ഞാൽ, അതായത് ഞാൻ ചെറിയ എക്സാമ്പിൾ, അതായത് ശരിക്കും ഇവർക്കൂടി ഇല്ല, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇല്ല. കുറെ ഞാൻ ബാക്ക് നടന്നതാണ്, എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. സത്യം അതാണ്. അതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ. അതാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് അത് ഓപ്പണായി പറയുന്നത്. എനിക്ക് കിട്ടിയില്ല. അതായത് എല്ലാം അതായത് പറഞ്ഞാല് ഈ ബ്രോക്കർ ഇപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ ഇവിടെയുള്ള ബിബുക്ക് ബ്രോക്കേഴ്സും രജിസ്ട്രേഷൻ ചെയ്യുന്ന ദുബായിലായിരിക്കും. അതായത് ഇവിടെയുള്ള ബിബുക്ക് ബ്രോക്കേഴ്സിന്റെ രജിസ്ട്രേഷൻ ഉണ്ടായാലും ദുബായിലാണ്. അതായത് ഇപ്പൊ അവിടെ തന്നെ അതെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ അവർ കൂട്ടിയോ കാര്യങ്ങൾ എന്ത് ചെയ്താലും അവർക്കത് പ്രശ്നമില്ല. ഇവിടെ അതായത് ഓരോ നാട്ടിന്റെ ലോ ആണ് അവിടുത്തെ കമ്പനിക്ക് ഉണ്ടാവല്. പുറത്തത്തെ കമ്പനി ഫിനാൻസിന്റെ ഒക്കെ ലോ അവർ നാട്ടിലുണ്ട്, അവരെ ബാങ്കിന്റെ, അതായത് അവരെ ലോസ് ഉണ്ട് ടേംസ്. അതായത് സുപ്രഭാതത്തിൽ ഫിനാൻസ് എന്ന് പറയുന്ന സാധനം കൂട്ടിപ്പോയി കഴിഞ്ഞാൽ അതിലുള്ള എമൗണ്ടിന്റെ നേരെ 2 ഇരട്ടി നഷ്ടപരിഹാരം തരണമെന്നുള്ള എഗ്രിമെന്റ് അതിലുണ്ട്. ഒരു ബാങ്ക് തുടങ്ങുന്ന പോലെയാണ്. അതായത് ഒരു സുപ്രഭാതത്തിൽ ഫിനാൻസ് കൂട്ടിപ്പോയി എന്ന് കൂട്ടാം, അതിന്റെ 2 ഇരട്ടി നമുക്ക് നടക്കുന്ന നഷ്ടപരിഹാരം ഫിനാൻസ് നൽകണം. അത് നിങ്ങൾക്ക് എവിടെയും എന്നാക്കത് ചെയ്യാം, ഏത് കോടതി ആയിക്കോട്ടെ എവിടെയും നിങ്ങൾക്ക് അത് അപ്പീൽ പോവാ, അത് പാസ്സാവും. അതാണ് ട്രാൻസ്പെറൻസി ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ കണ്ടത്. എനിക്ക് ഇതുവരെ കണ്ട ബ്രോക്കേഴ്സ് ഒക്കെ എന്ന് പറയുന്നത് എല്ലാം ഫോറിൻ ബ്രോക്കേഴ്സ് ആണ് ഫോറക്സിന്റെ. അതായത് അവരുടെ കയ്യിൽ റിയൽ ഡാറ്റ അവർ കൊടുക്കുന്നുള്ളൂ. അതായത് ഇപ്പൊ ഒന്നാമത് പറഞ്ഞപ്പോ വസീറക്സ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എത്രയോ കാലം മുന്നേ ഈ ഒരു സാധനം ഇവിടെ ഇന്ത്യയിലൊക്കെ പരിചയപ്പെടുന്നത് എല്ലാവരും. ഈ ഡോഡ്ജ് ആയിക്കോട്ടെ എന്ന് പറയുമ്പോ ഈ കോനക്കായിട്ട് വസീറക്സ് സുപ്രഭാതത്തിൽ നന്നായി കൂട്ടിയിട്ട് പോയി. അത് കൂട്ടിയിട്ട് പോകുന്നതല്ല. അല്ല, ഇത് വസീറക്സ് കൂട്ടിയിട്ട് പോകുന്നതല്ല. ഇതിന്റെ ബാക്കിൽ നടക്കുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാല് ഈ വലിയ വലിയ ബ്രോക്കേഴ്സ് മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യാണ്. അതായത് ഫിനാൻസ് പോലത്തെ വലിയ വലിയ ബ്രോക്കർ വരുന്ന സമയം അതിലേക്കാണ് വലിയ വലിയ കമ്പനീസും, അതായത് നിങ്ങൾ നോക്കിയാൽ தெரியும், അതായത് വലിയ വലിയ ഇപ്പം ബ്ലാക്ക് റോക്ക് വലിയ വലിയ കമ്പനീസിന്റെ ഇത് വരുന്നത് ഫിനാൻസ് പോലത്തെ വലിയ വലിയ ടൈപ്പാണ് കോർപ്പറേറ്റുകൾ. അപ്പൊ ഈ ചെറിയ ബ്രോക്കേഴ്സിൽ ആൾക്കാരില്ല, അതിൽ ഇത് നടക്കണം, ഫണ്ട് ഫ്ലോ നടക്കണമല്ലോ ഇതില്. എന്നാൽ മാത്രമല്ല അതിൽ ബിസിനസ് നടക്കൂ. അപ്പൊ ആൾക്കാരില്ല. ഇതെന്താണ് ചെയ്യുന്നത്? വലിയ കോർപ്പറേറ്റ് ഇവരൊന്നാക്കിയാണ് ഡാറ്റയെ കൊണ്ട് വെക്കുന്നു, അവരെന്നാകുന്നു നൈസായിട്ട്. ഇപ്പൊ അതായത് കോയിൻ ഡിസിസിന് ഇതേ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അതായത് വസീറക്സ് പോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വസീറക്സ് എന്താണ് ഹാക്കായി ഒരു സിസ്റ്റം, ഒരു സാധനം അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടാണ് അവർ അന്ന് അത് മാർക്കറ്റിൽ നിന്ന് ഇത് ഉണ്ടായത്. ഒരു സിസ്റ്റം ഹാക്കായി ക്രാഷ് ആയിട്ടുള്ള രീതിയിലാണ്. അപ്പൊ അതേ ഒരു സാധനം നമ്മുടെ കോയിൻ ഡിസിസി എന്ന് പറഞ്ഞൊരു സാധനം മാർക്കറ്റിൽ ഒരു 4-5 മാസം മുന്നേ അവരും ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു, ഇത്ര ഡോളർ നമ്മളെ ഇതിൽ നിന്ന് ഹാക്കായി പോയിന്ന രീതിയിലൊക്കെ. അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അതായത് ബ്രോക്കർ ഇമ്പോർട്ടന്റ് ആണ്. ബ്രോക്കർ എടുക്കുമ്പോൾ നിങ്ങൾ അത്രയും, ഞാൻ എപ്പം പറയാം, അതായത് നിങ്ങളൊരു ബിസിനസ് പാർട്ട്ണർ നിങ്ങളെ കൂടെ കൂട്ടുന്ന സമയം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ആൾക്കുണ്ടോന്ന് ചെക്ക് ചെയ്യും. അതിനെക്കാട്ടും കൂടുതൽ നിങ്ങൾ എന്താക്കണം, ഒരു ബ്രോക്കറെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ബിസിനസ്സാണ് എമൗണ്ട് ഇട്ടിട്ട്. ചെറിയൊരു കാര്യം പറയാം, അതായത് നിങ്ങൾ ക്യാഷ് ചെയ്യുന്നതെല്ലാം തേർഡ് പാർട്ടിയാണ്. ക്യാഷ് ഒരാളുടെ കയ്യിൽ കൊടുത്തിട്ട് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉള്ള വ്യക്തികളാണ്. നിങ്ങൾ ഒരിക്കലും ക്യാഷ് നിങ്ങൾ മൂന്നാമതൊരാളെ കയ്യിൽ കൊടുത്തിട്ട് ബാങ്ക് കൊണ്ടുപോയിട്ട് ഇടാൻ ഒരിക്കലും പറയൂല. നിങ്ങളെ ക്യാഷ് നിങ്ങൾ ഡയറക്റ്റ് ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അവിടെ നിങ്ങൾ നേരെ എടുക്കുന്നു. അതാണ് നിങ്ങൾക്ക് സേഫ്. ഒരിക്കലും മൂന്നാമതൊരാളെ ബാങ്കിലേക്ക് നിങ്ങൾ പറയുന്നു ഞാൻ എന്റെ ബാങ്കിലേക്ക് ഇട്ടുതരാം, നീ പോയിട്ട് അവിടെ ഇട്ടാൽ മതി. ഇതാണ് ബാങ്കിങ് സിസ്റ്റം ആണെങ്കിലോ ഇവിടുത്തെ കേരളത്തിലെ ഇന്ത്യയിലെ. അതാണ് ഈ തേർഡ് പാർട്ടി ബ്രോക്കേഴ്സിന്റെ ഇതിൽ നടക്കുന്ന സിസ്റ്റം. ഇവിടെ 3 പേർക്ക് എന്നാക്കണം, ബ്രോക്കറിന് പ്രോഫിറ്റ് കിട്ടണം, തേർഡ് പാർട്ടിക്ക് പ്രോഫിറ്റ് കിട്ടണം, നിങ്ങൾ മൂന്നാമനാ ചെയ്യുന്ന ആൾക്കാർ. പിന്നെ USDT ക്യാമ്പാണ് ഇപ്പൊ എല്ലാരും ചെയ്യുന്ന. USDT വിഡ്രോളാണ് മിക്കതും എടുക്കുന്നത്. ബ്രിങ്ങെക്സ് USDT സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അല്ലേ ഇന്ത്യൻ കസ്റ്റമേഴ്സിന്?
ഓക്കെ ഓക്കെ. ഇപ്പൊ നിലവിൽ ഇപ്പം ബിനാൻസിൽ ഇപ്പം ഈ ടാക്സിന്റെ ഇഷ്യൂ, അതായത് അത് ഓൾറെഡി അവർ പബ്ലിഷ് ചെയ്തതാണ്. അപ്പം പക്ഷെ അത് പ്രാക്ടിക്കൽ ആവണമെങ്കിൽ ഞാൻ സ്റ്റഡി ചെയ്തതിന്റെ കാര്യങ്ങളാണ്, എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അത് ശരിയാണോ തെറ്റാണോ അറിയില്ല, ഞാൻ എൻ്റെ ഭാഗം പറയുന്നതാണ്. അതായത് ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാല് അത് അതിൽ ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോവൽ സിസ്റ്റം അവർ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. ഇപ്പോൾ നിലവിൽ അതിൽ നടക്കുന്നത് ഡോളറിലാണ് എമൗണ്ട് ഉണ്ടാക്കുന്നത്. അതായത് B2B വഴി മാത്രമേ അതിൽ വിഡ്രോവൽ നടക്കും, അതിൽ സെല്ല് ചെയ്യണം. അപ്പം ഡയറക്റ്റ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എമൗണ്ട് വിഡ്രോ ചെയ്താൽ മാത്രമാണ് ടാക്സിന്റെ സാധനം കാണിക്കുന്നത്. അതായത് നമ്മുടെ ബാങ്ക് എവിടെയും അതിന് പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതായത് ഞാൻ പണ്ട് മുതലേ ഉള്ള ബിനാൻസിൽ ഫസ്റ്റ് ബസീറിക്സിന് മുമ്പേ ബിനാൻസിലുള്ള മെമ്പറാണ്. ഇത് പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫസ്റ്റ് ഒന്ന് ഫുൾ ബാൻ ചെയ്തായിരുന്നു ഇന്ത്യയിൽ. അതിനുശേഷം ഇവര് ഇന്ത്യൻ ഗവൺമെന്റ് ടൈപ്പ് ആയി, ഇതെല്ലാം ആയി. പിന്നെ ട്രസ്റ്റ് വാലറ്റ് കണക്ട് ചെയ്തതിനെല്ലാം ചെയിൻ അനാലിസിസ് ഉണ്ട്. ഇപ്പം ഗവൺമെന്റ് ഭയങ്കരമായിട്ട് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ചെയിൻ അനാലിസിസ്. അപ്പോൾ നമുക്ക് വന്നതിനെല്ലാം കൂടെ വെച്ച് കീറി സൂപ്പർ പെനാൽറ്റി എല്ലാ ഫൈനും കൂടെ വെച്ച് തരും. മനസ്സിലായോ? ഫിനാൻസ് ഇപ്പം നമ്മുടെ KYC വീണ്ടും KYC ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം. അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും നല്ല CoinDCC പോയി കറക്റ്റ് ആയിട്ട് ചെയ്യുക, ടാക്സ് അടയ്ക്കുക, പോരുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഴയതിന് മാപ്പ് കിട്ടുകയില്ല. അതാണ് പ്രശ്നം. ഞാൻ കണ്ടിടത്തോളം അതായത് ഇപ്പം ഇവിടെ അംഗീകരിച്ച് എല്ലാത്തിനും, അതായത് ഇപ്പം ട്രേഡിംഗ് നിലവിൽ, അതായത് ഇപ്പം ഒരു കമ്പനിക്ക് ഇവിടെ ലൈസൻസ് ട്രേഡിങ്ങിന്റെ പേരിൽ കിട്ടൂല. ഒരു കമ്പനിക്കും ഇവിടെ ലൈസൻസ് ട്രേഡിംഗ് ക്രിപ്റ്റോ ആയിക്കോട്ടെ ഫോർ ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമേ ബാക്കിയുള്ള ഇതിന് ഇവിടെ അലൗഡ് ഉള്ള. ഇവിടെ പുറത്തൊക്കെ അത് ഓൾറെഡി അക്സെപ്റ്റബിൾ ആണ്. ഇത് കുറച്ച് കഴിയും. ഇനിയും ഞാൻ മനസ്സിലാക്കുന്നത് ഇനിയും ഒരു 1 to 2 year കഴിയും ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ വെച്ചാൽ ദുബായ് പോലത്തെ ഗവൺമെന്റ് ഒക്കെ അതിന് ഓൾറെഡി അപ്രൂവൽ കൊടുത്തു. ഇപ്പൊ ദുബായിലൊക്കെ നമുക്ക് BTC ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ക്രിപ്റ്റോ കൊടുത്തുകൊണ്ട് പർച്ചേസിങ് ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും പോസിബിൾ ആണ്. എയർപോർട്ട് മുതൽ എല്ലായിടത്തും അതിന്റെ ഒരു ഇത് വന്നു. ഇവിടെ അതെന്നാവണം, അത് ഇവിടെ എന്നാവണം പോസിബിൾ ആയിട്ട് വരണം അതായത് മാർക്കറ്റിലേക്ക്. പണ്ട് ഇപ്പൊ ഗൂഗിൾ പേ വരുന്ന സമയം നമ്മൾ എന്നാക്കി മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞായിരുന്നു അത് ആരും ഉപയോഗിക്കില്ല കാര്യങ്ങൾ. ഇപ്പം നിലവിൽ ആരെ കയ്യിലും ക്യാഷ് ഇല്ല ചുരുക്കി പറഞ്ഞാല്. സിസ്റ്റത്തിനനുസരിച്ച് ആൾക്കാർ ഓരോ ടൈമിൽ ഒന്നാവും മാറി മാറി വരുത്താണ് മാർക്കറ്റ്. നിങ്ങൾക്ക് ചോദിക്കട്ടെ, കാര്യങ്ങൾ ചോദിക്കാം. നമ്മുടെ ഇൻഡിക്കേറ്ററിനെ കുറിച്ച് ചോദിക്കുകയാണല്ലേ, ഇതിന് റിക്കറിംഗ് ആയിട്ടുള്ള പേയ്മെന്റ് വല്ലതും ഉണ്ടോ, എക്സ്പെൻസ് വല്ലതും ഉണ്ടോ, മന്ത്ലി വല്ലതും അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇൻഡിക്കേറ്ററിന്റെ ഒരു പ്രൈസിംഗ് ആണ്, അതുകൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ അതിന്റെ ആക്ച്വൽ പ്രൈസിങ് നമ്മൾ അതിന്റെ ഒരു സെറ്റപ്പ് കോസ്റ്റ്, അതേപോലെ തന്നെ അതിന്റെ ട്രെയിനിങ് ആയിട്ട് 35,000 ആണ് നോർമൽ നമ്മൾ ഇതിന്റെ പ്രൈസ് വരുന്നത്. നമ്മൾ ഇപ്പൊ നിലവിൽ അതായത് ഇവിടെ ഒരു ഓഫർ പ്രൈസിനാണ് ഇപ്പൊ നിലവിൽ 2 days കൊടുത്തുകൊണ്ട് നിൽക്കുന്നത്. അതായത് എന്ന് പറഞ്ഞാൽ 25,000 നിങ്ങൾക്ക് ലൈഫ് ടൈമിലേക്കാണ് നമ്മൾ അതിന്റെ ഒരു ഗ്യാരണ്ടി കൊടുക്കുന്നത്. ട്രേഡിംഗ് ഉള്ളിടത്തോളം കാലം അത് ഉപയോഗിക്കാൻ പറ്റും. വേറെ അതിൽ എക്സ്ട്രാ പ്രൈസ് ബാക്കി അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് അത് കിട്ടും. അതിൽ വരുന്ന അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ അതിൽ കിട്ടും. ബാക്കി ഒരു എമൗണ്ടോ കാര്യങ്ങളോ നിലവിൽ അതിലില്ല. നമ്മൾ ഇന്റർനാഷണൽ മാർക്കറ്റിൽ നമ്മൾ സെല് ചെയ്യുന്നത് അത് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ രീതിയിലാണ്. അത് നമ്മൾ ഇന്റർനാഷണൽ വേറെ ടൂൾസ് ആണ്, വേറെ കാറ്റഗറീസ് ടൂൾസ് ആണ് നമ്മൾ ഇന്റർനാഷണൽ മാർക്കറ്റിൽ കൊടുക്കുന്നത്. ഇവിടെ നിലവിൽ ഇതിന് സബ്സ്ക്രിപ്ഷൻ മോഡൽ അല്ല ഉള്ളത്, 1 time പേയ്മെന്റ് ആണ്, അത് ലൈഫ് ടൈമിലേക്കാണ്. ഒരു സംശയം കൂടെ, ഇപ്പൊ നമുക്ക് ഈ ഡെയിലി ഒരു 3 ട്രേഡ്സ് അല്ലേ ഉള്ളൂ, അത് ഏത് ടൈം വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. അത് മാർക്കറ്റ് ഓപ്പണിംഗ് ബേസ് ആണോ, അതായത് ഏഷ്യൻ സെക്ഷനെ, ലണ്ടൻ സെക്ഷനെ, US സെക്ഷനെ അങ്ങനെ ബേസ് ചെയ്താണോ മിക്കവാറും സിഗ്നൽ നോർമലി ജനറേറ്റ് ചെയ്യുന്നത്? അതായത് ഞാൻ പറഞ്ഞത് അതായത് എന്റെ ടൈം അതായത് ഇപ്പം എല്ലാ ടൈമിലും അതായത് ചില ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയാ TP1 അടിക്കുന്ന ട്രേഡ് അധികം ചില ടൈമിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എനിക്ക് മനസ്സിലാക്കിയ സമയത്ത് വെച്ചാൽ എനിക്കിപ്പോ മോർണിംഗും ഈവനിങ് ഈ ഒരു 3 ടൈമിൽ എനിക്ക് ട്രേഡ് എപ്പോഴും കിട്ടലുണ്ട്. ഞാനിപ്പോ ആ ടൈമിലാണ് ഞാൻ ഇരിക്കല്, ആ ടൈമിലാണ് ഇരിക്കലില്ല. അപ്പൊ അതിന് പരിഹാരമായിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടല്ലോ ട്രേഡിംഗ് വ്യൂവിനകത്ത്. നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പൊ നിലവിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ഏതാണെന്ന് നമുക്ക് നമ്മൾ ഇവിടെ ഇറക്കേണ്ട ഒരു ബഡ്ജറ്റ് ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ആ ഒരു ഇതിലേക്ക് നിർത്തിയത്. നമ്മൾ പേഴ്സണലി ഇൻഡിവിജ്വൽ ചെയ്ത് കൊടുക്കുന്ന സമയം നിങ്ങൾക്ക് വേണ്ട എല്ലാ റിക്വയർമെന്റും നമ്മൾ ഫിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. കാരണം അതിന് പ്രീമിയം ആണെങ്കിൽ പ്രീമിയം ഇൻഡിക്കേറ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ പ്രീമിയം അതായത് നിങ്ങൾക്ക് ഓപ്പോസിറ്റ് അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്
നിങ്ങളെ അക്കൗണ്ടും പ്രീമിയം ആയിരിക്കണം. ഓക്കെ. എനിക്ക് ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു, അത് ചോദിച്ചാണ് പറ്റും. അതല്ല ചെയ്യാം, അതായത് പറ്റുന്നത് തന്നെയാണ്. അത് ഓപ്പോസിറ്റ് നിൽക്കുന്നത്, അതായത് മന്ത്ലി പ്രീമിയം കൊടുക്കാന്ന് അതും സ്റ്റാർട്ടിങ്ങിൽ ആർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. ട്രേഡിംഗ് നമുക്കെല്ലാം ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ ആർക്കും അത് ഒന്നാക്കാൻ പറ്റൂല, ബില്ലിങ് ചെയ്യാൻ പറ്റില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്കും പ്രീമിയത്തിന്റെ ആ ഒരു കൺസേൺ ഉള്ളത് കൊണ്ടാണ് ആ ഒരു സാധനം അതിൽ നിന്ന് മാറ്റിയത്. ഇപ്പൊ ഈ പ്രീമിയം ഉണ്ടെങ്കിൽ തന്നെ ഇതിനകത്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാൻ പറ്റിയത് ഇല്ല, അത് നമ്മൾ അത് ഓൺ ചെയ്യാൻ പറ്റൂല, പറ്റത്തില്ലല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ശരി. ഇതിന്റെ സിസ്റ്റം അതായത് ബാക്കിന്റെ എല്ലാവർക്കും ഒരേപോലെയാണ് ഉണ്ടാവില്ല. ഓക്കെ ഓക്കെ, നോട്ടിഫിക്കേഷൻ കിട്ടുകയില്ല നമ്മൾ പ്രീമിയം ഓൺ ചെയ്താൽ. അത് എല്ലാവർക്കും പ്രീമിയത്തിലേക്ക് ഇതാക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അതിന്റെ സിസ്റ്റം തന്നെ വേറെ ഇതാണ്. ശരി, ഓക്കെ ഓക്കെ. ചെയ്യുന്നുണ്ട് അത് നമ്മളിപ്പോ നിലവിൽ നമ്മളത് ഇപ്പം മാർക്കറ്റിൽ, അതായത് ഇവിടുത്തെ ഒരു മാർക്കറ്റിന്റെ പ്രശ്നം കൊണ്ടാണ് നമ്മളത് ആക്കാത്തത്. അത് ആൾക്കാർ ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് മെല്ലെ അത് കൊണ്ടുവരാം. ഓക്കെ ഓക്കെ, അതുകൊണ്ടാണ് അതിന്റെ സിസ്റ്റം കൊടുക്കാത്തത്. പിന്നെ നിങ്ങൾക്കിപ്പം അതായത് എപ്പോഴും നിങ്ങളുടേതായ ഒരു ടൈമിംഗ് സെറ്റ് ചെയ്യുക. അതായത് നിങ്ങൾ എപ്പോഴും അതായത് ഒരു ടൈം വർക്ക് ചെയ്യുന്ന ആളുണ്ടാവും, ഇല്ലാത്ത ആളുണ്ടാവും. അതായത് നിങ്ങൾ മോർണിംഗ് എണീച്ച് കഴിഞ്ഞാൽ ഒരു ടൈമിംഗ് ഉണ്ടാക്കുക, ഷെഡ്യൂൾ ചെയ്യുക. ഓക്കെ, ഓപ്പണിംഗ് ടൈം ഇപ്പോൾ ഫോറക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 24 ആകെ 2 ദിവസം ലീവില്ല, ബാക്കി എല്ലാ ദിവസവും ഇങ്ങനെ കാര്യങ്ങൾ. ആ മോർണിംഗിൽ ഒരു ടൈമിംഗ് സെറ്റ് ചെയ്ത് അതിന് ചെറിയ അതായത് ഒരു 5 മിനിറ്റ്, അതായത് ടൂൾ ഇൻസ്റ്റാൾ ചെയ്ത് ഒരു 5 to 10 മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ മതി. ഒരു കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈവനിങ് അതേപോലെ നിങ്ങൾ അതിൻ്റെ ഒരു ടൈം, ആ ഒരു ടൈം തന്നെ ഫോക്കസ് ചെയ്തിരിക്കാൻ നോക്കാം. അപ്പൊ ആ ടൈമിൽ വരുന്ന കാര്യങ്ങളൊന്നും ആക്കിയാൽ മതി. ആ സമയം ട്രേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്ലേസ് ചെയ്താൽ മതി. ഒരിക്കലും നിങ്ങൾ എന്നാക്കണ്ട ഇന്ന് എനിക്ക് ട്രേഡ് എടുക്കണം, എടുത്തേ പറ്റുന്നുള്ള ഒരു കോൺസിക്യൂഷൻ ഒരിക്കലും വെച്ചുകൂടാം. അതായത് എനിക്ക് ഇന്ന് ട്രേഡ് വേണം, ഇന്ന് എനിക്കൊരു ട്രേഡ് എടുത്തേ പറ്റും, അത് വേണ്ട. ഇന്ന് ട്രേഡ് എടുക്കാം, അല്ലെങ്കിൽ ഇന്ന് എടുക്കണ്ട. അതായത് ഇന്ന് എടുത്തില്ലെങ്കിൽ പ്രശ്നമില്ല, എമൗണ്ട് അവിടെ ഉണ്ട്, കാര്യങ്ങൾ സ്റ്റിൽ ആ സാധനം അവിടെ ഉണ്ട്, ഒരു പ്രശ്നമില്ല. നാളെ എന്നാലും ട്രേഡ് കിട്ടും. എന്നാലും മാർക്കറ്റ് ഒരു ദിവസം കൊണ്ടൊന്നും ആകുന്നില്ല, അവിടെ വാനിഷ് ആയിട്ട് പോകുന്നില്ല. അത് അങ്ങനെ പറ്റില്ല നമുക്ക്, അതാണ് പ്രശ്നം. അല്ല, അത് പറ്റിക്കല്ല, അതിന് വേണ്ടിയിട്ടാണ് സിസ്റ്റങ്ങൾ കൊണ്ടുവരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് എന്താന്ന് പറയാ, നമ്മളെപ്പോഴേ ഇതിപ്പോ നമ്മൾ സ്വയം ചെയ്യുമ്പോഴേ, ഞാൻ സ്വന്തമായി ട്രേഡ് ചെയ്യുമ്പോൾ 2 പ്രശ്നമുണ്ട്. ഒന്ന്, നമ്മൾ മാർക്കറ്റിനെ സംശയിക്കും, രണ്ടാമത് നമ്മളെയും സംശയിക്കും. ഇതിപ്പോ നിങ്ങളൊരു ടൂള് തന്നാൽ പോലും ഞങ്ങൾക്ക്, എന്നെ സംബന്ധിച്ച് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാ, നിങ്ങൾ ടൂള് തന്നപ്പോ ഈ പൈസ തന്ന് നിങ്ങളിൽ നിന്ന് പർച്ചേസ് ചെയ്ത് നമ്മൾ ചെയ്താലും ചിലപ്പോ 2 അടുപ്പിച്ച് ലോസ് അടിച്ചു എന്ന് വരാം, ഉറപ്പ് പറയാൻ പറ്റില്ല. അല്ല, പോസിബിൾ ആണ് പറയുന്നത്. അപ്പൊ വെച്ചാലേ അങ്ങനെ വരുമ്പോ നമ്മള് എന്നാ 2 അവിടെ പോയില്ല, എന്നാ ഞാൻ എന്റെ വഴിക്ക് ഒരെണ്ണം പോയി നോക്കാം, അങ്ങനെ കിട്ടുമോ? അതൊക്കെയാണ് നിലവിലുള്ള പ്രശ്നങ്ങൾ. മനസ്സിലായി. പക്ഷെ അതിൽ ഒരു ഗ്യാരണ്ടി എനിക്ക് പറയാം, അതായത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ലോസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതാവൂല. ഇല്ല, ഗ്യാരണ്ടി പറയാം. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ലോസ്, അതായത് എല്ലാവർക്കും, അതായത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലോസ് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റും. ഈ ഉൾക്കൊള്ളാൻ പറ്റാത്ത പറഞ്ഞാൽ $1000 $500 പോയാലും അത് പ്രശ്നമാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ്, അതായത് പ്രോഫിറ്റ് വന്നാൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുക, ലോസ് വന്നാൽ അക്സെപ്റ്റ്, ഈ രണ്ടും നമുക്ക് എന്താക്കാം. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രോഫിറ്റ് നിങ്ങൾക്ക് വരുന്നുണ്ടോ, നിങ്ങൾ പ്രോപ്പർ ട്രേഡിംഗിലല്ല ഉള്ളത്. പ്രോഫിറ്റിനെ അക്സെപ്റ്റ് ചെയ്യണം. അതായത് എത്രയാണ് എനിക്ക് വേണ്ടത്, കറക്റ്റ് ടാർഗറ്റ്, ഇത് അത്ര എനിക്ക് വന്നോളൂ, അതിൽ ഓവർ ആയിക്കാനാ പ്രശ്നം, അത് മതി. അപ്പൊ അത് ആ സിസ്റ്റം നമ്മളിപ്പം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ചാർട്ട് തരും. അത് നിങ്ങൾ എന്നാക്കാം, അത് ലൈഫിൽ റുട്ടീനായി കൊണ്ടുവരാം. അതായത് നിങ്ങൾക്ക് സക്സസ്, അതായത് ഞാൻ എല്ലാവരോടും അല്ല, അതായത് നമ്മളും ചിലയിടത്ത് അതായത് നമ്മൾ 3 മാസം നിങ്ങൾ ഒരു സാധനത്തിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വിന്നിങ് ഉണ്ടാക്കാൻ പറ്റും. അത് ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ നമ്മള് അതിന് ചില സ്ഥലത്ത് ചിലയിടത്ത് മാറിയേ പറ്റുന്നത്, നമ്മൾ മാറിയേ പറ്റും. മാറ്റങ്ങൾ വരുത്തണം അല്ലേ? അതായത് സക്സസ് ഉണ്ടാവും. നമ്മൾ ഒരിക്കലും നമ്മൾ പറഞ്ഞുകൂടാ നമുക്കത് മാറാൻ പറ്റൂല, നമ്മൾ അങ്ങനെയാണ് നമ്മളത്. പക്ഷെ നിങ്ങൾ സ്വയം നിങ്ങളാക്കാം, ഞാൻ മാറും, എനിക്ക് മാറ്റാൻ, എനിക്ക് ഇത് കാര്യങ്ങൾ നിങ്ങൾക്ക്
രാത്രി, അതായത് നിങ്ങളിപ്പോൾ 8 മണിക്ക് 8:30 എല്ലാവരും ജോയിൻ ചെയ്തു, ഏകദേശം ഒരു മണിക്കൂർ 20 മിനിറ്റ് നിലവിൽ. അപ്പോൾ നിങ്ങളിപ്പോൾ ഇത്രയും ടൈം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യുന്ന അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു പാഷൻ, അത് നിങ്ങൾക്ക് പഠിക്കണമെന്നുള്ളതുകൊണ്ടാണ്. നിങ്ങൾക്കത് അറിയണം, നിങ്ങൾക്കത് ചെയ്യണം, നിങ്ങൾക്കത് മാറ്റണം, തെറ്റ് തിരുത്താൻ സമയമുണ്ട്. നമ്മൾ ആലോചിച്ചത് കാര്യം കഴിയുന്നത് അവിടെ നമ്മൾ ഉണ്ടാക്കുക, അവിടെ വെക്കാം, ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യും, പുതിയ ചാപ്റ്റർ നന്നാക്കുക തുടങ്ങുക. അതായത് നിങ്ങൾ ആലോചിക്കേണ്ട അത്രേ ഉള്ളൂ. അതായത് കഴിഞ്ഞ ചാപ്റ്ററിനെ അവിടെ വെച്ചുകൊണ്ട് പുതിയതായിട്ട്, അപ്പൊ ഞാൻ അപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ അതായത് ചെറുത് നിന്ന് സിസ്റ്റം ബിൽഡാക്കി എന്നാക്കുക, മെല്ലെ എന്നാക്കുക, ഗ്രോ ചെയ്താൽ മതി. അപ്പൊ ആ ഒരു സ്ലോ ബിൽഡപ്പിൽ നിങ്ങൾക്ക് ഒരു ലോസ് വന്നാലും നിങ്ങൾക്ക് എന്തില്ല, അത് പ്രശ്നം വരില്ല, നിങ്ങൾക്ക് എവിടെ എഫക്ട് ചെയ്യൂല. ആ സ്ലോ ബിൽഡപ്പിൽ വലിയൊരു ലോസ് ജനറേറ്റ് ചെയ്യുമ്പോഴാണ് എല്ലാവരും ഈ ട്രേഡിങ്ങിൽ, അതായത് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ലോസ് മാത്രമാണ്, എനിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത്. സ്ലോ ബിൽഡപ്പിൽ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇമ്പാക്ട് നമുക്ക് എവിടെയും ഉണ്ടാവില്ല, നമുക്കൊരു ആ ഒരു പ്രശ്നം വരൂല നമുക്ക്. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇതൊക്കെ. എപ്പോഴും അതിനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പൊ നിലവിലിപ്പോ എവിടെയാ കേരളത്തിലുള്ളത്? ഇവിടെയാണോ ഉള്ളത്? കേരളത്തിലും ഓഫീസ് കാലിക്കറ്റാണ് ഉള്ളത്. പലരും ദുബായിലും അവിടെ ഇരുന്നൊക്കെയാണ് ചെയ്യണം, മലയാളികളാണെങ്കിലും. ഇല്ല. അതായത് ഞങ്ങള് അതായത് ഇതിന്റെ ട്രേഡിങ്ങിന്റെ ടൂൾസ് മാത്രം ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഫേമാണ്. അതിപ്പോ ടെക്നോളജി വളരുന്നതിനനുസരിച്ച് കൊണ്ട് അതിനെ നമ്മൾ നോക്കുന്നു, അപ്ഡേറ്റ് ചെയ്തു. ടെക്നോളജി ഉണ്ട്, അതായത് ടെക്നോളജി അനുസരിച്ച് അതിനെ മാറി ഞങ്ങൾ MT5 നമുക്കും അതായത് സോഫ്റ്റ്വെയർസ് നമ്മൾ കൊടുത്തുകൊണ്ടുണ്ടായിരുന്നു. അത് നമ്മൾ നിർത്തിയതാണ്. അതായത് അത് കൊടുക്കാനുള്ള റീസൺ നമുക്ക് ഈ ട്രേഡിംഗിലേക്ക് ആക്സസ് കിട്ടാനുള്ള ഒരു ടൈം പീരീഡ് ഉണ്ടായിരുന്നു. ഈ ട്രേഡിംഗിലേക്ക് പെട്ടെന്ന് ഒരു ആക്സസ് പോസിബിൾ അല്ല, അതിന്റെ ഒരു ടൈം പീരീഡ് ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് MT5 നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെ ഇപ്പൊ നമ്മള് ഇപ്പൊ എന്റെ അനുഭവം വെച്ചിട്ടേ പല ആളുകളും പല രീതിയിലും നമ്മളിപ്പോ ട്രേഡ് ചെയ്യും, എങ്ങനെയൊക്കെ ഒരു നമ്പർ കിട്ടി നമ്മളെ വിളിക്കും, അത് ചെയ്യാം ഇത് ചെയ്യാം, അങ്ങനെ കുറെ കാശ് പോയിരിക്കുന്ന ആൾക്കാരാ. പിന്നെന്താ വെച്ചാ ഇതിലിപ്പോ നിങ്ങളെ സംബന്ധിച്ച് നമുക്കൊരു പ്ലസ് പോയിന്റ് എന്ന് പറയാൻ, നിങ്ങളിപ്പോ നിങ്ങളുടെ ഇത് വാങ്ങി ചെയ്തിട്ട് ഒന്നും അറിയില്ല, ആകെ ട്രേഡിംഗ് വ്യൂല് ആക്സസ് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് വലിയൊരു സംഭവമാണ്. അതെനിക്ക് തോന്നി. അതങ്ങനെ ഒരു എളുപ്പമല്ലാന്ന് ഞാൻ എന്റെ ഒരു അറിവുണ്ട്. അത് മാത്രമല്ല 5 മിനിറ്റും 15 മിനിറ്റ്സും ട്രേഡ്സ് വരുന്നുണ്ടല്ലോ. അപ്പൊ ഓൾറെഡി ഇത് രണ്ടിനും കൂടെ ഒരു ഡെയിലി ഒരു 3 ട്രേഡ്സേ കിട്ടുന്നുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് 5 മിനിറ്റ്സ് 15 മിനിറ്റ്സും ട്രേഡ്സ് എടുക്കാൻ പറ്റൂ. ഇതിന് രണ്ട് നമ്പേഴ്സ് അല്ലേ വരുന്നത്. അപ്പൊ നിങ്ങൾ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് പറയുന്നത് ഏതാ, 5 ആണോ 15 മിനിറ്റ്സ് ആണോ? ഞാൻ എടുക്കുന്നത് പറയാം, ഞാൻ 5 മിനിറ്റ്സിലാണ്. ചില ആൾ 50 മിനിറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്ത ആൾക്കാരുണ്ട്. അതായത് ഓരോ ആൾക്കാരും അതായത് ഓരോ ടൈം ഫ്രെയിമിൽ കണ്ടിന്യൂ, ചില ആളെന്നോട് പറയലുണ്ട്, എനിക്ക് 50 മിനിറ്റ് ഞാൻ അതിലാണ് ഇത്രയും നാൾ ഇതാക്കി വന്നത്, പെട്ടെന്ന് 5 മിനിറ്റിലേക്ക് അവർ ഇതാക്കാനും പറ്റൂല. അപ്പൊ ഞാൻ പേഴ്സണലി എടുക്കൽ 5 മിനിറ്റിൽ മാത്രമാണ്. സ്റ്റോപ്പ് ലോസ് ചെറുതായിരിക്കും 5 മിനിറ്റ്സ് അല്ലേ? അതായത് ഞാൻ പറയുന്നത് നിങ്ങൾ 5 മിനിറ്റിൽ എടുത്താൽ മതി. അതായത് എല്ലാവർക്കും വേണ്ടത് ഒരു ഷോർട്ട് ടൈം സ്കാൽപ്പിംഗ് ആണ് എല്ലാവരും ഇതാക്കുന്നത്. അപ്പൊ 5 മിനിറ്റ് ആണ് ഏറ്റവും അനുയോജ്യമായത്. ഒരു സംശയം കൂടെ. പിന്നെ നമുക്കിപ്പോ നമ്മൾ പറയുന്ന പോലെ മാർക്കറ്റ് എഴുന്നേറ്റ് വരുന്ന സമയത്ത് മാർക്കറ്റ് വരണമെന്നില്ലല്ലോ. ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് മിസ്സായി പോയി കഴിഞ്ഞാൽ അന്ന് നമ്മള് മനസ്സുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യണം ഇന്ന് ട്രേഡ് ഇല്ല എന്നല്ലേ? അതാ ഞാൻ ചോദിച്ചത്, എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ ഇല്ല, അത് അക്സെപ്റ്റ് ചെയ്താൽ മതി. അതായത് ഞാൻ പറഞ്ഞില്ല, അതായത് ആ ഒരു സാധനം നിങ്ങൾക്ക് എന്തായാലും റിക്കവറി ആയിട്ട് വരും. ചില ദിവസം 2 ട്രേഡിൽ വരും, റാലി ആയിട്ട് വരും. കണക്ക് എപ്പോഴും എങ്ങനെയാണ്. ചില ദിവസം നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് 2 ട്രേഡ്, അതായത് ഇന്ന് തന്നെ പറഞ്ഞത്, ഇന്ന് ഓൾറെഡി വൈകുന്നേരം ഒരു നല്ലൊരു ട്രേഡ് കംപ്ലീറ്റ് ആയി, ഇന്ന് നൈറ്റ് ഒരു ട്രേഡ് കംപ്ലീറ്റ് ആയി, ഒരു 4 hours നല്ല 2 ട്രേഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതങ്ങനെയാണ്. പക്ഷേ നമുക്ക് ഇന്ന് ട്രേഡിൽ നിന്ന് നാളെ നമുക്ക് അതിന്റെ അത് റിക്കവറി ആയി വരും. ചില മാർക്കറ്റിനെ, അതായത് പല ആൾക്കാരും പറയുന്നുണ്ട്, അതായത് ഈ മോർണിംഗ് നല്ല മാർക്കറ്റാണ്, ആ ടൈമിന് എപ്പോഴും നല്ലതാണ്, ഈവനിങ് നല്ലത്. ഞാൻ മനസ്സിലാക്കിയ സാധനം അതായത് 24/7 ഉണ്ടെങ്കിലും, അതായത് ഇപ്പം ഇവിടെ രാത്രിയാകുമ്പോൾ പലയിടത്ത് രാവിലെ ആകുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് മാർക്കറ്റ് എപ്പോഴും ഒരേ കണ്ടീഷൻ
കണ്ടീഷനിൽ പോകണമെങ്കിൽ ലോകത്തെല്ലാവരും ഒരേ ടൈം ആയിരിക്കണം, അത് ഉപയോഗിക്കുന്ന യൂസേഴ്സ് ഒരേപോലെ ആയിരിക്കണം. നമ്മളിപ്പോ ഇവിടെ ഉറങ്ങുന്ന സമയം പലയിടത്തും എന്താണ് രാവിലെ ആയി തുടങ്ങിയാണ്. യെസ്, അപ്പം അത് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ന് ഞാൻ കണ്ടെടുത്തോളം അതായത് ഇതുവരെ എനക്കുണ്ടായ ഒരു ഇതിലെന്ന് പറഞ്ഞാൽ അതായത് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ട്രേഡിലെങ്കിൽ നിങ്ങൾ അതൊന്നാക്കുക അവിടെ അക്സെപ്റ്റ് ചെയ്യുന്നു വേണ്ട, ഇതില്ല, നമുക്ക് നോക്കാം. ആ ഒരു ബിഹേവിയർ ആണ് എപ്പോഴും അതായത് നമുക്ക് ഏറ്റവും നല്ലത്. അതായത് നമുക്ക് വിട്ടുവീഴ്ച നമ്മൾ കൊടുക്കാൻ റെഡി ആയിരിക്കണം. അതായത് ഓക്കെ ഇന്ന് കുഴപ്പമില്ല, നാളെ ഇത് ചെയ്യാം, അതായത് ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വരണം. അത് ഇന്നില്ലാത്തതിന്റെ പേരിൽ നമ്മൾ ഒരിക്കലും ആയിക്കൂടാ, അത് നമ്മൾ ആ ഒരു വെറിയിലേക്ക് പോയിക്കൂടാ. നമുക്ക് ഇന്ന് ട്രേഡ് കിട്ടിയിട്ടില്ല, അതൊരു പ്രശ്നം, ഇത് വേണ്ട. ഇന്നില്ലെങ്കിൽ നാളെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു ചെറിയൊരു ടൈം പീരീഡ് ഇത് പറഞ്ഞത്, അതായത് 30 ദിവസം കൊണ്ട് നിങ്ങൾ ഒരു മാസം കൊണ്ട് ട്രേഡ്, അപ്പോൾ ഒരു മാസം നിങ്ങൾക്ക് ഓക്കെ 2, 3, 4 ട്രേഡ് ഇത് ഇല്ലെങ്കിൽ ഓക്കെ ഒരു 5 ദിവസം കൂടി എക്സ്ട്രാ ഇതാക്കിയാൽ മതി. ഇതിലേക്ക് ഹാലിയിലേക്ക് കൊണ്ടുവന്നാൽ മതി. നമുക്ക് സമയം കൂട്ടാം, അതായത് ദിവസങ്ങൾ കൂട്ടിയിട്ട് 30 ആക്കാം. 35 ദിവസം എടുത്തിട്ട് നിങ്ങൾ 30ന്റെ പ്രോഫിറ്റ് എടുത്താൽ മതി. പിന്നെ ഒരു ഡൗട്ട്, നമ്മൾ ട്രേഡ് എടുക്കുമ്പോഴേ ഇപ്പൊ ഗോൾഡ് ഒക്കെ ആണെങ്കിൽ 0.0123 ആണല്ലോ നമ്മൾ ബേസ് എടുക്കാറ്. അങ്ങനെ വരുമ്പോ അതില് ഇപ്പൊ 3 ലോട്ട് 4 ലോട്ടൊക്കെ ആയിട്ട് എടുത്തിട്ട് ഓരോന്ന് ക്ലോസ് ചെയ്ത് ചെയ്യലുണ്ട്. അങ്ങനെ ഇപ്പൊ 4 പ്രോഫിറ്റ് 4 TP നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ഫസ്റ്റ് TP വരുമ്പോ ഒരെണ്ണം ക്ലോസ് ചെയ്ത് അടുത്തത് ക്ലോസ് ചെയ്ത് അങ്ങനെ പോകുമ്പോ നമുക്കൊരു ലോസ് കുറയും. അല്ല സൈസ് സെയിം, സൈസ് ഓക്കെ 0.01. അതിലൊരു 0.4 എടുത്തു നമ്മള്. നിങ്ങളുടെ സിഗ്നല് വരുമ്പോ 0.4 എടുത്തു. ഫസ്റ്റ് TPയില് 1 ലോട്ട് ക്ലോസ് ചെയ്തു, സെക്കൻഡ് TPയിൽ 2ാമത് ക്ലോസ് ചെയ്തു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യാസം ഉണ്ടോന്ന് അറിയാനാ. അതന്നെ, നിങ്ങളിപ്പോ ഒരു ട്രേഡ് എടുക്കുന്ന സമയം ഒന്നാക്കുക, ഓരോ TPക്കും അതായത് SL കീപ്പ് ചെയ്ത് വരാം. നിങ്ങൾ സെറ്റ് 4 TP, അപ്പൊ ടാർഗറ്റ് 1 എത്തി, അതിന് നേരെ തൊട്ട് ചെറിയ താഴേക്ക് പോയിന്റ് വരുമ്പോഴത്തേക്ക് മാർക്കറ്റ് ക്ലോസ് ആവും. ചെറിയ ലോസ് ഇല്ല അവിടെ, ചെറിയ ലോസിലാണ്. അതായത് ഇപ്പൊ നിങ്ങളിപ്പോ 25 എന്നാക്കുന്നു TP സെറ്റ് ചെയ്യുന്നു, 24 ഇതിന്റെ SL ഉണ്ടാവില്ല, ചെറിയ ഇത് മതി. മാർക്കറ്റ് നമുക്ക് എപ്പോഴും നമ്മൾ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കേണ്ടത് പ്രോഫിറ്റ് സെക്യൂർ ചെയ്യാനാണ്. ഒരു സംശയം കൂടെ, ഇപ്പൊ TP2 വരുമ്പോ 3 വരുമ്പം ഈ സ്റ്റോപ്പ് ലോസ് ചേഞ്ച് ആവുമോ, അതോ കൺസ്റ്റന്റ് ആയിട്ട് ഒറ്റ സ്റ്റോപ്പ് ലോസ് മാത്രമേ വരത്തുള്ളൂ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും TP4 ആവുമ്പോഴും? അത് നമുക്ക് പിന്നെ ഓരോ ബ്രോക്കേഴ്സിന്റെ രീതിയാണ്. ബിനാൻസ് പോലത്തെ ബ്രോക്കേഴ്സിലൊക്കെ നമുക്ക് 4 ഇത് ഒരുമിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ചോദിക്കുന്ന സ്റ്റോപ്പ് ലോസ് ഡൈനാമിക് ആയിരിക്കുമെന്ന്, ചേഞ്ച് ആയിരിക്കുമെന്ന്. അത് നമ്മുടെ ഈ സോഫ്റ്റ്വെയർ വെച്ച് ഞാൻ അത് TP1 ഒരു സ്റ്റോപ്പ് ലോസ്, TP2 ഒരു സ്റ്റോപ്പ് ലോസ്, TP3 അല്ലാതെ ഒറ്റ സ്റ്റോപ്പ് ലോസ് മാത്രമേ ഉള്ളൂ ഈ TP4 വരെ. അതാണോ ഞാൻ ചോദിക്കുന്നത്, ഡൈനാമിക് ആണോ ചേഞ്ച് ചെയ്ത് വരുന്നതാണോ? 4 സ്റ്റോപ്പ് ലോസ് വരും ടോട്ടലി. സ്റ്റോപ്പ് ലോസ് ഓരോന്നിനും വരും. TP2 അടിക്കുമ്പോൾ അപ്പം TP സ്റ്റോപ്പ് ലോസ് ചേഞ്ച് ആവും, TP3 വരുമ്പോൾ സ്റ്റോപ്പ് ലോസ് ചേഞ്ച് ആവും അല്ലേ? അതായത് നിങ്ങൾ TP1 എത്തുമ്പോൾ അവിടെ ചേഞ്ച് ആയി, പിന്നെ അവിടെ ഓട്ടോമാറ്റിക് അപ്പൊ SL മാറി കാണിക്കൂല്ലേ, നമ്മൾക്ക് കാണിക്കും. അതായത് TP1 എത്തി കഴിഞ്ഞാൽ പിന്നെ TP1 മുതൽ അങ്ങോട്ടേക്കാണ് നിങ്ങളെ മാർക്കറ്റ് നടക്കുന്നത്, കളി നടക്കുന്നത്. ഓക്കെ നിങ്ങളെ എൻട്രി എവിടെയായി? TP1 അടുത്തായി. അതായത് അവിടെ വരെ പ്രോഫിറ്റ് ഓൾറെഡി കിട്ടി. നമ്മളെ SL കീപ്പ് ചെയ്ത് പോയാൽ മതി. അപ്പൊ ലോട്ട് കൂട്ടണേല് കാര്യമില്ല. അപ്പൊ ഇല്ല, പിന്നെ അവിടുന്ന് കളി വരുന്നത് TP1 മുതൽ TP2 വരെയാണ്. TP2 ആയി കഴിഞ്ഞാൽ 2 ആവുമ്പോ SL വീണ്ടും മാറും. അതായത് 2 ആവുമ്പോ പിന്നെ നിങ്ങളുടെ മാർക്കറ്റ് 2 മുതൽ തുടങ്ങുന്നത് പുതിയ മാർക്കറ്റ്. ഓക്കെ അപ്പൊ 2ന്റെ SL ആയിരിക്കും. അപ്പൊ ചിലപ്പം പ്രോഫിറ്റിലായിരിക്കും SL വന്ന് നിൽക്കുന്നുണ്ടാവുക. 2 വരെയുള്ള പ്രോഫിറ്റ് കിട്ടി, SL ഒക്കെ അവിടെ നിന്ന് മാറി, ബ്രേക്ക് ഈവൻ ആയിരിക്കും അല്ലേ? അതായത് ഇങ്ങനെയാണ് അതായത് പ്രോഫിറ്റ് സെക്യൂർ ചെയ്ത് പോകേണ്ടത്. അതായത് അങ്ങനെ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് സെക്യൂർ ചെയ്യാൻ പറ്റൂ. അതല്ലാതെ നമ്മൾ TP4 വരെ അതായത് ടാർഗറ്റ്
നമ്മളെന്നാക്കും നമുക്ക് TP4 തന്നെ വേണം ദൃഢനിശ്ചയം എടുത്താൽ അത് ദൃഢനിശ്ചയത്തിൽ നമ്മൾ ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട് അടിക്കുന്ന കാണുകയും ചെയ്യും. ഓക്കെ അതാണ് പ്രശ്നം. പല ആൾക്കാരുടെ അനുഭവം അതായത് ഞാൻ കേട്ടത് അതായത് $100 പ്രോഫിറ്റിൽ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, അത് കുറച്ചും കൂടി പോയാൽ കംപ്ലീറ്റ് ആവും. ഇത് $120 കിട്ടും. ആ $20 $100 കൊണ്ടായിരുന്നു കളയുന്നത്. അത് ശരിയാ. നമ്മൾ പിന്നെ $100 പ്രോഫിറ്റ് ആയി 80 ആകുമ്പോ ക്ലോസ് ചെയ്യാൻ മടിയാ. നേരത്തെ 100 ആയതല്ലേ എന്നുള്ളൊരു സംഭവം. 10 പറയുമ്പോ നമുക്ക് കിട്ടിയ കാശല്ലേ, നമ്മുടെ കാശല്ലേ അവിടെ കിടക്കണം, അത് നീ കളയണ എന്നുള്ളൊരു ചിന്ത നമ്മളെ വരും. എപ്പോഴും ചിന്തിക്കേണ്ടത് കിട്ടുന്നത് ഒന്നാണെങ്കിലും അതിനെ സെക്യൂർ ചെയ്യാം. പ്രോഫിറ്റ് ആണെങ്കിൽ അത് മതി അല്ലേ? അതിനെ സേഫ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ തിയറിയൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന തിയറി. അതായത് നിങ്ങളൊരു $100 ക്യാപിറ്റൽ വെച്ചിട്ട് ഡെയിലി $1 പ്രോഫിറ്റിൽ നിങ്ങൾ 1 ലക്ഷം ട്രേഡ് എടുത്തോ, അത് നല്ലതേ ജനറേറ്റ് ആവും. ഓക്കെ, ഞാന് നിങ്ങൾ ഈ പറഞ്ഞ ഒരു സംവിധാനം കറക്റ്റ് ആണ് കേട്ടോ. ഞാനേ കുറെ നാൾ ട്രേഡ് കഴിഞ്ഞിട്ട് ഒരാൾ എന്നെ വിളിച്ച് ചെയ്ത ഒരു കാര്യമാണ്. ഞാൻ ഈ ഏപ്രിൽ 30 സ്റ്റാർട്ട് ചെയ്ത ട്രേഡാണ്. 10,000 രൂപയാണ് ആകെ ഞാൻ ഇട്ടേക്കണത് കേട്ടാ. അവര് വിളിച്ച് നമുക്ക് ഡെയിലി ഫോറക്സ് ആണ്, അവര് ഡെയിലി നമുക്ക് കോള് തരും. കോള് തന്നിട്ട് അവര് സ്റ്റോപ്പ് ലോസ് ഇല്ല, ടാർഗറ്റ് മാത്രം. ഇന്ന് വരെ ഞാൻ ചെയ്തിട്ട് 10,000 രൂപ ഇന്ന് വരെ ഇന്നിപ്പോ 13 എന്റെ പ്രോഫിറ്റ് $20. ഒരു 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 25 28 ട്രേഡ് എടുത്തിട്ടുണ്ട്. 28 ട്രേഡിൽ അവര് പറഞ്ഞ ട്രേഡ് ഫുള്ള് പ്രോഫിറ്റ് അടിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അതാണ് അവര് കീപ്പിന് 10,000 രൂപ വെച്ചിട്ട് 0.1 വെച്ചിട്ട് ചെയ്യുന്നത്. ഞാനെന്ന് വെച്ചാൽ നമ്മളത് പൈസ അത് കിട്ടാൻ വേണ്ടിട്ടല്ല, അവര് ഇങ്ങനെ ആക്യുറസി പറഞ്ഞപ്പോ എന്നാ ചെയ്യാം, ഞാൻ പോട്ടെ എന്റെ പൈസ പൊക്കോട്ടെ എന്ന് വെച്ചിട്ട് ടീമായിട്ട് ചെയ്തതാ. അപ്പൊ അധികം പൈസ ഒന്നും ഇട്ടിട്ടില്ല, ആകെ 10,000 രൂപ ഇട്ടേക്കണം. 9,990 രൂപയാണ് ഇട്ടേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ഇത്ര നാള് ചെയ്തിട്ട് എനിക്ക് ഒറ്റ ട്രേഡ് പോലും ലോസ് ആയിട്ടില്ലേ. ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടിരിക്കുക. ഇതിൽ വേണ്ടുന്ന സിസ്റ്റം പിന്നെ നിങ്ങൾ ഒരിക്കലും SL കീപ്പ് ചെയ്യാതെ നിങ്ങൾ ഒരിക്കലും ചെയ്യണ്ടെന്നാണ് എപ്പോൾ പറയുന്നത്. അല്ല അതൊക്കെ എനിക്കും അറിയാം, ഞാൻ ഈ ഇത്രയും നാളായിട്ട് അങ്ങനെ ചെയ്തേക്കുന്നത്. പക്ഷെ അവര് പറഞ്ഞു ഞാനിപ്പോ 2 ആഴ്ച കറക്റ്റ് ചെയ്യുന്നു. എന്തോ എങ്ങനെ പോയിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം സിസ്റ്റം പ്രോപ്പർ ആയി കഴിഞ്ഞാൽ അത് ബാക്കിയെല്ലാം നമ്മൾ കൺട്രോളിലേക്ക് വരും. സിസ്റ്റം ആദ്യം പ്രോപ്പർ, അതായത് ചില നമ്മൾ കോംപ്രമൈസ് ചെയ്യണം, അത് നമ്മൾ മാറ്റി വരും. നമ്മളെ ഭാഗത്തിലെ മിസ്റ്റേക്ക് ആണ് നമ്മൾ മാറ്റാം. അതാണ് നമ്മുടെ ഫണ്ട്, നിങ്ങൾ പറഞ്ഞില്ലേ ഫണ്ട് മാനേജ്മെന്റ് ആണ് ഇതിന്റെ ഏറ്റവും ബേസ്. എന്താണെന്ന് വെച്ചാൽ $100 അത്യാവശ്യം ഞാൻ ഇട്ടിട്ട് $10 വരെ ലോസ് മാക്സിമം ഇതില് $12 വരെ ഒക്കെ കാണിച്ചിട്ടുണ്ട്. എന്നാലും നമുക്കത് പ്രശ്നമല്ല. അതാണ് അവരുടെ പ്രോഫിറ്റ് മാക്സിമം $1 ഒക്കെ ഉള്ളൂ, മാക്സിമം 1 അല്ലെങ്കിൽ 0.75. അപ്പൊ അതുകൊണ്ടാണ് സ്റ്റോപ്പ് ലോസ് വേണ്ടാന്നുള്ളൊരു കൺസെപ്റ്റ്. അത് അല്ല, നേരെ മറിച്ച് നമ്മള് 0.1 എടുത്തതിന് പകരം 0.10 എടുത്തതെന്ന് വെച്ചാൽ കാശ് അടിച്ചു പോവും. അതാ ഞാനപ്പോ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ, അറിയാൻ വേണ്ടിട്ട്. എപ്പോഴും പൈസ നമ്മുടെ എത്ര രൂപയ്ക്കുള്ള കളികളാണ് ചെയ്യാൻ പാടുള്ളൂ, അത് വെച്ചിട്ടുള്ള വിട്ടു പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ. ഇതൊക്കെ അറിഞ്ഞാൽ പോലും നമ്മൾക്ക് ഒറ്റയ്ക്ക് ചെയ്യുമ്പോ അതൊന്നും പിടുത്തം കിട്ടില്ല, പോവും. അതാണ് നിങ്ങൾ പറഞ്ഞത്. നമ്മുടെ ഈ സിസ്റ്റം വെച്ച്, ഈ ഇൻഡിക്കേറ്റർ വെച്ച് ഒരു ഏതെങ്കിലും മന്ത് മാക്സിമം ഡ്രോ ഡൗൺ എത്ര പെർസെന്റ് ഉണ്ട്? അതായത് ലോസ് വന്നിട്ടില്ല. അതായത് നമ്മൾ ട്രേഡിംഗ് ഒരിക്കലും പ്രോഫിറ്റ് തന്നെ ആയിരിക്കും, ലോസ് ഉണ്ടാകാൻ സാധ്യത ഉണ്ടല്ലോ.
അങ്ങനല്ല ഞാൻ മന്ത്ലി, അതായത് ഇത്ര ഒരു ദിവസം, ഒരു ഡേ സെറ്റ് ഓഫ് ഡേയ്സ്, അതായത് ഒരു 10 ദിവസം 20 ദിവസവും 30 ദിവസം. ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ കഴിഞ്ഞ ഒരു 5-6 ദിവസത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് ഉണ്ടായ ലോസ് 2 ലോസാണ്. എനിക്ക് ഉണ്ടായ ലോസ് 2 പക്ഷെ ഡേറ്റ് കൂട്ടി പറഞ്ഞാൽ ഒരു 30 ദിവസത്തിൽ വന്നിട്ടുള്ള ലോസ് എത്രയാണ് മാക്സിമം? 30 ദിവസം ഞാൻ പറഞ്ഞുതരാം. അതായത് നിലവിൽ ഇപ്പൊ ഇന്നത്തെ വിന്നിംഗ് റേഷ്യോ ഒരു 17 കൂട്ടാം മൊത്തത്തിൽ. അതായത് കഴിഞ്ഞ ഒരു മാസമായിട്ട് മാർക്കറ്റിൽ അതായത് 65-ന്റെ താഴേക്ക് 68-65 താഴേക്ക് ഒരിക്കലും പോയിട്ടില്ല. അതായത് അതായത് നിങ്ങൾ ഞാൻ കണ്ടെടുത്തോളം 10 ട്രേഡ് എടുത്താൽ അതിൽ 7 അതായത് ടി പി തന്നെയാണ്. അത് ടി പി എന്ന് പറഞ്ഞാൽ ചില ടി പി 1 ഉള്ളതുണ്ടാവും, ടി പി 2 ഉള്ളതുണ്ടാവും, ടി പി 3 ഉള്ളതുണ്ടാവും, ടി പി 4 ഉള്ളതുണ്ടാവും. ഡിപ്പെൻസ് ഓൺ മാർക്കറ്റ്. എല്ലാം ടി പി 4 ആവില്ല. അല്ല, മന്ത്ലി നമ്മൾ നോക്കുമ്പോഴേ ഏതെങ്കിലും മാസം നമുക്ക് ലോസ് വന്നിട്ടുണ്ടോ എന്നുള്ള ഒരു അറിവ്. അതായത് ലോസിന് എന്ന് പറഞ്ഞാൽ ഇതുവരെ അതായത് അല്ല, ലോസ് എസ് എൽ അടിക്കും മന്ത്ലി നമ്മൾ നോക്കുമ്പോ നമ്മൾക്ക് ആ മാസം ലോസ് വരുമെന്നാണ് ആള് ചോദിച്ചത് അല്ലേ? ഇല്ല. അതാണ് ആള് ചോദിച്ചെന്ന് തോന്നുന്നു. ഓവറോൾ പ്രോഫിറ്റ് ലോസ് ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, എസ് എൽ എന്തായാലും സ്വാഭാവികമാണ്, നമ്മൾക്ക് ഓക്കെയാണ്. ഈ ഓവറോൾ ലോസ് വരാത്തതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സിസ്റ്റം കൊടുക്കലുണ്ട്, സിസ്റ്റം ഫോളോ അപ്പ് ചെയ്യുന്നതാണ്. അതാണ് കാര്യം. കറക്റ്റ് ആ ട്രേഡ് എടുക്കുന്ന ലോട്ട് സൈസും കാര്യങ്ങളും കറക്റ്റ് തന്നെ ആയിരിക്കും അല്ലേ? നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയം ബ്രോക്കർ ഞാൻ വെരിഫൈ ചെയ്യും കാര്യങ്ങൾ. നിങ്ങൾ ഏത് ബ്രോക്കർ നിങ്ങൾ എടുത്താലും അതിന്റെ ബാക്ക് എൻഡ് എടുത്ത് നിങ്ങൾ മുന്നിൽ തരും. നിങ്ങൾ പേഴ്സണൽ അത് 1-to-1 ആയിട്ടായിരിക്കും. അതായത് കോമൺലി ഞാനത് എല്ലാവരും ഒരുമിച്ച് ബ്രോക്കറിന്റെ കാര്യം ഡിസ്കസ് ചെയ്യൂല. നിങ്ങളിപ്പോൾ ഏത് ബ്രോക്കറാണെന്ന് ആയിക്കോട്ടെ നിങ്ങൾ ചെയ്യുന്നത്, അത് ഞാൻ 1-to-1 ആയിട്ടായിരിക്കും. അതിന്റെ നിങ്ങളെ ബ്രോക്കറിന്റെ ബാക്ക് എൻഡ് തന്നു കഴിഞ്ഞാൽ അതിന്റെ മുഴുവൻ ഡാറ്റാസും ഡീറ്റെയിലും എനിക്ക് എടുക്കാൻ പറ്റും, ഞാൻ തരുകയും ചെയ്യും. ഞാൻ ക്രിപ്റ്റോ ചെയ്യാറുള്ളത് ഡെൽറ്റയിലാണ്. ഡെൽറ്റ അതൊക്കെ പാസ്സാ. കോമൺലി കുറെ ആൾക്കാർ കുറെ ഇതിൽ ചെയ്യുന്നുണ്ടാവും, അവരുടെ ഫണ്ട് അതിലുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. അത് വന്നു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി അതിന്റെ എന്താണ് പേര് അയച്ച് ഡീറ്റെയിൽ അയച്ചു തന്നാൽ ഞാൻ അതിന്റെ ബാക്ക് എൻഡ് എടുത്ത് ഞാൻ തരും. അതിനെനിക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ബാക്ക് എൻഡിലാണ്. അതായത് മാർക്കറ്റ് എല്ലാവരും നോക്കുന്നത് അതിന്റെ ഭംഗിയും അതിന്റെ ഡിസൈൻസും അതിന്റെ ആ ഫ്രണ്ട് എൻഡ് ആണ്. ഞാൻ ഇതുവരെ നോക്കാൻ തുടങ്ങിയത് ഓരോ സോഫ്റ്റ്വെയർസിന്റെയും അതിന്റെ ബാക്കിൽ എന്തൊക്കെയാണ് വർക്കുകൾ നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിന് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് വെക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് ഇന്ന് ബ്രോക്കർ അതേപോലെ നമ്മൾ സിസ്റ്റം ഫോളോ അപ്പ് ചെയ്യേണ്ട ഒരു ബ്ലൂ പ്രിന്റ് നിങ്ങൾക്ക് തരും. അത് നിങ്ങൾ ആ ഡെയിലിന്റെ ഒരു അപ്ഡേഷൻ നമുക്ക് കിട്ടണം. അതായത് ഒരാൾ നന്നാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൂടെ കൂടി ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ കുറച്ച് കൺസേൺസ് ആണ്. നെക്സ്റ്റ് എന്തെങ്കിലും കാര്യങ്ങൾ, നമ്മൾ കുറെ ആൾക്കാരുണ്ട് ഇതില് സൈലന്റ് ആയിട്ട്, ആകെ 2 ആൾക്കാരാണ് ഇപ്പം ഇതില്. ഓക്കെ, ബാക്കി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും കാര്യങ്ങൾ. നല്ല കോൺവെക്കേഷൻ ആയിട്ടുണ്ട്. അതായത് എല്ലാവർക്കും അതായത് കാര്യങ്ങളും ഇതായിട്ടുണ്ട്. അതായത് 2 ആൾക്കാർ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും അതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റി, മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ ചോദിക്കുമ്പോ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളാവും പലതും നമ്മൾ ചോദിക്കുന്നുണ്ടാവും. അതാവും പറയാണ്ടിരിക്കും. നല്ല കോൺവെക്കേഷൻ ആണ്, ഓപ്പൺ കോൺവെക്കേഷൻ ആണ്, നല്ലൊരു കോൺവെക്കേഷൻ ആണ് ഇതുവരെ നടന്നിട്ടുള്ളത്. അതായത് ഇതുവരെ നടന്ന സെക്ഷനുകളിലെ ഏറ്റവും നല്ലൊരു കോൺവെക്കേഷൻ സെക്ഷൻ ആണ് ഇത്. പലകിലും ആൾക്കാർ ചോദ്യങ്ങൾ, നമുക്ക് എപ്പോഴും ചോദ്യങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മാത്രമേ കാര്യങ്ങൾ അതിന് ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എപ്പോഴും ലെസൺ ചെയ്തത്. അതെന്താന്നറിയോ? ചോദ്യം കൂടുതൽ പറ്റിക്കപ്പെട്ട ആൾക്കാർ ഇതിലെ വന്നേക്കണത്. അതാ പല ആളുകളെ പലതരത്തിൽ കാശ് പോയ ആളുകൾ കൂടുതൽ ജ്ഞാനവാദ കൂടുതൽ ചോദിക്കണേ. ഇല്ല, അതായത് റീസെന്റ് അതായത് തൃശ്ശൂർ ക്ലയന്റ് ആയിരുന്നു. ആള് 40 ലക്ഷത്തിന്റെ അടുത്താണ് ആള് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട്. നമ്മള് നോക്കുന്ന സ്ഥലം ബ്രോക്കർ ആക്കിയതാണ്, ആളെ ഇതാക്കിയതാണ്. അത് ആള് പറഞ്ഞൊരു ഇതില് ഫണ്ട് ഇട്ടു, കാര്യങ്ങൾ ചെയ്തു. ബ്രോക്കറാണ് അവിടെ നിന്നാക്കിയത്, ആളെ എമൗണ്ട് വാഷ് ഔട്ട് ചെയ്തിട്ടുള്ളത്.
കൊടുത്തു അതിന്റെ ഡാറ്റാസ്. എന്താണ് കാര്യങ്ങൾ ആക്ച്വലി നടന്ന കാര്യങ്ങൾ. അപ്പം ഞാൻ കണ്ടെടുത്തോളം ബ്രോക്കേഴ്സിന്റെ ചതിക്കുഴിയിൽ ഒരിക്കലും പോയി പെടാതിരിക്കുക. ഞാൻ അതായത് പല ബിഗിനേഴ്സ് നമുക്ക് നമ്മൾ സോഫ്റ്റ്വെയർ കൂടെ എടുക്കുമ്പോഴാണ് ആദ്യം അവർക്ക് കൊടുക്കല് നമ്മൾ ആദ്യത്തെ ഒരു മാസം ഇത് വാച്ച് ചെയ്യാൻ പഠിക്കുക. ആദ്യത്തെ ഒരു മാസം ഇത് വാച്ച് ചെയ്യാൻ പഠിക്കുക. ഏതാണ് കോയിൻ ഏതാണ് അത് വാച്ച് ചെയ്യുക. നിങ്ങൾ മാർക്കറ്റിനെ വാച്ച് ചെയ്യുകയും ചെയ്തോളൂ, വേറെ ഒന്നും ചെയ്തുകൂടാ. റിയലിലേക്ക് എത്തിങ്ങൾ ഒറിജിനൽ അക്കൗണ്ടിലേക്ക് എമൗണ്ട് ഇട്ട് തുടങ്ങണം. അത് ആദ്യം ഒരു മാസത്തിനുള്ള വാച്ചിങ്ങിന്റെ ഇത് എനിക്ക് ഇങ്ങോട്ട് ഫീഡ്ബാക്ക് കിട്ടണം. എനിക്ക് തിരിയും അത്രയൊക്കെ അവിടെ മനസ്സിലാക്കിയ കാര്യങ്ങൾ. അടുത്ത മാസം 2 മാസം കഴിഞ്ഞാൽ ഞാൻ റിയൽ മാർക്കറ്റിലേക്ക് ആളെ എന്നാക്കും ചെയ്യാൻ തന്നെ വിടും. അല്ല അത് ഞാൻ പേഴ്സണലി കൊടുക്കുന്ന അതായത് മെന്റർഷിപ്പ് ഉണ്ട്, അത് അതിൽ ഞാൻ കൊടുക്കുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മൾ ഈ സിസ്റ്റം നമ്മൾ ഫോളോ അപ്പ് ചെയ്യാൻ പഠിക്കണം. സിസ്റ്റം ഫോളോ അപ്പ് ചെയ്യുക. അപ്പം അത് ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടാവും. അതായത് എക്സ്പീരിയൻസ് ഉള്ള ആളായിക്കോട്ടെ നമുക്ക് കുറെ ട്രേഡ് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്നാക്കാം ഒന്ന് സ്റ്റാർട്ടിങ് നന്നാക്കുക, ബിഗിനിങ് മുതൽ ഒന്ന് അതിനെ എന്നാക്കുക റീസ്ട്രക്ചർ ചെയ്യുക തുടങ്ങാം. ഒരു 1 year കൊണ്ട് നിങ്ങൾ എന്നാക്കുക അതിൽ മേക്ക് ചെയ്യാൻ നോക്കുക. നെക്സ്റ്റ് 1 year ആദ്യത്തെ 1 year നിങ്ങൾ ആ ഒരു സ്ട്രക്ചറിൽ മേക്ക് ചെയ്തു. നെക്സ്റ്റ് 1 year എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. അങ്ങനെ നിങ്ങൾ ഒരു പ്ലാൻ ആ രീതിയിൽ മാത്രം സെറ്റ് ചെയ്യുക. അപ്പൊ ആദ്യം നിങ്ങൾക്ക് ആദ്യത്തെ 1 year പ്ലാൻ നമ്മൾ എന്നാക്കും തരും. ഇത് പ്രോപ്പർ ബ്ലൂ പ്രിന്റ് എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ തരുന്നത്. നിങ്ങൾക്ക് മാർക്കറ്റിൽ എവിടെയും നിങ്ങൾക്ക് ആ സിസ്റ്റം കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് ഞാൻ ഇപ്പോഴും പറയാം. ഞാൻ കോൺഫിഡന്റ് ആണ് ആ ഒരു ബ്ലൂ പ്രിന്റിന്റെ മേലെ. അപ്പോ കാര്യങ്ങള് നമുക്ക് നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങളെ സജഷൻ തന്നാൽ നമുക്ക് കാര്യങ്ങൾ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക്സ്. നല്ല ഇൻഫോർമേറ്റീവ് ആയിരുന്നു. പിന്നെ അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ചോദിച്ചോട്ടെ? ഡോണ്ട് ഫീൽ ബാഡ്. താങ്കള് സ്വന്തമായിട്ട് ഇത് വെച്ച് ട്രേഡ് ചെയ്യുന്നുണ്ടോ? പ്രോഫിറ്റബിൾ ആണോ? ഞാൻ ഓൾറെഡി ട്രേഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾറെഡി എന്റെ സിസ്റ്റത്തിലാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. എന്റെ സിസ്റ്റം ഉപയോഗിച്ച് ഞാൻ ഒരു പാറ്റേൺ ഉണ്ട്, അതിലാണ് ഞാൻ പോകുന്നത്. അതിൽ ഞാൻ പ്രോഫിറ്റബിൾ ആണ്. ഈ സിസ്റ്റം തന്നെയല്ലേ അത് ഉദ്ദേശിക്കുന്നത്? ഇത് തന്നെയല്ലേ ഞാൻ ഉപയോഗിക്കുന്ന സിസ്റ്റമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അതല്ലാതെ ഞാൻ ഉപയോഗിക്കുന്ന സിസ്റ്റം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാൻ അത്ര കോൺഫിഡന്റ് ആ സിസ്റ്റത്തിന് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ അതിലേക്ക് അവതരിപ്പിക്കുന്നത് ഞാനായിട്ട് ഉണ്ടാക്കിയ സിസ്റ്റം, എന്റെ സിസ്റ്റം. എനിവേ താങ്ക്സ്. ഇപ്പം ഇതിന് അത്രയും പ്രൈസ് വരുന്നുണ്ടല്ലേ? 25 അല്ലേ? ഓക്കെ. നമുക്ക് ലൈഫ് ടൈമിലേക്കാണ് അതിന്റെ കാര്യങ്ങൾ വരുന്നത്. സബ്സ്ക്രിപ്ഷൻ ബേസ് ഒന്നുമില്ല ഇന്ത്യയില്? ഇല്ല. സബ്സ്ക്രിപ്ഷൻ ബേസിൽ അതായത് നമുക്ക് സബ്സ്ക്രിപ്ഷൻ ബേസിലെല്ലാം ആൾക്കാർ ഇതിപ്പോ ഇതിന്റെ ബാക്ക് എൻഡിൽ നമുക്ക് ഈ രീതിയിൽ സബ്സ്ക്രിപ്ഷൻ ബേസ് വരുമ്പോൾ എമൗണ്ട് വരും. സബ്സ്ക്രിപ്ഷൻ ബേസ് എമൗണ്ട് അതായത് ഇതിൽ അതായത് നമുക്ക് ബാക്കി സബ്സ്ക്രിപ്ഷൻ ബേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ ബാക്കി അത് കുറച്ചും കൂടി കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ഓക്കെ. അല്ല, ഞാൻ ചോദിക്കുന്നത് നമുക്കൊന്ന് ഒരു ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി എന്താ സംഭവം നമുക്കൊന്ന് നോക്കാൻ വേണ്ടി ഒരു സബ്സ്ക്രിപ്ഷൻ ബേസ് ചെയ്ത് ഒരു 1 month അങ്ങനെ വല്ലതും കൊടുക്കതോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത് എവിടെയാണ് മനസ്സിലായി. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇന്റർനാഷണൽ മാർക്കറ്റിൽ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് സബ്സ്ക്രിപ്ഷൻ ബേസ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് എമൗണ്ട് നിങ്ങൾക്ക് തരുന്ന എമൗണ്ടാണ്. $250 അടുത്താണ് വരുന്നത് സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് വരുന്നത്. ഇന്റർനാഷണൽ ഡോളറിലാണ് വരുന്നത്. വെച്ചാല് നിങ്ങൾക്കറിയായിരിക്കും ട്രേഡേഴ്സിന് $250 എന്ന് പറയുന്നത് അതൊരു എമൗണ്ട് അല്ല അവർക്ക് ഇന്റർനാഷണൽ മാർക്കറ്റിൽ. അതല്ല, ഒരു എമൗണ്ട് അല്ല. ശരിയാ. അപ്പൊ അതാണ് അതിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. എന്തായാലും നിങ്ങൾക്ക് അതായത് നിങ്ങളെ കാര്യങ്ങളൊന്നും നിങ്ങൾ കാര്യങ്ങളൊന്നും നിങ്ങൾ ആലോചിക്കുക, കാര്യങ്ങൾ എന്താണെന്ന് ഡിസ്കസ് ചെയ്യുക. നിങ്ങളെ ഇതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന നമ്മുടെ ടീം തന്നെയാണ്. അപ്പൊ ടീമിനോട് അവരോട് കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യുക, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. അവർക്കൊരു അതിനൊരു അപ്ഡേഷൻ കൊടുത്താൽ മതി. നിങ്ങളെ ഓരോ ആൾക്കാരും ഇതിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ച നമ്മുടെ ടീം തന്നെയാണ്. അപ്പൊ അവർക്ക് അതിന്റെ നോക്കിയാൽ നിങ്ങൾ അതിന്റെ ഒരു അപ്ഡേഷൻ കൊടുത്താൽ മതി എങ്ങനെയാണെന്നുള്ളത്. ഇനി എന്തെങ്കിലും കൂടുതൽ ഡൗട്ടുകൾ നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ അവരോട് പറഞ്ഞ് ജസ്റ്റ് എന്നെ ഒന്ന് കണക്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി. 1-to-1 ആയിട്ട് അവരെന്താക്കും എന്നെ കണക്ട് ചെയ്യും. നിങ്ങൾക്ക് ഇനിയും കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ. ഓക്കെ, എനിക്ക് ഏകദേശം ക്ലിയർ ആണ്. പിന്നെ ഒരു സംശയം അവസാനം നമുക്ക് പരിചയപ്പെടാൻ പറ്റില്ല. പേരെങ്ങനായിരുന്നു?
ആ എന്റെ ഞാനത് പേര് ചോദിച്ചു. വരുന്നത് വസീം എന്നാണ് എന്റെ പേര് വരുന്നത്. വസീം. ഓ ശരി, ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക്സ്. നിങ്ങൾ ഞാനത് ചോദിക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു. ഓക്കെ. ഓക്കെ, നിങ്ങളെല്ലാവരുടെ പേരും ഇവിടെ ഓൾറെഡി എനിക്ക് മെൻഷൻ ആണ്. ജോസ്, രമേശ്, എല്ലാവരും. എവിടെയാണ് സ്ഥലം, എവിടെയാണ് വരുന്നത്? ഞാൻ കോട്ടയം ചങ്ങനാശ്ശേരി. കോട്ടയം. നമ്മളെ ഞാന് തൃശ്ശൂരാണ്. തൃശ്ശൂര് കൊടകര. തൃശ്ശൂരാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ കാലിക്കറ്റ് തന്നെയാണ്. ഇത് ഇന്ത്യൻ മാർക്കറ്റിലെല്ലാം വർക്ക് ചെയ്യുന്ന സംഭവം അല്ലേ? ഇന്ത്യൻ മാർക്കറ്റ് വർക്കിംഗ് ആണ്. അല്ല, ഒരു സംശയം, നമ്മളെ കോഴിക്കോട് നിങ്ങളുടെ ഓഫീസിൽ ഒരു ദിവസം വന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ സൗകര്യം എന്തെങ്കിലും ഉണ്ടോ? ഓഫ്ലൈൻ ഉണ്ട്, ഓൾറെഡി വരാം. അല്ല, ഒരു ദിവസം വന്ന് ജസ്റ്റ് ഒന്ന് നേരിട്ട് കാണാൻ കാര്യങ്ങളും അങ്ങനെ. ചെയ്യാം. നേരെ ഓഫ്ലൈനിലേക്ക് വരാം. നോ പ്രോബ്ലം. അതായത് ഓൾറെഡി എനിക്ക് ഞാൻ ഓഫ്ലൈൻ ഇത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി ഇപ്പൊ ട്രിവാൻഡ്രത്തും കൊച്ചിന്നൊക്കെ ഒരു ഓഫ്ലൈനിൽ മോർണിംഗ് എത്തി കഴിഞ്ഞാൽ അതിന്റെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളും അതിന് ട്രെയിനിങ്ങുകളായിട്ട് ഈവനിങ് നമുക്ക് നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാം. ഓക്കെ. അല്ല, ഒരു ദിവസം ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി മാത്രം. യെസ് ചെയ്യാൻ പറ്റും. നോ പ്രോബ്ലം. ശരി. അപ്പൊ ഓക്കെ, താങ്ക് യു. അപ്പൊ ഓക്കെ, എല്ലാവരും ഗുഡ് നൈറ്റ്. നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക്സ്. ഓക്കെ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.